കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ IR-ന്റെ കറണ്ട് അഫയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഇന്ത്യ പാകിസ്ഥാനാണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ബാക്കി കുറച്ച് നെയ്ബറിംഗ് നേഷൻസോട് ഇന്ന് നമ്മൾ കവർ ചെയ്യും. നാളത്തോടെ നമ്മൾ ബൈലാറ്ററൽ റിലേഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു ബൈലാറ്ററൽ റിലേഷൻസ് പഠിക്കാനുണ്ട്, പ്ലേസസ് ഇൻ ന്യൂസ് ഉണ്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് അതിനകത്ത് നിന്നാണ് ഏറ്റവും ചോദ്യം വരുന്നത്, പിന്നെ കുറച്ച് എനർജി ഇൻഫ്രാസ്ട്രക്ചർ കണക്ടിവിറ്റി പ്രോജക്ട്സ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ബൈലാറ്ററൽ ഫിനിഷ് ചെയ്യും ബൈ ടുമോറോ. നെക്സ്റ്റ് വീക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ. അത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് UN-ഉം നോൺ UN ബോഡീസും ട്രീറ്റീസും എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മൾ പാകിസ്ഥാൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഞാനൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മെമ്മറി ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, നമ്മൾ ഇൻഡസ് സ്ട്രീറ്റിൽ നിന്ന് പിന്മാറി, നമ്മൾ ഈ അൺവില്ലിങ് അൺഏബിൾ ഡോക്ടറിന് എന്താണെന്ന് നോക്കിയിരുന്നു. പിന്നെ പാകിസ്ഥാന്റെ ഏതൊക്കെ ബേസിലാണ് അറ്റാക്ക് നടത്തിയത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സ്ലൈഡിൽ ഇല്ലാത്ത കുറച്ച് കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഏതൊക്കെ ഡ്രോൺ ആണ് ഉപയോഗിച്ചതെന്നുള്ള ഒരു ഐഡിയ തന്നിരുന്നു. ഓക്കെ, പിന്നെ ഇന്ത്യ എന്തൊക്കെ ചെയ്തു പാകിസ്ഥാനെതിരെ, പാകിസ്ഥാൻ റിട്ടാലിയേറ്ററി ആയിട്ട് അവരെന്തൊക്കെ ചെയ്തു, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഇൻഡസ് വാട്ടർ ട്രീറ്റി. ഓക്കെ, യു ക്യാൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ഹിയർ. പിന്നെ നമ്മൾ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകൾ ഏതൊക്കെ റിവേഴ്സിലാണെന്നുള്ളത് നോക്കിയിരുന്നു. സവാൽകോട്ടെ ഡാം ഈ വർഷം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ ഒരു മുഹമ്മദൻ ഡാമും നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ കർത്താർപൂർ കോറിഡോർ, ഷിംല എഗ്രിമെന്റ്, CPEC, IMF-ന്റെ ലോൺ, ADB-യുടെ ലോൺ, ഇതെല്ലാം നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് ഹോംവർക്ക് ആയിട്ട് ചെറുതായിട്ട് ADB IMF ഒക്കെ നോക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, എനിവേസ് വിൽ ഡു ഇറ്റ് വൺ മോർ ടൈം. എന്നാലും നിങ്ങൾ ഹോംവർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചിലത് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വർക്കായിട്ട് സിവിൽ ഡിഫൻസ് ഡ്രില്ലുകളെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സർക്രീക്ക് ഡിസ്പ്യൂട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോർട്ട് ഓഫ് പസ്നി, ഇതിന്റെ ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ബംഗ്ലാദേശിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ സ്റ്റുഡൻസ്, ആം ഐ ഓഡിബിൾ ടു യു? Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യ ബംഗ്ലാദേശ്. ഓക്കെ, ഞാൻ വിശ്വസിക്കുന്ന ഒരു 4 നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് എങ്കിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അതിനകത്ത് വി ആർ സ്റ്റാർട്ടിങ് വിത്ത് ബംഗ്ലാദേശ്. ഓക്കെ, ഈ ബംഗ്ലാദേശിന്റെ ഹിസ്റ്ററി നമുക്ക് ഏകദേശം അറിയാമല്ലോ. ആദ്യകാലത്ത് ബംഗ്ലാദേശ് എന്തായിരുന്നു? ഈസ്റ്റേൺ പാകിസ്ഥാൻ ആയിരുന്നു. 71-ൽ നമ്മളൊരു വാർ ചെയ്തു. അതനുസരിച്ചിട്ടാണ് എന്ത് പറ്റുന്നത്, ബംഗ്ലാദേശ് ക്രിയേറ്റഡ് ആവുന്നത്. അതിന്റെ കഥയെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈസ്റ്റേൺ സൈഡ് ദേ ആർ ബംഗാളി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി, വെസ്റ്റേൺ സൈഡിൽ പഞ്ചാബി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഉറുദു ഇമ്പോസിഷൻ ഒക്കെ നടക്കുന്ന സ്റ്റേറ്റ് ആണ്. രണ്ടിന്റെയും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. എലക്ഷൻ നടക്കുന്നു, മെജോറിറ്റി കിട്ടുന്നത് ആവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പക്ഷെ അതിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല. മുജീബുർ റഹ്മാനെ അറസ്റ്റ് ചെയ്യുന്നു. പാകിസ്ഥാൻ അവിടെ ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നടത്തുന്നു. ഇന്ത്യയിലേക്ക് വളരെയധികം മൈഗ്രേഷൻ സംഭവിക്കുന്നു. ഓക്കെ, അവസാനം ഇന്ത്യ അതിനകത്ത് ഇടപെടുന്നു. ഓക്കെ, അതിനകത്ത് മുക്തിവാഹിനി എന്ന് പറഞ്ഞ കോവേർട്ട് സംഘങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ പ്രീഎംപ്റ്റീവ് ആയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്തു ആദ്യം. ഓക്കെ, അത് മുതലെടുത്ത് നമ്മൾ എന്ത് ചെയ്തു, അറ്റാക്ക് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവരെ കീഴടക്കി. വി ടുക്ക് 93,000 prisoners and we liberated ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ ഇതാണ് ബംഗ്ലാദേശിന്റെ ചെറിയൊരു ഹിസ്റ്ററി. അപ്പൊ നമ്മളുമായിട്ട് ശരിക്കും ഫ്രണ്ട് ഇതെവിടുന്ന സാറേ, ഇതെന്താ ഇതെവിടുന്ന് ഇത് വരുന്നത്? ജസ്റ്റ് എ സെക്കൻഡ് സ്റ്റുഡൻസ്. എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ഇതെന്താ സ്റ്റുഡൻസ്? ജസ്റ്റ് എ സെക്കൻഡ്. ഇതിനകത്തുനിന്നല്ല, ക്യാപ് കട്ടിന്നല്ല ഒന്നും. ഇതായിരുന്നു. ഓക്കെ, നോ ഇഷ്യൂസ്. സ്റ്റുഡൻസ് ഇപ്പൊ ക്ലിയർ ആണോ? ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് ക്ലിയർ നോ. ഓക്കെ, അപ്പൊ ശരിക്കും നമ്മളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകേണ്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, ബംഗ്ലാദേശ് ആക്ച്വലി ഹോസ്റ്റൈൽ കൺട്രി ഏകദേശം. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കണം. ഇന്ത്യയുമായിട്ട് ലോങ്സ്റ്റ് ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇതൊരു ചോദ്യമായിട്ട് വരാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നമ്മൾ നോർമലി PCMB പഠിക്കുന്ന പോലെ ഡെപ്തിൽ പഠിക്കില്ല. പക്ഷെ ചില പോയിന്റേഴ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്, അത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ എഴുതി വെക്കുക. പിന്നെ
രണ്ടാമത്, ബംഗ്ലാദേശ് ഈസ് ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ സൗത്ത് ഏഷ്യ. ഇതുപോലുള്ള ചോദ്യങ്ങൾ UPSC ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആണോ, സെക്കൻഡ് ആണോ, ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡ് UPSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വ്യക്തമായിട്ട് അറിഞ്ഞു വെക്കുക. ഇന്ത്യസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ട്ണർ ഇൻ സൗത്ത് ഏഷ്യ ഇസ് ബംഗ്ലാദേശ്. ഓക്കെ, ഇനി ഇന്ത്യയെ സംബന്ധിച്ചോളം ബംഗ്ലാദേശ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇൻ സൗത്ത് ഏഷ്യ. ബംഗ്ലാദേശിനെ സംബന്ധിച്ചോളം നമ്മൾ സെക്കൻഡ് ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ആണ്. അപ്പൊ ഒരു ഹോംവർക്ക് അവിടെ വരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് അറിയായിരിക്കും ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണർ ആരായിരിക്കും. ഓക്കെ, ഏകദേശം അറിയായിരിക്കും. ബട്ട് ഞാൻ പറഞ്ഞു, എന്റെ ക്ലാസ് എടുക്കുന്ന ശൈലിയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ഹോംവർക്ക് ചെയ്യും. കാരണം എന്താണ്? നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ യു വിൽ റിട്ടൈൻ മോർ. ഓക്കെ, ക്ലിയർ? ഇനിയും നമ്മുടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് സർപ്ലസോ ഡെഫിസിറ്റോ ഇന്ത്യക്ക്? ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ്. വി ഹാവ് ട്രേഡ് സർപ്ലസ് വിത്ത് ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശുമായിട്ട് നമുക്ക് ട്രേഡ് സർപ്ലസ് ആണ്. പിന്നെ ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്താ ബംഗ്ലാദേശുമായിട്ട്? ഇല്ലീഗൽ ഇമിഗ്രേഷൻ. അത് ആദ്യം നിങ്ങൾ വിചാരിക്കും ബംഗ്ലാദേശിൽ നിന്ന് മാത്രമേ ഇമിഗ്രൻസ് വരുമെന്ന്. അങ്ങനല്ല, വേറൊരു റൂട്ടുണ്ട്. മിയൻമാറിൽ റോഹിംഗ്യകളുമായിട്ടുള്ള പ്രശ്നമുണ്ട്. റോഹിംഗ്യകൾ ബംഗ്ലാദേശ് വരുന്നു, ബംഗ്ലാദേശിൽ നിന്ന് അവർ അങ്ങോട്ട് കയറുന്നു, ഇന്ത്യയിലേക്ക് കയറുന്നു. അപ്പം അതും ഒരു പ്രശ്നമാണ്. ക്ലിയർ? പിന്നെ നമ്മുടെ ഡിഫൻസ് കോർപ്പറേഷൻ ഉണ്ട്, 2 എക്സസൈസ് ഉണ്ട്, സംപ്രീതി ആൻഡ് മിലാൻ. ഇറ്റ് ഇസ് ബിറ്റ്വീൻ അസ് ആൻഡ് ബംഗ്ലാദേശ്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ചില ഗ്രൂപ്പ്സ് ഉണ്ട്, സാർക്ക്, ബിംസ്റ്റെക്, BBIN. ഓക്കെ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ. പിന്നെ IORA എന്താ? ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ്, ഐ എം ക്ലിയർ. ഓക്കെ, പിന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഈ സ്ഥലത്ത് വളരെ കൂടുതലാണ്. ഓക്കെ, ഇതുവരെയുള്ള ഒരു ഐഡിയ എങ്ങനെയായിരുന്നു സ്റ്റുഡൻസ്? ബംഗ്ലാദേശ് മേജർലി 2 പാർട്ടികളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണെന്ന് പറയാമോ? IR പഠിച്ച കുട്ടികളാണെങ്കിൽ, ഒന്ന് അവാമി ലീഗ്, ഓപ്പോസിറ്റ് ഏതായിരുന്നു? ഖാലിദ സിയയുടെ പാർട്ടി. ഓൺലൈൻ സ്റ്റുഡൻസ്, യു ക്യാൻ ഓൾസോ ആൻസർ. BNP, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, BNP ഭരിക്കുമ്പോൾ ഇറ്റ് വിൽ ബി മോർ പ്രോ പാകിസ്ഥാൻ, ആവാമി ലീഗ് ഭരിക്കുമ്പോൾ പ്രോ ഇന്ത്യ. പക്ഷെ ചൈനയുമായിട്ട് BNPയും കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടായിരുന്നു. ഈവൻ ആവാമി ലീഗും റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ മുഹമ്മദ് യൂനൂസിന്റെ ഗവൺമെന്റുമായിട്ട് ചൈന ഹാസ് ഗുഡ് റിലേഷൻസ്. ഈവൻ USA ഹാസ് ഗുഡ് റിലേഷൻസ്. അപ്പൊ ഒരു ജിയോ പൊളിറ്റിക്സ് നിങ്ങൾക്ക് അറിയണം. ഇത് പ്രിലിംസിനുള്ള ക്ലാസ് ആണെന്ന് പറഞ്ഞ് ഇതിനകത്ത് പല കാര്യങ്ങളും യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ മെയിൻസ്. ഓക്കെ, ഞാൻ ഐഡിയാസ് തന്നുകൊണ്ടിരിക്കും. പിന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിനെ മെയിൻലാൻഡ് ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയൊരു ഇടനാഴിക, സിലിഗുറി കോറിഡോർ, അതിനെ വേറൊരു പേര് വിളിക്കും ചിക്കൻ നെക്ക്. കാരണം വളരെ ചെറുതാണ്. അപ്പൊ ഈ ചിക്കൻ നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? എൻ്റെ will be separated from ഡോക്ലാം റൈസ് എന്തായിരുന്നു? ചൈന ഭൂട്ടാനിൽ കയറി റോഡ് കൺസ്ട്രക്ഷൻ ചെയ്തു. അപ്പൊ ഭൂട്ടാൻ ഇസ് നിയർ ടു ദിസ് സിൽഗുറി കോറിഡോർ. അപ്പൊ ചൈന നമ്മുടെ സിൽഗുറി കോറിഡോറിന് അടുത്തേക്ക് വന്നാൽ ഭാവിയിൽ ട്രൂപ്പ് മൊബിലൈസേഷൻ ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിനെ കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇന്ത്യ എന്ത് ചെയ്തത്? ഭൂട്ടാനകത്ത് കയറി, വി ആർ എൻട്രിങ് ഇൻ ടു സെക്കൻഡ് കൺട്രി, എന്നിട്ട് നമ്മൾ ചൈനയായിട്ട് ഐബോൾ ടു ഐബോൾ കോൺഫ്രണ്ടേഷനിൽ ഏർപ്പെട്ടത്. അപ്പൊ ചൈനയുടെ ഒരു പ്രസൻസ് ഒരു പ്രശ്നമാണ്. ചൈനയെ പറ്റി ഇനി ഞാൻ പറയും. ചൈനയുമായിട്ടുള്ള ബയലാറ്ററൽ റിലേഷൻസ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ സൂചിപ്പിച്ചു പോവാണ്. ഇനി നമ്മൾ ചില പ്രോഗ്രാംസ് നമ്മൾ നടത്തുന്നുണ്ട്, അതിനകത്തൊക്കെ ബംഗ്ലാദേശിന്റെ യൂസേജ് വരും. കാലാദാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രോജക്ട്, ഇത് ഞാൻ പഠിപ്പിക്കും കേട്ടോ. കണക്ടിവിറ്റി പഠിപ്പിക്കുമ്പോൾ ഐ വിൽ ടീച്ച് യു. ഓക്കെ, ഇത് വന്നിട്ടുണ്ട്. ലിങ്കിങ് മിസോറാം ടു കൊൽക്കത്ത വിയ മിയൻമാർ. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് ബംഗ്ലാദേശിന്റെ ഒരു ആവശ്യം നമുക്ക് ഉണ്ട് ഫോർ സ്റ്റെബിലിറ്റി. പിന്നെ നമുക്കൊരു പ്രോട്ടോകോൾ ഓൺ ഇൻലാൻഡ് വാട്ടർ വേസ് ട്രേഡ് ആൻഡ് ട്രാൻസിറ്റ് ഉണ്ട്. ഓക്കെ, ഓപ്പറേഷണൽ ഓഫ് എഗ്രിമെന്റ് ഫോർ ദ യൂസേജ് ഓഫ് ചിറ്റഗോങ് ആൻഡ് മോംഗ്ല പോർട്ട്. ഒരു ഹോംവർക്ക് കൂടെ ഉണ്ട്. ഈ മോംഗ്ല പോർട്ട് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആരുടെ പ്രസൻസ് ആണ് ഇവിടെ ഉള്ളതെന്നൊന്നും പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയായിട്ടുള്ള പ്രശ്നം എന്താ അറിയാമോ? നമുക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് ബംഗ്ലാദേശ് വഴി എളുപ്പത്തിൽ കയറാം. ഓക്കെ, പക്ഷെ അവർ പലപ്പോഴും എന്ത് സമ്മതിക്കുന്നില്ല, അതിന് പ്രോപ്പറായിട്ട് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ? പിന്നെ ബംഗ്ലാദേശ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് 2024. ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, ബട്ട് നമുക്ക് UPSC വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ, ക്ലിയർ? അപ്പം 14th ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ്, ഇത് നമ്മൾ പഠിക്കും ബാങ്കോങ്ങിൽ. അവിടെ വെച്ചിട്ടാണ് ഈ IPOA ലോഞ്ച് ആയത്. ക്ലിയർ? പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ ഉണ്ട്, മൈത്രി സൂപ്പർ തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം പഠിപ്പിക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ടോപ്പിക്സ് പഠിപ്പിക്കുമായിരിക്കും. അത് ഈ വർഷം കറണ്ട് അഫയർ വന്നിട്ടില്ല. ബട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച സ്ലൈഡുകളൂടെ വേണോ നിങ്ങൾക്ക് തരും. യു ക്യാൻ യൂസ് ഇറ്റ്. അതായത് നിങ്ങളൊരു ഹോംവർക്ക് ചെയ്യുക, ബംഗ്ലാദേശിന്റെ ഏതൊരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനെയാണ് റഷ്യ ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റഷ്യ ഒരു പവർ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബംഗ്ലാദേശിന്റെ. അത് ഏതാണെന്ന് നോക്കുക.
ക്ലിയർ? ഓൺലൈൻ സ്റ്റുഡൻസ് ആം ഐ ഓഡിബിൾ? ഇതുവരെ പഠിപ്പിച്ചെല്ലാം ക്ലിയർ ആണോ? നമ്മൾ ഫാക്റ്റുകളാണ് പഠിച്ചു പോകുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, ക്ലിയർ. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ എടുക്കുക. ഇത് നിങ്ങളൊന്ന് മാപ്പ് വർക്കിലൂടെയും ചെയ്യണം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ ബോർഡർ. ഓക്കെ, 4096 കിലോമീറ്റർ ഉണ്ട്. വെസ്റ്റ് ബംഗാളുമായിട്ടാണ് ഏറ്റവും വലിയ ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ആസാം, പിന്നെ മേഘാലയ, ത്രിപുര, മിസോറാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ. പിന്നെ ഓൺഗോയിങ് അൺറസ്റ്റ് ഇൻ ബംഗ്ലാദേശ് ഹാസ് സസ്പെൻഡഡ് ട്രേഡ്. ദ ട്രേഡ് ഹാസ് ബീൻ റിസ്ട്രിക്റ്റഡ് അറ്റ് ഗെഡെ, പെട്രാപോൾ, ഗൊജാഡ്ഗംഗ, മഹാജിപൂർ, ഫുൾബാരി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ പോർട്ടുകളുടെ ചോദ്യം ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ICPകളുണ്ട്, ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്. നിങ്ങൾ പ്രിലിംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചോദ്യം വന്നിട്ടുണ്ട് ഇതുപോലെ. നമ്മൾ വിചാരിക്കും വളരെ ഫാക്റ്റ് ആണ്, പക്ഷെ കാണാതെ ഒന്നും പഠിക്കണ്ട. ബട്ട് ഒന്ന് ഓർത്ത് വെക്കുക, ഇടയ്ക്കൊന്ന് വായിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ വരും. ഈ പെട്രാപോളും പെനാപോളും ഒക്കെ ഇറ്റ് ഹാസ് കം ഇൻ പ്രിലിംസ്, ഐ ഗസ്. ഓക്കെ, അപ്പൊ ഇത് ബോർഡർ പോർട്ടുകളും ICPസും ആണ്. ഓക്കെ, നിങ്ങൾ ഒന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ മെമ്മറി. അതിനുവേണ്ടിയാണ് ഞാൻ ഇതിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ഞാൻ പുറകിലേക്ക് പോകണോ? ഇതുവരെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കറണ്ട് അഫയറിലേക്ക് ഒന്നും കടന്നിട്ടില്ല. കുറച്ച് ബേസിക്സ്, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക്സ് പറഞ്ഞു തന്നു. ഓക്കെ, ബോർഡറിംഗ് സ്റ്റേറ്റ്സ് ഏതാന്ന് പറഞ്ഞു തന്നു. നമ്മൾ കോമൺ ആയിട്ട് ഏതൊക്കെ ഇനീഷ്യേറ്റീവ്സ് പങ്കെടുക്കുന്നു, ഏകദേശം അവിടുത്തെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പൊ അവിടെ ഒരു പ്രോപ്പർ ഗവൺമെന്റ് അല്ല. ഓക്കെ, ഒരു ഗാർഡിയൻ ഗവൺമെന്റ് പോലെ മുഹമ്മദ് യൂനിസ് റൺ ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ അവിടെ പൊളിറ്റിക്കൽ പവർ സെന്റേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ മെയിൻസിനൂടെ വരേണ്ട കാര്യങ്ങളാണ്. ആവാമി ലീഗിന് ഇനി വരുന്ന ഇലക്ഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഡിസ്ക്വാളിഫൈഡ് ആണ്. ഷെയ്ഖ് ഹസീനെ മരണത്തിന് വിധിച്ചിട്ടുണ്ട്. പിന്നെ BNP ആണ് വിജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള പാർട്ടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ സ്ട്രോങ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ. ഓക്കെ, ബംഗ്ലാദേശിൽ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ രീതിയിലുള്ള വോട്ട് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാരണം പാകിസ്ഥാൻ വാർ വന്നപ്പോ പാകിസ്ഥാന്റെ സൈഡിൽ നിന്നവരാണ് കുറെ പേര്. ബട്ട് അവരിപ്പോ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രിപ്പ് പിടിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്സ് നിങ്ങൾ നോക്കിയാൽ USA ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻഗേജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കറണ്ട് അഫയർ വായിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, BNPയുടെ ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു കോയലീഷൻ വിത്ത് BNP ലീഡിങ്, അങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് കറണ്ട് അഫയറിലേക്ക് പോവാം. ബംഗ്ലാദേശും ഇന്ത്യയും ഞാൻ പറഞ്ഞു നമ്മളെല്ലാം പണ്ട് ഒരേ ഒരു രാജ്യമായിരുന്നു. നമ്മുടെ പാകിസ്ഥാൻ ആണെങ്കിലും ഇന്നത്തെ ബംഗ്ലാദേശ് ആണെങ്കിലും വി വർ ഓൾ വൺ നേഷൻ. ഇതിനകത്ത് ഒരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്, റിവേഴ്സിന് നമുക്ക് ബൗണ്ടറി വെച്ചിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പാകിസ്ഥാന്റെ വോട്ട് തന്നെ there will be many rivers which are shared between India and Bangladesh. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഇന്ത്യ ബംഗ്ലാദേശ് ജോയിന്റ് റിവർ കമ്മീഷന്റെ ഒരു മീറ്റിംഗിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. ഒരു 10 മെമ്പർ ഡെലിഗേഷൻ ദേ ആർ സെൻഡിങ് ടു ഇന്ത്യ. ഇതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ടോട്ടൽ എത്ര ട്രാൻസ് ബൗണ്ടറി റിവേഴ്സ് ഉണ്ട്? 54 ട്രാൻസ് ബൗണ്ടറി റിവേഴ്സ് ഉണ്ട്. ഇപ്പൊ ജോഗ്രഫിയുടെ കറണ്ട് അഫയർ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഇതിനകത്ത് ന്യൂസിലുള്ള നമ്മുടെ റിവേഴ്സ് എല്ലാം നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു എന്നുള്ളത് വി ഹാവ് 54 റിവേഴ്സ് ഇൻ കോമൺ ട്രാൻസ് ബൗണ്ടറി റിവേഴ്സ്. ഓക്കെ, ക്ലിയർ? ഇതിനകത്ത് 14 എണ്ണം ക്രോസ് ബോർഡർ ആണ്. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, ബട്ട് ഒന്ന് വായിച്ചു പോവുക. ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഹാവ് കം. റായ്മംഗൽ, ഇച്ചത്മതി കാലിന്തി, ബെറ്റ്ന കൊദാലിയ, ഭൈരബി, കൊഡാബാക്, മതവങ്ക, ഗാംഗസ്, പഗ്ല, ഐത്രായ്, പുനർബദ, തെൻതൂലിയ, താങ്കോൺ, കുലിക് നഗർ, മഹാനന്ദ. എല്ലാം നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിക്കുക, നമ്മുടെ മനസ്സിലൊന്ന് സ്ട്രൈക്ക് ചെയ്ത്. ഇപ്പൊ കാലാപ്പാനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് രാജ്യം ഓർമ്മ വരുന്നു? ഓൺലൈൻ സ്റ്റുഡൻസ്, കാലാപ്പാനി റിവർ ഡിസ്പ്യൂട്ട് ആരുമായിട്ടാ കാലാപ്പാനിയിൽ പ്രശ്നമുള്ളത്? ഓൺലൈൻ ഓൾസോ യു ക്യാൻ ഓൾസോ ആൻസർ മീ. കാലാപ്പാനി റിവർ നമ്മൾ ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപോ ചിന്തിക്കരുത്. കാലാപ്പാനിയായിട്ട് എവിടാ പ്രശ്നം? നേപ്പാളുമായിട്ടാണ് പ്രശ്നം. ഐ വിൽ ടീച്ച് യു ദിസ്. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടായാൽ മതി, യു വിൽ ബി ഏബിൾ ടു ആൻസർ. അപ്പൊ ലിംബ്യ ദുര എന്നുള്ള വാക്ക് കേൾക്കുക, ലിപുലേക്ക് പാസ് എന്ന് കേൾക്കുക, ഉടനെ ഡിസ്പ്യൂട്ടഡ് ആയിട്ട് നോക്കുമ്പോൾ ചൈന, നേപ്പാൾ, ഇന്ത്യ, ആ ഒരു കണക്ട് നിങ്ങളുടെ മനസ്സിൽ വരണം. ഞാൻ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഓൺലൈൻ സ്റ്റുഡൻസോട് കേൾക്കുക, ഹാവ് എ ഹാബിറ്റ് ഓഫ് ജോട്ടിങ് ഡൗൺ ദ മേജർ പോയിന്റ്സ്. കാരണം സ്ലൈഡ് ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇറ്റ് ഇസ് അബവ് 100 pages അല്ലെങ്കിൽ 130 pages. ഈ സ്ലൈഡ് മൊത്തം നിങ്ങൾ പരീക്ഷയുടെ തലേന്നിരുന്ന് നോക്കിയാൽ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. യു നീഡ് എ നോട്ട് വിച്ച് ഇസ് വെരി ബ്രീഫ്. ഓക്കെ, അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന റിവൈസ് ചെയ്യാൻ ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട്. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ ബംഗ്ലാദേശുമായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രീറ്റി ഉണ്ട്, ഗംഗ വാട്ടർ എഗ്രിമെന്റ്. 1996 സൈൻ ചെയ്തതാണ്. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇപ്പൊ അത്രയും റെലവെന്റ് അല്ല, ഇതിന്റെ കാലം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ സ്റ്റാറ്റിക്കിലേക്ക് എത്ര ബംഗ്ലാദേശിന് കിട്ടും, എത്ര ഇന്ത്യക്ക് കിട്ടും. ഇപ്പൊ ഇന്ത്യക്കാണ് കൂടുതൽ കിട്ടുന്നത്. 50-50 ആക്കാന്നൊക്കെ ഉള്ള ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പോയതാണ്. പക്ഷേ വെസ്റ്റ് ബംഗാളിലെ സർക്കാർ ഇതിനെ
നഖശിഖാന്ത എതിർത്തു. അതുകൊണ്ട് എന്ത് പറ്റിയില്ല, ഇത് മെറ്റലൈസ് ചെയ്ത്. പക്ഷെ ഈ ട്രീറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, നമ്മളാണ് ഈ വാട്ടർ കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത്. വി ആർ ഹാവിങ് ദ കൺട്രോൾ ഓഫ് ദ വാട്ടർ. ഈ ബംഗ്ലാദേശിൽ ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല ചിലപ്പോ. ഇത് ബംഗ്ലാദേശിന്റെ ആവശ്യമാണ്. നമ്മൾ ഈ ട്രീറ്റ് റിന്യൂ ചെയ്തില്ലെങ്കിൽ അവൻ പെടും. ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ 96-ലെ വാട്ടർ ട്രീറ്റി വേണമെങ്കിൽ ഗൂഗിളിൽ കയറി ഒന്ന് അതിന്റെ ബേസിക്സ് കണ്ടുപോക്കുള്ള, ചോദ്യം വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ബട്ട് ഞാൻ എല്ലാം പറഞ്ഞു പോകും. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? പിന്നെ ബംഗ്ലാദേശ് വിൽ സീക്ക് ഇന്ത്യ സപ്പോർട്ട് ടു എസ്റ്റാബ്ലിഷ് എ ജോയിന്റ് ഫ്ലഡ് ഫോർകാസ്റ്റിംഗ്. ഇതെന്താ പ്രശ്നം അറിയോ? ഇതൊക്കെ വളരെ ഇറാറ്റിക് ആയിട്ടുള്ള റിവേഴ്സ് ആണ് പലതും. ബ്രഹ്മപുത്ര റിവറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മിയാൻഡർ ചെയ്യുന്ന റിവറാണ്. അതിന്റെ ദിശ എങ്ങോട്ടാണെന്ന് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം ഒരു അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണെങ്കിൽ ലോവർ സ്റ്റേറ്റിനോട് നമ്മളൊരു പറയണം, ഇപ്പോഴേ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്, ഈ സമയത്ത് ഞങ്ങൾ ഇത്രയും തുറന്നു വിടും. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പണി കിട്ടും. സെയിം തിങ് ഇൻഡസിലും ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, പാകിസ്ഥാൻ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് റിയാലിറ്റി. ഓക്കെ, വാട്ടർ ഒരു വെപ്പൺ ആക്കാം. നമ്മുടെ തലയമേളിൽ ചൈന ഇരിപ്പുണ്ട്. ചൈന ഇപ്പൊ അവിടെ ലോകത്തെ ഏറ്റവും വലിയ ഡാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഡാമിന്റെ പേര്? ത്രീ ഗോർജ് ആണോ മെഡോങ് ആണോ? പഠിപ്പിക്കും ഞാൻ. ഒരെണ്ണം ലോകത്തെ ഏറ്റവും വലുതായിരുന്നു, ഇപ്പൊ അവർ അതിനെക്കാട്ടി വലുത് പണിയുന്നു. അപ്പൊ മെഡോങ്ങും ത്രീ ഗോർജും നോക്കിയാൽ മതി. ചെറുതായിട്ട് എഫക്ട് ചെയ്യുമെന്നുള്ള ന്യൂസ് വന്നിരുന്നു. അത് മാത്രമല്ല, അത് അത്രയ്ക്ക് സേഫ് ആണെന്നല്ല പലരും പറയുന്നത്. ഓക്കെ, സീസ്മിക് ആയിട്ടുള്ള സോണാണ്. നമ്മൾ പഠിക്കും അത്. വിൽ സ്റ്റഡി വെൻ വി സ്റ്റഡി ചൈന. ഓക്കെ, ക്ലിയർ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ സ്റ്റുഡൻസ്? ഓൺലൈൻ സ്റ്റുഡൻസ്, ആർ വി ക്ലിയർ? ഓക്കെ, ഇനി ഈ മുഹമ്മദ് യൂണിസ് ഒരു ഡയലോഗ് അടിച്ചു. എന്താണ്? നോർത്ത് ഈസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് ആണ്, നോർത്ത് ഈസ്റ്റിനും ഇന്ത്യൻ ഓഷനും ഗാർഡിയൻ ആയിട്ട് നിൽക്കാൻ കഴിവുള്ളവര് ഞങ്ങളാണെന്ന് പറഞ്ഞു. ഓക്കെ, ഔട്ട് ഓഫ് ബ്ലൂം ഹി സെയ്ഡ് ഇറ്റ്. ഇത് ഇന്ത്യ അത്രയ്ക്ക് നല്ല രീതിയിൽ എടുത്തില്ല. കാരണം ഇന്ത്യയാണ് ഇവിടുത്തെ ഗാർഡിയൻ ഓഫ് ദ ഓഷൻ എന്നാണ് ഇന്ത്യ കാണിക്കാൻ ശ്രമിക്കുന്നത്. വി വാണ്ട് ടു ഷോ അവർ ഇൻഫ്ലുവൻസ് ഇൻ ഇന്ത്യൻ ഓഷൻ. കാര്യം നമ്മൾ പീസ്ഫുൾ രാജ്യമാണെങ്കിലും ഇന്ത്യൻ ഓഷൻ നമ്മുടെ ഒരു ബാക്ക് യാർഡ് ആണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വി ആർ ട്രൈങ് ടു ബി ദ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ ഓഫ് ദി ഏരിയ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇന്ത്യക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ഈ ഒരു ഹോസ്റ്റൈൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് കാരണം എന്ത് പറ്റുന്നുണ്ട്, നമ്മള് ബംഗ്ലാദേശിന്റെ പല എക്സ്പോർട്സും ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്സ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത്. ഇനി ശ്രദ്ധിക്കുക, ഇതിനകത്ത് ചെറിയൊരു ക്യാച്ച് ഉണ്ട്. ഞാൻ ഈ മെറ്റീരിയൽ പല കറണ്ട് അഫയർ മാഗസീൻസും ന്യൂസിൽ നിന്നും എല്ലാം എടുക്കുന്നത്. ഐ ഹാവ് ഡൺ എ കമ്പൈലേഷൻ ഓഫ് 10 or more സോഴ്സസ്, പല സോഴ്സിൽ നിന്നാണ്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും വരാം. എന്താ, ബംഗ്ലാദേശിന്റെ എക്സ്പോർട്ട് തടഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇമ്പോർട്ട് തടഞ്ഞു. ഇത് രണ്ടും ഒന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. സിമ്പിൾ സംഭവമാണ്, പക്ഷെ ഈ സ്ലൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയാലും ബോത്ത് മീൻസ് ദ സെയിം. ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സാധനം, അല്ലെങ്കിൽ ബംഗ്ലാദേശ് നമ്മളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ തടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ ഹാസ് പ്രോഹിബിറ്റഡ് ഇമ്പോർട്ട് ഓഫ് ബംഗ്ലാദേശി ഗാർമെന്റ്സ് വയ ഓൾ ലാൻഡ് പോർട്സ്. അത് മനസ്സിലാക്കുക. റെസ്ട്രിക്ഷൻസ് അപ്ലൈ ടു ലാൻഡ് കസ്റ്റം സ്റ്റേഷൻസ് ആസ് വെൽ ആസ് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്. അപ്പൊ ഈ വഴി ഇത് വരില്ല, എന്ത്, ഗാർമെന്റ്സ്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തിട്ടതാണ്, ചിലപ്പോൾ ഇമ്പോർട്ടന്റ് അല്ല. പണ്ട് നമ്മളും ബംഗ്ലാദേശുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ കസ്റ്റം സ്റ്റേഷൻസ് വഴി എന്ത് ചെയ്തിരുന്നു, അവരുടെ എക്സ്പോർട്സും നമ്മൾ സമ്മതിച്ചിരുന്നു. അതായത് ഇന്ത്യൻ പോർട്സ് വരും, അവിടുന്ന് പുറത്തോട്ട് ഇത് എക്സ്പോർട്ട്. അപ്പൊ നമ്മുടെ അവര് യൂറോപ്പിലേക്ക് സാധനങ്ങൾ കയറ്റിയെടുക്കുന്നത് നമ്മുടെ പോർട്ടിലൂടെ. അതുപോലെ വെസ്റ്റ് ഏഷ്യയിലേക്കോ പുറത്തോട്ടോ അവർ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് നമ്മുടെ പോർട്ട് ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ടാണ്. അപ്പം 11 ട്രാൻസിറ്റ് പോയിന്റുകളുണ്ട് നോർത്ത് ഈസ്റ്റിൽ. ഇത് ഒരു ഇൻഫർമേഷൻ ആട്ടോ, അറിഞ്ഞിരിക്കണം. ബംഗ്ലാദേശിൽ 3 എണ്ണം, ഫോർ ട്രേഡ് വിത്ത് 3 എണ്ണം ആസാമില്, 2 എണ്ണം മേഘാലയയില്, 6 എണ്ണം ത്രിപുരയില്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇതുള്ളത് എവിടെയാണ്, ട്രാൻസിറ്റ് പോയിന്റുകൾ ത്രിപുരയിലാണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു എക്സ്പോർട്സ് എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിന്റെ എക്സ്പോർട്സ് ഇന്ത്യ വഴി ത്രിപുരയിൽ നിന്നും ആസാമിൽ നിന്നും മേഘാലയയിൽ നിന്നും മിസോറാമിൽ നിന്നും എല്ലാം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഫോർ സ്പെസിഫിക് ഗുഡ്സ്. എല്ലാ ഗുഡ്സും അല്ല, സ്പെസിഫിക് ഗുഡ്സ്. ഓക്കെ, ഇത് ആരെ ഇഷ്യൂ ചെയ്തേക്കുന്നത്, ഈ ഡയറക്ഷൻ നമ്മുടെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഓക്കെ, ക്ലിയർ? അപ്പം ഇതിനകത്ത് 2 ലാൻഡ് കസ്റ്റം സ്റ്റേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ പേരുകൾ ഓർത്തിരിക്കുക. ചന്ദ്രബന്ധ, ഫുൽബാരി. ഇവിടെ കൂടിയും അവരുടെ സംഭവങ്ങൾ ഇനിയും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ 2 പേര് ഓർത്തിരിക്കുക, ചന്ദ്രബന്ധ ആൻഡ് ഫുൽബാരി. ഒരു കാര്യം കൂടെ ഓർക്കണം, എല്ലാ ഗുഡ്സും നമ്മൾ ബാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഗുഡ്സ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഈ പേരുകളില്ലേ, ചെക്ക് പോയിന്റ്സിന്റെ പേരുകൾ, ഇത് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്തിനെയൊക്കെ നമ്മൾ ബാൻ ചെയ്തിരിക്കുന്നത്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ്, ഫ്ലേവർ ഡ്രിങ്ക്സ്, ഇതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഡോണ്ട് നീഡ് ടു റൈറ്റ്. ഗാർമെന്റ്സിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക.
ബാക്കിയൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, വുഡൻ ഫർണിച്ചർ, കോട്ടൺ യാൻ, ഡൈസ്, ഇതെങ്ങനെയാണെന്നറിയാം, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളില്ലേ, മേജർലി അതിനെയാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യില്ലല്ലോ, നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലം. ഇന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നെ ഇന്ത്യക്ക് ഇട്ടൊരു പണി വെച്ചിട്ടുണ്ട് 2 ദിവസമായിട്ട്. കാരണം ഇന്ത്യയായിട്ട് നമ്മുടെ താരിഫ് കുറച്ച് 18 ആക്കി. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമ്മൾ സന്തോഷിച്ചു. പക്ഷെ ബംഗ്ലാദേശുമായിട്ട് ഇതേ 0% കൊടുത്തിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ എക്സ്പോർട്സ് 0%. ട്രംപ് വളരെ ഇറാറ്റിക് ആണ്. നാളെ പാകിസ്ഥാനെ ചതിക്കും, ഇന്ന് ഇന്ത്യയുടെ കൂടെ കൂടും, പിറ്റേന്ന് പോയി ബംഗ്ലാദേശിന്റെ കൂട്ടുകൂടും, പിന്നെ ചിലപ്പോൾ ചൈനയുടെ കൂടെ പോകും. ഓക്കെ, അതാണ് പുള്ളിയുടെ ഒരു ആംഗിൾ. ഓക്കെ, മൺട്രോ ഡോക്ടറിനൊക്കെ ഞാൻ പറഞ്ഞു, ഹി വാണ്ട്സ് ടു മേക്ക് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ഹിസ് സെന്റർ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇമ്പോർട്ട്സ് ബംഗ്ലാദേശി എക്സ്പോർട്സ്, ഇമ്പോർട്ട്സ് എക്സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ട്സ് ബംഗ്ലാദേശിന്റെ എക്സ്പോർട്സ്. നോ അലൗഡ് ഓൺലി ത്രൂ കൊൽക്കത്ത ആൻഡ് നൗഷേവ പോർട്ട്. നൗഷേവ എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ക്ലിയർ. ഇപ്പൊ 2 പോർട്ടിൽ കൂടെ സമ്മതിക്കുന്നുള്ളൂ. ചില ഐറ്റംസ് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ എക്സ്പോർട്ട്, ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഉള്ള ഇമ്പോർട്ട്, ഇറ്റ് ഈസ് അലൗഡ് ഫോർ ഫിഷ്. ചില ഫിഷുകൾ അവിടെ ഉള്ളൂ, ഇവിടെ ഇല്ല. പിന്നെ എഡിബിൾ ഓയിൽ ആയിക്കോട്ടെ, ക്രഷ്ഡ് സ്റ്റോൺ ആയിക്കോട്ടെ, ഇതിനൊന്നും ബാധിക്കില്ല. കാരണം നമ്മൾ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ബംഗ്ലാദേശും പല കാര്യങ്ങളും നമ്മുടെ ഇന്ത്യൻ എക്സ്പോർട്സും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ബാൻ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇന്ത്യൻ യാൺ, ഇത് ബംഗ്ലാദേശ് ഇപ്പോൾ അവിടേക്ക് സീപോർട്സ് വഴി കയറ്റിവിടുന്നത്. ഇത് അവർ ചെയ്ത കാര്യങ്ങളാണ് ഈ 2 ഓക്കെ, പിന്നെ നമ്മുടെ റൈസ് എന്ത് ചെയ്യുന്നില്ല, കിലി ആൻഡ് ബെനപ്പോളി ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ്, ഇത് 2 ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് ആണ്. അപ്പം ഈ 2 ചെക്ക് പോസ്റ്റ് വഴി ബംഗ്ലാദേശിലേക്ക് അവർ നമ്മുടെ അരി എന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നില്ല. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിനകത്ത് കൂടുതൽ ഞാൻ പറയുന്നത് സ്പെസിഫിക് പ്രോഡക്ട്സിനെക്കാട്ടി ഉപരി ചെക്ക് പോസ്റ്റുകളുടെ പേരുകളെല്ലാം ഒന്ന് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുണ്ട് UPSC ഇതിനു മുമ്പ്. അതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ ഒരു ഫാക്ട് ഞാൻ എടുത്തിടില്ല. ഓക്കെ, ക്ലിയർ. പിന്നെ ഇന്ത്യ ഒരു കാര്യം പറയുന്നുണ്ട്, ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കും പോകുന്ന ചില കാര്യങ്ങൾ ഓക്കെ ഇവയെ എഫക്ട് ചെയ്യുന്നില്ല, അത് നിങ്ങൾക്ക് വിടാം. 2 രാജ്യങ്ങൾക്ക് മാത്രം, നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. ദീസ് ആർ ലാൻഡ് ലോക്ക് കൺട്രീസ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രോഡക്ട്സ് അങ്ങോട്ട് വിട്ടില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. ഈ ഭൂട്ടാൻ ഇസ് കൺസിഡേർഡ് ടു ബി അവർ പാർട്ട്ണർ. BRI ചേരാത്ത ഒരേ ഒരു രാജ്യമാണ് അത് മെയിൻ. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണല്ലോ. ഇനിയും ഇതിന്റെ ഒരു ജിസ്റ്റ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത പോർട്ട്, അല്ലെങ്കിൽ ഇതിന്റെ പേര് ഇപ്പൊ മാറ്റി എന്താക്കിയിട്ടുണ്ട്, ശ്യാം പ്രസാദ് മുഖർജി പോർട്ട്. മഹാരാഷ്ട്രയില് നൗഷേവ പോർട്ട്. ഓക്കെ, മേജർ ലാൻഡ് പോർട്ട്സ്, ഇപ്പൊ പ്രൊഹിബിഷൻ ഉള്ള പോർട്ടുകളെല്ലാം ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, വെസ്റ്റ് ബംഗാളിൽ ചന്ദ്രബഗ ആൻഡ് ഫുൽബാരി, ത്രിപുരയിലെ അഗർത്തല, സിമൻപൂർ, മുറിഘട്ട്, അസാമില് സുത്തർകണ്ടി, ധുബ്രി, മങ്ചക്കർ, മേഘാലയയിൽ ദൗക്കി, ബർസോര, ഗാസുപുര, മിസോറാമില് കപ്രുച്ചാഗ്, സൊറിംബൂൾ, അതുപോലെ സൊഗാവ്തർ. ഇതിനകത്ത് ചിലതൊക്കെ കറണ്ട് അഫയറിൽ ഞാൻ വന്ന് കാണുന്നു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് വെസ്റ്റ് ബംഗാളിലെ ചന്ദ്രബന്ധയും ഫുൽബാരിയും, ദിസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. കാരണം 2-3 തവണ വന്നതുകൊണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ തവണ ഇവിടെ ചില ക്രൈസിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ദിസ് പ്ലേസ് വാസ് ഇൻ ന്യൂസ്. ഓക്കെ, സൊഖാവ്തർ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയറിൽ ഇതുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പൊ 2 പോർട്ടിലൂടെ ഇപ്പൊ സമ്മതമുള്ളൂ. എവിടെ കൂടാ? കൊൽക്കത്തയിലും നവയിലും. ബാക്കിയെല്ലാം ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. ക്ലിയർ. ഓക്കെ, ഇതിന്റെ കൂടെ കാണിക്കാവുന്ന ഒരു ന്യൂസ് ആണ് അടുത്തതും, ബട്ട് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കേൾക്കാൻ വയ്യ. ക്വസ്റ്റ്യൻ ചോദിച്ചതാണോ? ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഓക്കെ, ഓൺലൈൻ സ്റ്റുഡൻസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻസ്? നോട്ട് ഏബിൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇവിടെ ഒരു ചെറിയ ടെക്നിക്കൽ ഗ്ലിച്ച് ഉള്ളതുകൊണ്ട് ഓൺലൈൻ സ്റ്റുഡൻസ് യു ക്യാൻ ഷൂട്ട് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓക്കെ. ഇനിയും ഇന്ത്യ ഗാർമെന്റ്സ് ആണ് ബേസിക്കലി ബാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ജൂട്ട് എക്സ്പോർട്സും ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജൂട്ട് എക്സ്പോർട്സ് ഫ്രം ബംഗ്ലാദേശ് ഇസ് ഓൾസോ റെസ്ട്രിക്റ്റഡ്. ജൂട്ട് ഫ്രം ബംഗ്ലാദേശ് എൻജോയ്സ് ഡ്യൂട്ടി ഫ്രീ ആക്സസ് ടു ഇന്ത്യ. അതുകൊണ്ട് എന്താണ്, നമ്മുടെ ജൂട്ട് ഇൻഡസ്ട്രി ഒത്തിരി അധികം സഫർ ചെയ്തിട്ടുണ്ട്. ഈ ജൂട്ടിന് ഇത്ര ഡിമാൻഡ് ഉണ്ടാവാൻ കാരണം എന്താ അറിയോ? നമ്മുടെ ചില അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ജൂട്ട് ബാഗിൽ തന്നെ കവർ ചെയ്യണം എന്നുള്ള ഒരു നിയമം വന്നിരുന്നു. പഴയ നിങ്ങൾ എക്കണോമി പഠിച്ചപ്പോൾ ഇത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ഐ എം കണക്ടിങ് എവറിത്തിങ്. അത് കാരണം ഇവിടെ ജൂട്ട് ആവശ്യമാണ്. ഈ ജൂട്ട് ഇവിടുത്തെ നമ്മുടെ ജൂട്ട് ഇൻഡസ്ട്രിയിൽ നിന്നല്ല കൂടുതൽ എന്ത് ചെയ്യുന്നത്, ബംഗ്ലാദേശിൽ നിന്നാണ് വരുന്നത്. സോ അത് നമ്മുടെ ഇൻഡസ്ട്രി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ബാഡ് ആയിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഇവിടെ ഓർക്കണം, നമ്മൾ ഈ പോർട്ടിൽ ഇത്രയും റെസ്ട്രിക്ഷൻ വെക്കുന്നത് എന്താണ് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പറയത്തില്ല മുഹമ്മദ് യൂനിസ് ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ്. അല്ല, നമ്മൾ കൊടുക്കുന്ന ഇതെന്താ, നമ്മുടെ എക്കണോമിയെ മോശമായിട്ട് ബാധിക്കുന്നു. നമുക്ക് ഈ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യണ്ടേ?
ഇവരുടെ ഗുഡ്സ് കൂടെ വരുമ്പോൾ അത് വളരെ കഞ്ചഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഗുഡ്സ് കൂടി ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അത് ശരിക്കും ഒരു ലെയിം എക്സ്ക്യൂസ്. കാരണം ഇത്രയും നാൾ ഓക്കെ ആയിരുന്നു, പെട്ടെന്ന് ഇന്ത്യ മാറ്റി. പക്ഷെ ഇത് ജിയോ പൊളിറ്റിക്സാ. അപ്പൊ അവര് നമുക്ക് മോശമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിയൽ പൊളിറ്റിക്സ് കളിക്കും ചിലപ്പോൾ. റിയലിസം, ഫോറിൻ പോളിസിയിൽ എപ്പോഴും ഐഡിയലിസം പോരല്ലോ. ഐഡിയലിസം ആണ് ഇത്ര നാള് ഫോളോ ചെയ്തുകൊണ്ടത്, ഇപ്പൊ റിയലിസം കാണിക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇന്ത്യ ഹാസ്, അതുപോലെ ഈ ജൂട്ട് വളരെയധികം കൂടുന്നുണ്ട്, അവിടെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജൂട്ടിനെ ഇവിടെ ഡംപ് ചെയ്യുമായിരുന്നു. ഡംപ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആന്റി ഡംപിങ് ഡ്യൂട്ടി വെച്ചു. എന്നിട്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ദേ ആർ എക്സ്പോർട്ടിങ് ജൂട്ട്, നമ്മുടെ ജൂട്ട് ഇൻഡസ്ട്രീസിൽ പിടിച്ചിരിക്കാൻ പാടുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ എക്കണോമി പഠിക്കുമ്പോൾ ആന്റി ഡംപിങ് ഡ്യൂട്ടി, ഓക്കെ, ആഡ് വെലറം ടാക്സ് എന്താണ്, അതുപോലെ ചില ചില കോൺസെപ്റ്റ് ഉണ്ട് UPSC ചോദിക്കാം. ഓക്കെ, ആന്റി ഡംപിങ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. ക്ലിയർ? അപ്പൊ ജൂട്ട് ഇന്ത്യയിൽ എവിടൊക്കെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ത്രിപുര, മേഘാലയ. അറിഞ്ഞിരിക്കണം കേട്ടോ, ചോദിക്കാം. പിന്നെ ഈ കാര്യം ന്യൂസിൽ വന്നതുകൊണ്ട് എന്ത് ചോദ്യം വരാം നിങ്ങൾക്ക്? ക്രോപ്സിന്റെ ചോദ്യം എല്ലാ വർഷവും ഒരെണ്ണം വരും. ചിലപ്പോൾ കോട്ടൺ ആയിരിക്കും, ചിലപ്പോൾ ടീ ആയിരിക്കും, കോഫി ആയിരിക്കും. ജൂട്ട് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല UPSC ചിന്തിക്കുന്നത്. ജൂട്ടിനെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തു എന്ന് പറഞ്ഞ് UPSC ഇതൊന്നും ആയിരിക്കില്ല ചോദിക്കുന്നത്, ജൂട്ടിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, എക്കണോമി ടീച്ചർ മേ ബി ടേക്സ് ദിസ് അപ്പ്, ബട്ട് ഞാൻ പറയുന്നത് ജൂട്ടിന്റെ അത് ഏത് ക്ലൈമറ്റിലാണ് വളരുന്നത്, ഓക്കെ, അതിന്റെ ബേസിക് ഐഡിയ എവിടാ വളരുന്നത്, അതൊന്ന് പഠിച്ചു വെക്കുക. ഞാനൊരു 5 ഹോംവർക്ക് ഒക്കെ തരും എല്ലാ ക്ലാസ്സിലും. അപ്പം ഹാവ് എ ഐഡിയ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ ജൂട്ടിനെ പറ്റി, എവിടെയാണ് ജൂട്ട് വളരുന്നത് എന്നുള്ളത് ഇന്ത്യയിലുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 4 ലക്ഷം വർക്കേഴ്സ് ഉണ്ട്, ഡൈവേഴ്സിഫൈഡ് യൂണിറ്റ്സ്. ഓക്കെ, ക്ലിയർ? അപ്പം DGFT, നമ്മുടെ ഡയറക്ടറേറ്റ് ബ്ലീച്ച്ഡ് അൺബ്ലീച്ച്ഡ് വുവൺ ഫാബ്രിക്സ് ഓഫ് ജൂട്ട്, ട്വൈൻ ആയിക്കോട്ടെ, റോപ്പ് ആയിക്കോട്ടെ, ചാക്കുകളായിക്കോട്ടെ, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. റോ ജൂട്ട് അല്ല, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി ഈ ജൂട്ടിനെ കടത്തിവിടുന്ന ഒരേ ഒരു സ്ഥലം ഏതായിരിക്കും? നൗഷേവ സീപോർട്ട്. മറ്റേതോ? നൗഷേവയിൽ കൂടെ, കോൽക്കട്ടയിലൂടെ. ബാക്കി പോർട്ടെല്ലാം റെസ്ട്രിക്ട് ചെയ്ത് കളഞ്ഞു. ക്ലിയർ? അപ്പൊ ഇവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നേപ്പാളിലേക്കും ഭൂട്ടാനിലേക്കും ഉള്ള ഫ്ലോ നമ്മൾ തടയില്ല. കാരണം ആ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഡിപ്ലോമാറ്റിക് ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലിയർ? കാരണം ഇന്ത്യ ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കി രാജ്യങ്ങളെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളിവിടെ പണ്ട് 2000s നമ്മൾ എന്ത് കൊണ്ടുവന്നു? മോദി ഗവൺമെന്റ് നോട്ട് നിരോധനം കൊണ്ടുവന്നു. അത് നമ്മളെ ബാധിച്ച പോലെ തന്നെ ഭൂട്ടാനെ ബാധിച്ചു. കാരണം അവിടെ ഇന്ത്യൻ റുപ്പി റൺ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് സർപ്രൈസ് ആണ്, നമ്മളത് മാനേജ് ചെയ്തു. അവർക്കത് സർപ്രൈസ് കൊടുക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ അവരെ അത് റോങ് ആയിട്ട് ബാധിച്ചു. ഓക്കെ, ദാറ്റ് ക്രിയേറ്റഡ് സം നെഗറ്റീവ് ഇമ്പാക്ട് അബൌട്ട് ഇന്ത്യ. ബിഗ് ബ്രദർ ഇന്ത്യ മൂത്ത സഹോദരനെ പോലെ കയറി കളിക്കും എന്നുള്ളൊരു ഇമ്പാക്ട് വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 2 രാജ്യങ്ങൾക്ക് നമ്മൾ കൺസെഷൻ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആണോ സ്റ്റുഡൻസ്? എനി ഡൗട്ട്? ഓൺലൈൻ എനി ഡൗട്ട്? എനിക്ക് നിങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ടാട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ. ഓക്കെ, നമ്മൾ ഇദ്ദേഹത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇവര്. അപ്പൊ എന്താ ചെയ്തിട്ടുണ്ട്, 13 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് പാകിസ്ഥാന്റെ ഒരു ഫോറിൻ മിനിസ്റ്റർ എവിടെ പോയിട്ടുണ്ട്? ഹീസ് വിസിറ്റിംഗ് ബംഗ്ലാദേശ്. അത് നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അവര് കുറെ എഗ്രിമെന്റ്സ് ചെയ്തിട്ടുണ്ട്. റെസ്റ്റോർ വിസ ഫെസിലിറ്റേഷൻ ഫോർ ഡിപ്ലോമാറ്റ്സ്, ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ റിസ്യൂം ചെയ്യാൻ ശ്രമിക്കുന്നു. സ്കോളർഷിപ്പ്, ബംഗ്ലാദേശി സ്റ്റുഡൻസിന് പാകിസ്ഥാൻ സ്കോളർഷിപ്പ് തരും. പിന്നെ ട്രേഡ് കൂട്ടിയിട്ട് $1 ബില്യൺ വരെ എത്തിക്കാം, അതിന് കവിഞ്ഞെത്തിക്കാനുള്ള ശ്രമമുണ്ട്. ഓക്കെ, പക്ഷെ ബംഗ്ലാദേശിന് ഇപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. ബംഗ്ലാദേശ് ഇപ്പോഴും ചില വിഭാഗങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ പണ്ട് 1971 നടത്തിയ ജനസൈഡിന് മാപ്പ് പറയണമെന്ന്. കാരണം അവർ റേപ്പ് കമ്മിറ്റ് ചെയ്തു, കുറെ പേരെ ഒടുക്കി. അതിനകത്തൊരു ടിക്ക ഖാൻ എന്ന് പറഞ്ഞേക്കുള്ള ജനറൽ ഉണ്ടായിരുന്നു, നോൺ ആസ് ബുച്ചർ ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശിലെ ഒരു സ്ഥലത്തെ കശാപ്പുകാരൻ എന്നാണ് വിളിച്ചുകൊണ്ടത്. അപ്പൊ ആ ക്ഷമ ചോദിക്കാൻ ബംഗ്ലാദേശ് ഇപ്പോഴും പറയുന്നുണ്ട്. അത് പാകിസ്ഥാൻ ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. ഓക്കെ, പിന്നെ ഫിനാൻഷ്യൽ റിപ്പറേഷൻസിന്റെ ആവശ്യമുണ്ട്. കാരണം അന്ന് ഇത്രത്തോളം നാശം ഉണ്ടാക്കി, പാകിസ്ഥാന്റെ സ്വന്തം ആട്ടം മേടിക്കാൻ കാശില്ലാത്ത രാജ്യം ഇനി ബംഗ്ലാദേശിന് എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ക്ലിയർ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റീജിയണൽ കോഓപ്പറേഷൻ, സാർക്കിന്റെ റിവൈവല്. സാർക്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം തന്നെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് തന്നെ സ്റ്റക്കായി കിടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം കാരണം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചൈനയുടെ റോൾ എന്താ? ഇത് ചൈനയെ പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയും, കുൺമിങ് വെച്ച് എനിക്ക് തോന്നുന്നു ചൈന ഈസ്റ്റ് ഏഷ്യ സമ്മിറ്റ് ഒരെണ്ണം നടക്കാറുണ്ട് അവിടെ വെച്ച് ഈ 3 രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സ് ഒരുമിച്ചിരുന്ന് ദേ പാർട്ടിസിപ്പേറ്റഡ്. ഇതിനെ ട്രൈലാറ്റർ എന്ന് വിളിക്കുന്ന ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ദേ മെറ്റ് ഇൻ
കുൺമിങ്. ഇത് മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്, എന്നാലും ജിയോ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് അറിവ് കിട്ടാൻ വേണ്ടി ഞാൻ പറയാണ്. ചൈനയ്ക്ക് ഒരു സ്വഭാവമുണ്ട് ട്രൈലാറ്ററൽ ക്രിയേറ്റ് ചെയ്യുക ഇന്ത്യക്കെതിരെ, അല്ലെങ്കിൽ അവൻ ട്രൈലാറ്ററൽ ക്രിയേറ്റ് ചെയ്യുന്ന പക്ഷെ ബാധിക്കുന്നു നമ്മളെ. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ പാകിസ്ഥാൻ, ചൈന, ടർക്കി, അവരൊരു ട്രൈലാറ്ററൽ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ചൈന ശ്രമിച്ച ഒരു കാര്യമാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന. കാരണം സിപെക്കിനെ എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, BRI എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അഫ്ഗാനിസ്ഥാനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഞാൻ ചൈന പഠിപ്പിക്കുമെന്ന് പറയും. അപ്പൊ ഇങ്ങനെ ഇന്ത്യയെ വളയം ചുറ്റി മുറുക്കാനുള്ള ഒരു ശ്രമം ചൈന നടക്കുന്നുണ്ട്. ഇന്ത്യക്കും ട്രൈലാറ്ററൽസ് ഫോം ചെയ്യാം. നമ്മളൊരു ട്രൈലാറ്ററലുണ്ട്, ഓക്കെ, റഷ്യ, ഇന്ത്യ, ചൈന. അതിന്റെ ലെവറേജ് ഉപയോഗിച്ച് ചൈനയെ കുറച്ച് ബാലൻസ് ചെയ്യാൻ നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അറിയില്ല, കാരണം റഷ്യയുമായിട്ടുള്ള കണക്ഷൻ കുറച്ച് കുറഞ്ഞു. ഓക്കെ, അതിന്റെ കാരണം എന്തോ ആയിക്കോട്ടെ, നമ്മുടെ മെയിൻസിന്റെ ടോപ്പിക് ആയതുകൊണ്ട് ഐ എം നോട്ട്, നമുക്ക് ഈ ജിയോ പൊളിറ്റിക്സിന്റെ ഐഡിയ വേണം, എന്നാലേ ആൻസർ എഴുതാൻ പറ്റുമോ നമുക്ക്. പിന്നെ നമ്മുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, പാകിസ്ഥാനി ഡിപ്ലോമാറ്റ്സിന് പലർക്കും ആരുമായിട്ട് കണക്ഷൻ ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമി, സ്റ്റുഡൻസ് ആക്ടിവിറ്റീസുമായിട്ട് കണക്ഷൻ. ഈ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പാണല്ലോ ഈ അട്ടിമറി കൊണ്ടുവന്നത്. പക്ഷേ നിങ്ങൾ അവിടുത്തെ പോൾസിന്റെ ഈ എക്സിറ്റ് പോളുകളോ അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള സ്റ്റഡികളോ അല്ലെങ്കിൽ റിസർച്ചോ നോക്കിയാൽ ഇവർക്ക് 2-3% അക്സെപ്റ്റൻസ് ഉള്ളൂ. ഓക്കെ, അവർ വലിയൊരു പവർ അല്ല അവിടെ. ക്ലിയർ, ദാറ്റ് യു ഷുഡ് നോ. അവര് ശരിക്കും എന്റെ വിശ്വാസത്തിൽ ആരോ പോപ്പപ്പ് ചെയ്തുകൊണ്ട് വന്നതാ. ജെനുവിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിൽ ജെനുവിൻ ആയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് നല്ലതായിരുന്നു, പക്ഷെ അവരുടെ ഭരണത്തിൽ ഒത്തിരി അധികം ഡിക്റ്ററ്റോറിയൽ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പൊ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രശ്നം പെട്ടെന്നുണ്ടായതിന്റെ പുറകിൽ പലരും ഉണ്ടാവാം. ഓക്കെ, ക്ലിയർ, ദാറ്റ് ഇസ് അഗെയിൻ എ ടോപ്പിക് ഫോർ മെയിൻസ്. ക്ലിയർ. അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇന്ത്യ റൺ ചെയ്യുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്, ഇന്ത്യ ഹെഡ് ചെയ്യുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മെയിൻ റോളുള്ള പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ ബിംസ്റ്റെക് പോലെ. ബിംസ്റ്റെക്കിന്റെ ചോദ്യം എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം അതുകൊണ്ടൊരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അഗെയിൻ ഓർഗനൈസേഷൻ പഠിപ്പിക്കുമ്പോൾ റുട്ടീൻ ആയതുകൊണ്ട് ഐ വിൽ ടീച്ച് യു ദാറ്റ്. ഓക്കെ, ഇതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മുടെ റീജിയണൽ ഇൻഫ്ലുവൻസ് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, കാരണം എന്താ, ഈ ബംഗ്ലാദേശിൽ USA കയറി വരുന്നു, ചൈന ഓൾറെഡി സ്ട്രോങ് ആയിട്ടുണ്ട്, ടർക്കിയും കയറി വരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ അഖണ്ഡ് ഭാരത് കാണിക്കുമ്പോൾ ചിലപ്പോൾ പാകിസ്ഥാനെ നമ്മുടെ ഭാഗമായിട്ട് കാണിക്കും, ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗം നമ്മുടെ ഭാഗമായിട്ട് കാണിക്കും. തിരിച്ച് ഇപ്പൊ ബംഗ്ലാദേശ് ചില മാപ്സ് അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ സർക്കുലേറ്റഡ് ആവുന്നുണ്ട്. എന്താ, ഒരു വലിയ ഗ്രേറ്റർ ബംഗ്ലാദേശ്, അതിൽ നമ്മുടെ കുറച്ച് ഈസ്റ്റേൺ സ്റ്റേറ്റൂടെ അവർ കൊണ്ടുപോയി. ഈ മാപ്പുകൾ എവിടെ നിന്നാണ് പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്നത് വെച്ചാൽ ടർക്കിഷ് സോഴ്സിൽ നിന്നാണ് ഈ മാപ്പ് സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ടർക്കി ഈസ് ഓൾസോ കമ്മിങ് ടു അവർ ബോർഡർ, വിച്ച് ഇസ് നോട്ട് ഗുഡ്. അതുപോലെ ടർക്കിയുടെ ചില ഡ്രോണുകൾ ആര് മേടിക്കുന്നു, വൃത്തിയ ഡ്രോൺസ് എല്ലാം ആര് മേടിക്കുന്നു, ബംഗ്ലാദേശ്. സോ ദിസ് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഈ ഒരു ഐലൻഡ് ഏതാ, സെയിന്റ് മാർട്ടിൻ ഐലൻഡ്. ഇതിന്റെ ഒരു കഥ എന്താ, നമ്മുടെ ഷെയ്ഖ് ഹസീന വാസ് ത്രോൺ ഔട്ട് ഓഫ് പവർ. ഷെയ്ഖ് ഹസീനെ പവറിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു, പണ്ട് ഒരു അമേരിക്കൻ ഡിപ്ലോമാറ്റ് എന്നോട് വന്ന് ഈ സെയിന്റ് മാർട്ടിൻ ഐലൻഡ്, ഇതിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, ദഖിൻപൂറിന്റെ അണ്ടറിലായിട്ട് ഈ ഒരു ഏരിയ. ഓക്കെ, ക്ലിയർ. ഈ ഐലൻഡ് US കൊടുക്കുമോ എന്ന് ചോദിച്ചു. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിന്റെ സോവർണിറ്റിയെ കണക്കാക്കി എന്ത് പറഞ്ഞു, ഞങ്ങളുടെ ലാൻഡ് വിട്ടുകൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയതെന്ന് ആര് പറഞ്ഞു, ഷെയ്ഖ് ഹസീന പറഞ്ഞു. അപ്പൊ ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ് കഴിഞ്ഞ വർഷവും ന്യൂസിലുണ്ടായിരുന്നു, ഈ വർഷവും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ക്ലിയർ. കാരണം ഇതിനകത്തൊക്കെ കുറച്ച് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. മേ ബി അതൊന്നും തെറ്റാവാൻ സാധ്യതയില്ല. നിങ്ങൾ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയും വേൾഡ് ഹിസ്റ്ററിയും IR ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും അതിന്റെ ഇപ്പുറത്ത് ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ നോക്കിയാൽ അവിടെ ക്രിസ്ത്യൻ രാജ്യം ഇല്ല. ബ്രിട്ടീഷിന് ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കണമെന്ന് ആദ്യകാലത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ചിലർ പറയുന്നത് ചില വെസ്റ്റേൺ പവേഴ്സിന് ഒരു ആഗ്രഹമുണ്ട്, ഇന്ത്യയിലെ കുറച്ച് സ്ഥലം എടുക്കുക, നേപ്പാളിലെ കുറച്ച് സ്ഥലം എടുക്കുക, മ്യാൻമാറിലെ കുറച്ച് സ്ഥലം എടുക്കുക, ബംഗ്ലാദേശിലെ കുറച്ച് സ്ഥലം എടുക്കുക, ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ ലാൻഡ് ഉണ്ടാക്കുക. സോഗം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊന്നും ചോദ്യമായിട്ട് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, സോഗം ലാൻഡ് ഉണ്ടാക്കുക. ഓക്കെ, പക്ഷെ അതിനുവേണ്ടി ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇതെന്നും പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അത് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഈ സെന്റ് മാർട്ടിൻ ഐലൻഡ്, ബംഗ്ലാദേശിന്റെ കയ്യിലിരിക്കുന്ന ഈ സ്ഥലം നമുക്ക് അറിഞ്ഞിരിക്കണം. അത് എവിടാണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം, സെയിന്റ് മാർട്ടിൻ ഐലൻഡ്. ഇനിയും ചൈന പഠിപ്പിക്കുമ്പോൾ ഇത് പലതും റെപ്പിറ്റേഷൻ വരും. കാരണം എന്താ, ചൈന പഠിക്കുമ്പോൾ ചൈന എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടെന്ന് നമ്മൾ അറിയണം. ഓക്കെ, അപ്പൊ ചൈന ഇവിടെ ഒരു പഴയ എയർബേസ് റിവൈവ് ചെയ്യാനും താല്പര്യപ്പെടുന്നു, ലാൽമോണിഗാർക്ക് എയർബേസ്. അത് ചൈന റിവൈവ് ചെയ്താൽ നമുക്കൊരു പ്രശ്നമാണ്. ചൈന അവിടെ വന്നിരുന്നാൽ നമ്മുടെ ബോർഡറിന്റെ തൊട്ടടുത്ത് ചൈനയുടെ എയർബേസ്.
അപ്പൊ ഞാൻ അത് ചൈന പഠിപ്പിക്കുമ്പോൾ ഐ വിൽ ടെൽ യു ദാറ്റ്. എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. ലാൽ മുണിഗാർക്ക് എയർബേസ് എവിടാണ്? ബംഗ്ലാദേശ്. സെയിന്റ് മാർട്ടിൻ ഐലൻഡ് എവിടാണ്? ബംഗ്ലാദേശ്. ഓക്കെ, പെട്രോപോൾ ആ ചെക്ക് പോസ്റ്റിന്റെ ലൊക്കേഷൻ, അങ്ങനെയുള്ള സൊക്വത്ത, ഇതങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ക്ലാസ്സിൽ ലൈവായിട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ അറ്റൻറ്റീവ് ആവും. എനിക്ക് തോന്നുന്നില്ല റെക്കോർഡിംഗ് കണ്ടു കഴിഞ്ഞാൽ ഇത്രത്തോളം നിങ്ങളുടെ തലയിൽ ഇരിക്കുമെന്ന്. അത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാക്സിമം ട്രൈ ടു കം ഓഫ്ലൈൻ. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ ലൈവായിട്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ബംഗ്ലാദേശ് കഴിഞ്ഞു. ബംഗ്ലാദേശിൽ ഇനി എനിക്ക് ഒത്തിരി പഠിപ്പിക്കാം. ബട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു 30-40 മിനിറ്റ്സ് വി ആർ ടേക്കിംഗ് ഫോർ ഈച്ച് കൺട്രി. ഇതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൂടുതൽ പഠിപ്പിച്ചാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ തെറ്റും. ഓക്കെ, ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനെ പറ്റി പഠിക്കാം. അഫ്ഗാനിസ്ഥാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. കാരണം UPSC പണ്ടത്തെ പോലെ ഫാക്ട് മാത്രമല്ല ചോദിക്കുന്നത്, ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അസർഷൻ പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ വേണം. അഫ്ഗാനിസ്ഥാന്റെ പഴയ ഹിസ്റ്ററി ഒന്നും നമ്മൾ പഠിക്കേണ്ട, പക്ഷെ ഒരു ബേസിക് നിങ്ങളെ ഒന്ന് ഞാൻ ഓടിച്ചുകൊണ്ട് പോകും. അതിനു മുമ്പ് അഫ്ഗാനിസ്ഥാൻ 6 രാജ്യങ്ങളുമായിട്ട് ബൗണ്ടറി ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ്? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇറാൻ, തുർക്ക്മെനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ചൈന, പിന്നെ പാകിസ്ഥാൻ. ഇനി ഇതിനകത്തൊരു ചെറിയ ട്രാപ്പ് കിടപ്പുണ്ട്. ആ ട്രാപ്പ് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഇപ്പൊ 6 പഠിച്ചു വെക്കുക, പക്ഷെ നമുക്ക് ചെറിയൊരു ട്രാപ്പ് ഉണ്ട് അതിനകത്ത്. അത് ഐ വിൽ ടീച്ച് യു ദാറ്റ്. ഓക്കെ, അപ്പൊ ഈ ലൊക്കേഷൻ കാണാമല്ലോ, ഏതൊക്കെയാ ബൗണ്ടറി എന്ന്, ഈസ്റ്റിൽ ഏതാണ്, വെസ്റ്റിൽ ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് എ സെക്കൻഡ് സ്റ്റുഡൻസ്. ഓൺലൈൻ ആർ വി ക്ലിയർ? അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പാകിസ്ഥാൻ, ഹിയർ യു ഹാവ് തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ രാജ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, അവരുടെ ബോർഡറിനെ മാർക്ക് ചെയ്യുന്ന ലൈൻ ഏതാണ്? വിച്ച് ഇസ് ദ ലൈൻ വിച്ച് സെപ്പറേറ്റ്സ് യുവർ പാകിസ്ഥാൻ ആൻഡ് ഇവിടെ ചൈനയുണ്ട്, 6 രാജ്യങ്ങൾ. ഓക്കെ, ഈ ലൈൻ എന്താ? ദിസ് ഏരിയ, ഇതിനെന്താ വിളിക്കുന്നത്? പാകിസ്ഥാന് ഓൺലൈൻ യു ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട്. പറഞ്ഞോളൂ, ആരോ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അഫ്ഗാനിസ്ഥാനെയും പാകിസ്ഥാനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ബോർഡർ ഏതാണ്? ആ ലൈൻ, ഡ്യൂറൻ ലൈൻ. ഓക്കെ, ഈ ഡ്യൂറൻ ലൈൻ ഇനി നമുക്ക് ഒന്ന് നോക്കാം. ഡ്യൂറൻ ലൈൻ കറക്റ്റ് ആണ്. ആ, ഡ്യൂറൻ ലൈൻ അപ്പൊ നമ്മൾ ഒന്നുകൂടെ നോക്കും കേട്ടോ. വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് അഗെയിൻ. ഓക്കെ, തൽക്കാലം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം പല കോൺഫ്ലിക്റ്റുകളും, ഇപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണെങ്കിലും, അതിന്റെ ജെനിസിസ് ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന്. അവർക്ക് ഇറങ്ങിപ്പോകാൻ ധൃതിയുള്ളപ്പോൾ അവരൊരു വര അങ്ങ് വരച്ചു, ഇത് നിങ്ങളുടെ ബൗണ്ടറി, ഇത് നിങ്ങളുടെ ബൗണ്ടറി എന്ന് പറഞ്ഞു. രാജ്യങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല, സക്സസർ സ്റ്റേറ്റ്സ് അത് അംഗീകരിച്ചില്ല. അതിന്റെ പ്രശ്നം. അതുകൊണ്ട് ഈ വിക്ടർ ഗാവോ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ചൈനയുടെ, എപ്പോഴും വളരെ ഹാർഷായിട്ട് സംസാരിക്കുന്ന ഒരു അസർട്ടീവ് ആയിട്ടുള്ള ചൈനയുടെ ഒരു പ്രൊഫസറാണ്. പുള്ളി പറയുന്നുണ്ട്, ഓക്കെ, ഇന്ത്യ ഇസ് എ ഗ്രേറ്റ് കൺട്രി. ദ പ്രോബ്ലം ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ബ്രിട്ടീഷ്. ഇന്ത്യൻ തുടങ്ങിയതല്ല, ചൈനയും തുടങ്ങിയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതിന്റെ മേജർ റിവേഴ്സ് ഉണ്ട്. അമുദരിയ റിവർ, ഹെൽമന്ദ് റിവർ, കാബൂൾ റിവർ ഒന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ഇവിടുത്തെ നിങ്ങൾ ഫിസിക്കൽ ജോഗ്രഫിയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുകുഷ് നിരകൾ, പാമിർ മൗണ്ടൻസ്, സഫേദ് കോ റേഞ്ച്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഒന്ന് ഐഡിയ വേണം കേട്ടോ. ഞാൻ ജോഗ്രഫി പഠിപ്പിക്കുകയല്ല, ബേസിക്. ഇനി അഫ്ഗാനിസ്ഥാന്റെ ഒരു ഹിസ്റ്ററി, പ്രീ 1979 ഹിസ്റ്ററി ഞാൻ പഠിപ്പിക്കുന്നില്ല, കാരണം നമുക്ക് ഇപ്പൊ അത് റെലവെന്റ് അല്ല. ഓക്കെ, അത് എമിറേറ്റ് ആയിരുന്നു, അത് കഴിഞ്ഞ് റിപ്പബ്ലിക് ആയി, അതൊന്നും നമ്മൾ അറിയണ്ട. നിങ്ങൾ ഈ ഫൗണ്ടർ ഓഫ് മോഡേൺ അഫ്ഗാനിസ്ഥാൻ ആരാന്ന് വേണമെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചോളൂ. ഓക്കെ, അപ്പം 79 ആയപ്പോഴത്തേക്ക് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു. ഈ താരാഖിയുടെയും അതിനു മുമ്പുള്ള കഥകളൊന്നും ഞാൻ പറയുന്നില്ല, നജീബിന്റെ കഥകളോ അതൊന്നും പറയുന്നില്ല, ഒരു ഐഡിയ മാത്രം. 79 കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ ആര് ഇൻവേഡ് ചെയ്തു സ്റ്റുഡൻസ്? സോവിയറ്റ് യൂണിയൻ. ഓൺലൈൻ നിങ്ങൾ കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. USSR അവിടെ ഇൻവേഡ് ചെയ്യുന്നു. USSR ഇൻവേഡ് ചെയ്യുമ്പോൾ ആർക്കത് ഇഷ്ടപ്പെട്ടില്ല. ഓബിയസ്ലി 79 കോൾഡ് വാറിന്റെ പീരീഡാ, ക്യാപിറ്റലിസ്റ്റ് വേഴ്സസ് കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക്. അപ്പൊ USSR അഫ്ഗാനിസ്ഥാനിൽ കയറുന്ന ആർക്കും ഇഷ്ടപ്പെടില്ല, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ഹെഡഡ് ബൈ US. അപ്പൊ അവരതിനെ തടയാൻ ശ്രമിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവിടെ ഒരു ഓപ്പറേഷൻ നടത്തും. ഓക്കെ, ഓപ്പറേഷൻ സൈക്ലോൺ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ ആഗ്രഹം എന്താണ്? അവർ 3 ഫോഴ്സസിനെ ഉപയോഗിക്കും. ഒന്ന് സൗദി അറേബ്യ,
ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് അമേരിക്കയുടെ CIA. പാകിസ്ഥാന്റെ ISI, അമേരിക്കയുടെ CIA, സൗദി അറേബ്യയുടെ റോയൽ സൗദി ഇന്റലിജൻസ്. ഇവർ മൂന്നൂടെ ഒരു പ്ലാൻ ഡിവൈസ് ചെയ്യും. They will try to produce മുജാഹിദീൻസ് in അഫ്ഗാനിസ്ഥാൻ. കാരണം എന്താ? റഷ്യ എന്ന് പറഞ്ഞ ദൈവം ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ ലോക്കൽ ഫീലിങ്സിനെ ഉണർത്താൻ ശ്രമിക്കും. അതുപോലെ ഈ മുജാഹിദീൻസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാത്രമല്ല, വേൾഡിന്റെ ചുറ്റുഭാഗത്തു നിന്നും വരും ആരുടെതിരെ ഫൈറ്റ് ചെയ്യാൻ. US. അത് ശരിക്കും പറഞ്ഞാൽ 1984 മഖ്ദുൽ ഖദം എന്ന് പറഞ്ഞ MAK എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഒക്കെ പഠിക്കും. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട. എന്തായാലും അവിടെ ഈ ഓപ്പറേഷൻ നടക്കും. ഓക്കെ, അപ്പൊ മുജാഹിദീൻസ് ആർ ഗോയിങ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് യുവർ USSR. 89 ഒരു രക്ഷയില്ലാതെ എന്ത് പറ്റും? USSR അവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകും. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഓർത്തിരിക്കണം, യു ഷുഡ് നോ വൺ തിങ്. അതിനു മുമ്പ് അൽ ഖ്വയ്ദ ഫോമായി. ഓക്കെ, അൽ ഖ്വയ്ദയില് ശരിക്കും പറഞ്ഞാൽ അസം എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബിൻ ലാദൻ ഉണ്ടായിരുന്നു. അൽ സവരി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഈ അസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബിൻ ലാദനെ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ച ഒരു പ്രൊഫസറാണ്. ബിൻ ലാദൻ വാസ് എൻ എഞ്ചിനീയർ ആൻഡ് ഓൾസോ ഫ്രം എ റിച്ച് ഫാമിലി. അത് കഴിഞ്ഞ് ബിൻ ലാദന്റെ മരണത്തിന് ശേഷം അൽ ഖ്വയ്ദയുടെ അടുത്ത ഹെഡ് ആയിരുന്നു ആര്? അൽ സവരി. കുറച്ച് നാൾ മുമ്പാണ് അദ്ദേഹത്തെ ഒരു എയർ സ്ട്രൈക്കിൽ കൊന്നത്. ഓക്കെ, ക്ലിയർ? ഹി വാസ് കിൽഡ് ഇൻ എയർ സ്ട്രൈക്ക്. അപ്പൊ ഇത് ക്ലിയർ ആയി. ഓക്കെ, ഇനി പ്രശ്നം എന്താ? ഇതിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ US എന്ത് കൊടുക്കും? വെപ്പൺറി കൊടുക്കും ഫൈറ്റ് ചെയ്യാൻ. ഫണ്ടിങ് കുറച്ച് കൊടുക്കും. ഫണ്ടിങ് ആര് കൊടുക്കും? സൗദി അറേബ്യയും കൊടുക്കും. പാകിസ്ഥാൻ എന്ത് ചെയ്യും? ട്രെയിനിങ് കൊടുക്കും. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ, അതിനുവേണ്ടി പലപ്പോഴും റിലീജിയസ് ക്ലെറിക്സിനെ സൗദി അറേബ്യ വിട്ടുകൊടുക്കും. പാകിസ്ഥാൻ അവിടെ മദ്രാസുകൾ സെറ്റ് ചെയ്യും. അവിടെ ഇവർ ട്രെയിൻഡ് ആവും. എന്നിട്ട് ദേ വിൽ ഫൈറ്റ്. ഓക്കെ, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി. 89 USSR ഇറങ്ങിപ്പോയി. പക്ഷെ മുജാഹിദീൻ ഒരു സെറ്റ് അല്ല, പലരും ഉണ്ട്. കണ്ടഹാറിൽ ഒരാളായിരിക്കും. ഇപ്പൊ ഇസ്മായിൽ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഓക്കെ, ഉസ്ബെക്സിന്റെ ഹെഡ്. ഈ അഫ്ഗാനിസ്ഥാന്റെ ഒരു പ്രത്യേകത, അവിടെ പല എത്നിസിറ്റിയിലുള്ളവരുണ്ട്. തജീക്കുകളുണ്ട്, ഉസ്ബെക്കുകളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ളത് പഷ്തൂണുകളാണ്, 40%. പിന്നെ ഹസാരകളുണ്ട്. അപ്പൊ ഇവരെല്ലാം തമ്മിൽ ഫൈറ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? മുഹമ്മദ് മസൂദ് എന്ന് പറയുന്ന ആളായിരുന്നു ഒരു ഗ്രൂപ്പിനെ ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇസ്മായിൽ ഖാൻ ഒരു ഗ്രൂപ്പിനെ ഹെഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ? അതുപോലെ കുറെ പേര്. ആ വാർലോഡ്സിന്റെ പേരൊന്നും നമ്മൾ എനിക്ക് പഠിപ്പിക്കാം, ബട്ട് അത് നീഡഡ് അല്ല. 89 പ്രശ്നം വെച്ചാൽ ഈ അമേരിക്ക ഇറങ്ങിപ്പോയി. കുറെ വാർലോഡ്സ് ഉണ്ട്. ഇവരെല്ലാം എന്ത് ശ്രമിച്ചു? ഇവരെല്ലാം സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിനകത്തൊരു ഫേമസ് ആയിട്ടുള്ള വേറെ ആളും ഉണ്ട്, ഗുൽബുദ്ദീൻ ഹെക്തിയാർ എന്ന് പറയുന്നത്. ഓക്കെ, ബച്ചർ ഓഫ് കാബൂൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരെല്ലാം കൂടെ സിവിൽ വാർ ആയി. കുറെ അധികം എന്ത് ചെയ്യുന്നുണ്ട്? കുറെ അധികം മുജാഹിദീൻ ഗ്രൂപ്പുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുക. എല്ലാവരും വാർലോഡ്സ് ആയി. എനിക്ക് ഭരിക്കണം, എനിക്ക് ഭരിക്കണം. എന്നിട്ട് കാബൂളിൽ ഭയങ്കര യുദ്ധം. ഓക്കെ, അപ്പം ഇത് ആരുടെ കയ്യിൽ നിന്നും പോയി? പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും പോയി, USA കയ്യിൽ നിന്നും പോയി. അഫ്ഗാനിസ്ഥാനിൽ വലിയ സിവിൽ വാർ. അപ്പം പൊങ്ങി വരുന്ന ഒരു സംഘടനയാണ് താലിബാൻ. 94. താലിബാൻ എന്താ അതിന്റെ അർത്ഥം? ഓൺലൈൻ നിങ്ങൾക്ക് പറയാം. താലിബാൻ എന്നുള്ള വാക്ക് എന്താ അർത്ഥമാക്കുന്നത്? സ്റ്റുഡൻസ്. അത് എന്താണെന്നറിയോ? ഈ ഫസ്റ്റ് ബാച്ച് ഓഫ് മുജാഹിദീൻസിനെ അല്ലേ മദ്രസയെ പഠിപ്പിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ വിട്ടത്? അവരുടെ സെക്കൻഡ് ബാച്ചാണ് ഈ താലിബാൻ, അല്ലെങ്കിൽ തേർഡ് ബാച്ചാണ് താലിബാൻ. ഇവര് സ്റ്റുഡൻസ് ആണ്. ഇവര് മദ്രസയിൽ അപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് നോക്കുമ്പോൾ എന്താണ്? ഒരേ സെക്റ്റിപ്പെട്ട അല്ലെങ്കിൽ ഒരേ എയിമിൽ വെച്ച ആൾക്കാര് USSRനെ പുറത്താക്കി. പക്ഷെ ഇവര് തമ്മിലടിക്കുക. തമ്മിലടിക്കുന്നത് എന്തിനാ? ഞങ്ങളെല്ലാം ബ്രദേഴ്സ് ഒരുമിച്ച് വരേണ്ടതല്ലേ? ഇപ്പൊ താലിബാൻ നോക്കുമ്പോൾ പഴയ മുജാഹിദീൻസിനോട് അവർക്ക് റെസ്പെക്ട് ഒക്കെ ഉണ്ട്. കാരണം USSRനെ അവിടുന്ന് ഓടിച്ചത് അവരാ. പക്ഷെ താലിബാൻ എന്താ ആഗ്രഹിക്കുന്നത്? ഇവിടെ തമ്മിലടി ഒന്നും കാണരുത്, ഇവിടെ ഒരു സിംഗിൾ യൂണിഫൈഡ് കമാൻഡ് വരും. അങ്ങനെ എന്ത് ചെയ്യും? താലിബാൻ 94 കയറും. താലിബാൻ പയ്യെ 96 ആകുമ്പോൾ ഈ മുജാഹിദീൻസിനെ എല്ലാം ഫൈറ്റ് ചെയ്ത് തോപ്പിച്ചിട്ട് ഭരണം പിടിക്കും. 96 to 2001. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഈ താലിബാൻ ഭരണം പിടിക്കാൻ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു അപ്രോച്ച് എന്താ? ഇന്ത്യ താലിബാന്റെ എഗെയിൻസ്റ്റ് ആണ്. പല യൂറോപ്യൻ നേഷൻസും താലിബാന്റെ എഗെയിൻസ്റ്റ് ആണ്. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് നോർത്തേൺ ഭാഗത്തിൽ നോർത്തേൺ അലയൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നോർത്തേൺ അലയൻസിൽ ഈ ഉസ്ബെക്കുകളും തജീക്കുകളും അങ്ങനെയുള്ള ടീമുകളും എല്ലാം കൂടെ നമ്മൾ ഈ അഹമ്മദ് മസൂദ് എന്ന് പറഞ്ഞ വ്യക്തി, ലയൺ ഓഫ് പൻഷീർ എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം വിട്ടുകൊടുത്തില്ല. ആ സ്ഥലം താലിബാന് പിടിക്കാൻ പറ്റിയിട്ടില്ല. അഹമ്മദ് ഷാ മസൂദ് ജീവിച്ചിരിക്കുന്നിടത്തോളം എന്ത് പറ്റിയില്ല? പൻഷീർ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഈ തവണ US വിഡ്രോ ചെയ്ത സമയത്തും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പൻഷീർ പിടിക്കാൻ പറ്റില്ലെന്ന്. പക്ഷെ ഇപ്പൊ താലിബാൻ ഒത്തിരിയോടെ വളർന്നു. അഹമ്മദ് ഷാ മസൂദ് ഇല്ല. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അഹമ്മദ് ഷാ മസൂദ്. പക്ഷെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി താലിബാൻ എന്തും പിടിച്ചു, പൻഷീറും പിടിച്ചു. പക്ഷെ നിങ്ങൾ ഓർക്കണം, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ പവർ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ താലിബാനെ എതിർത്തിരുന്നു. ഇന്ത്യ സപ്പോർട്ട് ചെയ്തത് നോർത്തേൺ അലയൻസ്. നിങ്ങൾ മാപ്പ് നോക്കിയാൽ കിട്ടും ഈ നോർത്തേൺ അലയൻസ്. ഓക്കെ, അവിടുത്തെ എയർബേസ് ഇപ്പൊ ന്യൂസിലുണ്ട്, ഐനി എയർബേസ്. പഠിക്കണം കേട്ടോ. പിന്നെ ഐനി എയർബേസിനെ പറ്റി
ഓക്കെ, ഇത് ഞാൻ പ്രിലിംസിൽ ഈ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് മുമ്പോട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റും. ഇനി 96 to 2001 താലിബാൻ ഭരിച്ചു. ഇന്ത്യ സപ്പോർട്ടീവ് അല്ല, ആകെ കുറച്ച് രാജ്യങ്ങളെ റെക്കഗ്നൈസ് ചെയ്തുള്ളൂ. ഇതിൽ ഒരു രാജ്യം ഏതായിരുന്നു? പാകിസ്ഥാൻ ഇവരെ റെക്കഗ്നൈസ് ചെയ്തു. ആ സമയത്ത് ബമിയാൻ ബുദ്ധ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലിയ ബുദ്ധന്റെ സ്റ്റാച്യു ഇത് ഇവർ പൊട്ടിച്ചോളാം. അപ്പൊ ഇന്ത്യ ഹാഡ് എ ബാഡ് കണക്ഷൻ വിത്ത് താലിബാൻ ഫ്രം 96 to 2001. ഇനി 2001 എന്താ സംഭവിച്ചേ? ട്വിൻ ടവറിൽ അറ്റാക്ക് ചെയ്യുന്നു അൽ ഖൈദ. അപ്പൊ അമേരിക്ക എന്ത് ചെയ്യും? അപ്പോഴാണ് അമേരിക്കയ്ക്ക് ബോധം വന്നത്. അമേരിക്ക എന്ത് ചെയ്തു? 2 ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം ആരെതിരെയാ? അൽ ഖൈദ താലിബാനെതിരെ. കാരണം ബിൻ ലാദൻ അഫ്ഗാനിസ്ഥാനിലുണ്ട്, വിട്ടുകൊടുക്കാൻ അമേരിക്ക പറഞ്ഞു. മുല്ല ഉമർ സൈദുള്ള താലിബാൻ എന്ത് പറഞ്ഞു? വിട്ടുതരില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമേരിക്ക 2002-2004 പീരീഡിൽ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. അതിനകത്തൊരു സ്പെസിഫിക് ഓപ്പറേഷൻ ഉണ്ട്, അതിന്റെ പേരാണ് ഓപ്പറേഷൻ റൈനോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തേ കേട്ടോ. എൻഡ്യൂറിംഗ് ഫ്രീഡം ആണ് വലിയൊരു എക്സസൈസ്. അല്ല, ആനക്കോണ്ട, റൈനോ അല്ല, ഓപ്പറേഷൻ ആനക്കോണ്ട. അപ്പം 2004 ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി? ആ ഒരു പീരീഡ് ആയപ്പോഴത്തേക്ക് അമേരിക്ക കുറച്ച് കഴിഞ്ഞ് 2004-2005 ആയപ്പോഴത്തേക്ക് താലിബാൻ ഇവരെന്ത് ചെയ്തു? പുഷ് ഔട്ട് ചെയ്തു. ഓക്കെ, 2001 USA ഇൻവേഡ് ചെയ്യുന്നു ആഫ്റ്റർ 1911. ഓക്കെ, 2002 to 2005 അവർ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പുറത്താക്കുന്നു. ക്ലിയർ? താലിബാൻ റീഗെയിൻ സ്ട്രെങ്ത്, വയലൻസ് എസ്കലേറ്റ്. 2010 to 40 US ട്രൂപ്പ് സർജ്. ഒസാമ ബിൻ ലാദനെ എവിടെ വെച്ചാ കൊന്ന? 2011 അബോട്ടാബാദ്, പാകിസ്ഥാനിൽ. ഓക്കെ, ക്ലിയർ? അത് കഴിഞ്ഞ് US എന്ത് ചെയ്തു? US അവിടെ ഒരു ഗവൺമെന്റിനെ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടാക്കി ഇട്ടു. അത് റിയാലിറ്റിയാണ്. പക്ഷെ ആ ഗവൺമെന്റിന് വലിയ പവർ ഇല്ല. നിങ്ങൾ ഈ ഹമീദ് കർസായ് എന്നുള്ള വ്യക്തിയെ പറ്റി കേട്ടിട്ടുണ്ടാവും, ഗണി കർസായ്. പക്ഷെ ആ ഒരു ഗവൺമെന്റ് എന്തില്ല? വലിയ പവർ ഇല്ല. അമേരിക്ക എന്ന് വിഡ്രോ ചെയ്തോ അന്ന് താലിബാൻ എന്ത് ചെയ്തു? പവർ തിരിച്ചെടുത്തു. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻഡ്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, USA താലിബാനെ അവിടുന്ന് പുറത്താക്കി ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചു. ആ ഗവൺമെന്റുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു. ഏകദേശം ഒരു 2-3 ബില്യണോളം നമ്മൾ അവിടെ ചെലവഴിച്ചു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സൽമാ ഡാം ഉണ്ടാക്കി, പാർലമെന്റ് പണിയാൻ കൈസ കൊടുത്തു, ഇൻവെസ്റ്റ് ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. ഓക്കെ, ക്ലിയർ? നമുക്ക് ആ ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പക്ഷെ താലിബാനുമായിട്ട് നമുക്ക് എന്തായിരുന്നു? വി ഡിഡ്ന്റ് ഹാവ് എ ഗുഡ് റിലേഷൻ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതൊന്ന് ഓർത്തിരിക്കും, ഈ ഒരു ഐഡിയ. ഓക്കെ, 79 to 2021 ആര് തന്നെ തിരിച്ചു കയറി? താലിബാൻ തന്നെ തിരിച്ചു കയറി. ഇനി നമുക്ക് കറണ്ട് അഫയറിലേക്ക് കിടക്കാം. ഇതൊരു ഒരു ബ്രീഫ് ആയിരുന്നു. ഓൺലൈൻ, ആർ യു ക്ലിയർ വിത്ത് ദിസ്? Yes, sir. ഓക്കെ, ഇനിയും റഷ്യ എന്ത് ചെയ്യുന്നു? ഒഫീഷ്യലി താലിബാനെ റെക്കഗ്നൈസ് ചെയ്യുന്നു റഷ്യ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പുതിയ എമിറേറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. ക്ലിയർ? ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, യു ഷുഡ് നോട്ട് ഡൗൺ. ക്ലിയർ? ഓക്കെ, 96-2001 ഞാൻ പറഞ്ഞു, താലിബാൻ പവർ പിടിച്ചടക്കിയ സമയത്ത്, അവർ ആദ്യ ഭരണ സമയത്ത് റഷ്യ താലിബാനെതിരെയായിരുന്നു. റഷ്യയും ഇന്ത്യയും ഒക്കെ ആരെ സപ്പോർട്ട് ചെയ്തത്? നേരത്തെ ഞാൻ പഠിപ്പിച്ച നോർത്തേൺ അലയൻസിനെ. ക്ലിയർ? പിന്നെ താലിബാനെതിരെയുള്ള സാങ്ഷൻസിനെ അവർ സപ്പോർട്ട് ചെയ്തു. പിന്നെ താലിബാനെതിരെ അവർക്ക് ചുരുക്കം ഉണ്ടാവാനുള്ള കാര്യമുണ്ട്. റഷ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏരിയ ആണ്. അതിനകത്ത് ചെറിയ ചെറിയ റിപ്പബ്ലിക് ഉണ്ട്. ചേച്ചൻസ് ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. ചേച്ചന്യയിൽ മുസ്ലിംസ് ആണ് കൂടുതലുള്ളത്. അതുപോലെ ഡാഗിസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടോ? ദാഗിസ്ഥാൻ ഉണ്ട്, ചെച്ചന്യ ഉണ്ട്, ഇതുപോലെ പല റിപ്പബ്ലിക്സ് ഉണ്ട്. അവിടെ പല സ്ഥലങ്ങളും റഷ്യ പിടിച്ചു വെച്ചേക്കാം. അവിടെ ഒരു ഖദ്രേവ് എന്നൊരു ഡിക്റ്റേറ്റർ ഉണ്ട്, ചെച്ചന്യയിലെ ഡിക്റ്റേറ്ററാണ്. അപ്പം ഈ സ്ഥലങ്ങളിൽ റഷ്യക്കെതിരെ ഫൈറ്റ് ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ താലിബാൻ റഷ്യക്കെതിരെ ഫൈറ്റ് നടന്നപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്തത്? ചെച്ചൻസിനെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് റഷ്യക്ക് താലിബാനോട് എന്തില്ല? താല്പര്യമില്ല. കാരണം അവരുടെ മുൻഗാമികളാണ് പഴയ സോവിയറ്റിനെ അവിടുന്ന് പുറത്താക്കിയത്. അപ്പൊ താലിബാൻ ആൻഡ് റഷ്യ ദേ നെവർ ഹാഡ് എ ഗുഡ് റിലേഷൻ. പക്ഷെ ഇപ്പോ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. താലിബാനും റഷ്യയും ദേ ആർ ഗെറ്റിംഗ് കണക്റ്റഡ്. ആ ആംഗിളിൽ ആരും ഉണ്ടാവും. ചൈന ഇസ് ഗോയിങ് ടു ബി ദർ. ഓക്കെ, ഇനിയും റഷ്യ ഈവൻ പണ്ട് അന്ന് കാലത്ത് അഫ്ഗാനിസ്ഥാനെ നേരിട്ട് അടിക്കാന്ന് റഷ്യ ചിന്തിച്ച സമയം വരെ ഉണ്ട്. പക്ഷെ അവരത് ചെയ്തില്ല. ഓക്കെ, പക്ഷെ റഷ്യക്ക് ഇപ്പോഴും ആവശ്യമുണ്ട്. കാരണം താലിബാനും റഷ്യക്ക് ഒരു കോമൺ ശത്രു ഉണ്ട്. ആരാ? ഐസിസ് ഖൊറാസൻ. ഐസിസ് ഒരു ഫ്രാഞ്ചൈസി മോഡലാ. ഐസിസിന്റെ ഖൊറാസൻ നിങ്ങൾ മനസ്സിലാക്കണം. താലിബാൻ ആൻഡ് ഐസിസ് ആർ ഓൺ ദ ഓപ്പോസിറ്റ് എൻഡ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ക്ലിയർ? പിന്നെ ചിലര് പറയുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ് ഐസിസിനെ ക്ലൗട്ട് ഔട്ട് ചെയ്ത് വിടുന്നത് അമേരിക്കയാണെന്ന്. പക്ഷെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ റഷ്യയിൽ അറ്റാക്ക് നടക്കുന്നത് ഐസിസ് ആണ്, ഇറാനിൽ അറ്റാക്ക് നടത്തുന്നത് ഐസിസ് ആണ്. ഓക്കെ, അപ്പൊ ആ ലിങ്ക് എന്താണെന്ന് എനിക്കിപ്പം ഐ കനോട്ട് കണക്ട്, കാരണം മെയിൻസിന്റെ ക്ലാസ് അല്ല, അല്ലെങ്കിൽ എന്റെ ഹിസ്റ്ററി മൊത്തം ഞാൻ പറഞ്ഞു തന്നേനെ. പക്ഷെ അന്ന് അറിഞ്ഞിരിക്കും. ഇതൊക്കെയാണ് എന്തുകൊണ്ടാണ് റഷ്യ നമ്മുടെ
അഫ്ഗാനിസ്ഥാനിൽ അടുക്കണം എന്നുള്ള ഒരു റീസണാണ് ഞാൻ പറഞ്ഞത്. കോമൺ എനിമി ഉണ്ട്. പിന്നെ അവിടെ ഓബിയസ്ലി ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടന്റ് ആണ്. BRI അവിടെ കൂടെ പോകുന്നു, റിസോഴ്സസ് ഉണ്ട്. ഇതെല്ലാം റഷ്യക്കും കണ്ണു കാണും. ഓക്കെ, റഷ്യ എയിംസ് ടു സെക്യൂർ മോർ ദാൻ $3 billion ഇൻവെസ്റ്റ്മെന്റ്. ഈ 2001 2021 ഇടയ്ക്ക് അവിടെ നോർമൽ ഗവൺമെന്റ് ആണ്. ആ സമയത്ത് റഷ്യ, ഇന്ത്യയെ പോലെ തന്നെ റഷ്യ അവിടെ $3 billion എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കണ്ടേ? അതിനുവേണ്ടി ഇപ്പൊ അവർക്ക് എന്ത് ചെയ്യണം, താലിബാനുമായിട്ട് ബന്ധം വെക്കണം. ഇനി ചൈന താലിബാനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? ഇതൊക്കെയാ ചോദിക്കാൻ സാധ്യതയുള്ളത്. പാകിസ്ഥാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ? സെർച്ച് ചെയ്ത് നോക്ക്. ചെയ്തിട്ടില്ല എന്നാണ് എന്റെ. ചൈന എന്തായാലും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. പാകിസ്ഥാൻ ഈ പുതിയ ഗവൺമെന്റ് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. ജസ്റ്റ് ക്രോസ് ചെക്ക്. ഐ ബിലീവ് ദേ ഹാവൻ. ചൈന റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, പാകിസ്ഥാനും എന്റെ വിശ്വാസം അനുസരിച്ച് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അപ്പൊ അവരെക്കാട്ടി മുമ്പേ ആര് കയറി റെക്കഗ്നൈസ് ചെയ്തു? റഷ്യ കയറി റെക്കഗ്നൈസ് ചെയ്തു. കാരണം ഇപ്പൊ അറിയാം താലിബാനും പാകിസ്ഥാനും അവരെന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്സ്. അപ്പൊ ഈ റഷ്യ റെക്കഗ്നൈസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. ബാക്കിയെല്ലാം കഥ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ നോക്കുക. അഫ്ഗാനിസ്ഥാൻ ഹാസ് ഇറ്റ്സ് ഷാർപ്പസ്റ്റ് സർച്ച്. ചൈൽഡ് മാൽ ന്യൂട്രീഷൻ വളരെ കൂടുതലാണെന്ന് ആര് പറയുന്നു? വേൾഡ് ഫുഡ് പ്രോഗ്രാം പറയുന്നു. വേൾഡ് ഫുഡ് പ്രോഗ്രാം ഇനിയും ഞാൻ പഠിപ്പിക്കും, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, 1961 വന്നത്. യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയും ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷനും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. ഹെഡ് ക്വാർട്ടർ റോമിലാണ്. ഇതിന് പണ്ട് നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ഹ്യൂമാനിറ്റേറിയൻ ഏജൻസിയാണ്. ഏത്? വേൾഡ് ഫുഡ് പ്രോഗ്രാം. 120 രാജ്യങ്ങളിൽ മുകളിൽ ചെയ്യുന്നുണ്ട്. എമർജൻസി ഫുഡ് കൊടുക്കാനും, സ്കൂൾ മീൽസ് പ്രൊവൈഡ് ചെയ്യാനും, ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാനും. ഓക്കെ, ഏകദേശം 150 മില്യൺ ആൾക്കാർക്ക് വാർഷികമായിട്ട് അവര് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. SDGs ചോദിക്കാം. SDG 2 എന്ന് പറയുന്നത് എന്താ? സീറോ ഹങ്കർ. ഓക്കെ, ഈ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള SDG എന്താണ്, എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള SDG എന്താണ്, അതൊരു അറിവാണ് കേട്ടോ, ഒരു ഐഡിയ വേണം. ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ് ആയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓർത്തിരിക്കുക കേട്ടോ. യുണൈറ്റഡ് നേഷൻസ് ഇതിനകത്ത് നമ്മൾ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഒന്ന് പഠിച്ചേക്കുക. ഓക്കെ, അപ്പൊ ഈ കറണ്ട് അഫയർ എങ്ങനെയൊക്കെയാ ലിങ്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ 2 എണ്ണമാണ് കറണ്ട് അഫയർ പഠിച്ചത്. ഒന്ന്, റഷ്യ റെക്കഗ്നൈസസ് താലിബാൻ. 2, വേൾഡ് ഫുഡ് പ്രോഗ്രാം അനുസരിച്ച് ഇവിടെ വളരെയധികം മാൽ ന്യൂട്രീഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബാക്ക്വേർഡ് ലിങ്കേജിലേക്ക് പോയിട്ട് വേൾഡ് ഫുഡ് പ്രോഗ്രാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിനൊരു 36 മെമ്പർ എക്സിക്യൂട്ടീവ് ബോഡി ഉണ്ട്. അതിനകത്ത് പാർട്ട്നേഴ്സ് വിത്ത് FAO and IFAD. About 2/3 of operations are conducted in conflict zone. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ എല്ലാം കോൺഫ്ലിക്ട് സോൺ ആണ്. ഇവിടെ എല്ലാം നമ്മുടെ WFP ഓപ്പറേറ്റ് ചെയ്യും. ഇപ്പൊ കോൺഫ്ലിക്ട് നടന്നുകൊണ്ടിരിക്കുക ലോകത്ത് പലയിടത്തും. ഓക്കെ, ക്ലിയർ? ഇനി തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. താലിബാന്റെ ആക്ടിംഗ് ഫോറിൻ മിനിസ്റ്റർ. ഓക്കെ, ക്ലിയർ? ഹീസ് വിസിറ്റിംഗ് ഇന്ത്യ. മുത്താക്കി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഈ താലിബാനുമായിട്ട് 21 ശേഷമുള്ള ഒരു ബന്ധം നമ്മൾ നോക്കിയാൽ, 21 എന്ന് പറഞ്ഞാൽ താലിബാൻ തിരിച്ചു പോകാറില്ല. ദോഹയിലാണ് ഇതിന്റെ ടോക്ക് നടന്നത്. ദോഹയെ വെച്ച് ഇന്ത്യ വലുതായിട്ട് അടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ അവിടെ ഒരു ഫുഡ് ക്രൈസ് വന്നപ്പോൾ, അവിടെ എർത്ത് വെക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫുഡ് എയ്ഡ് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? കുറച്ചു കാലം കഴിഞ്ഞ് ഫോറിൻ സെക്രട്ടറി താലിബാനുമായിട്ടൊന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഫോറിൻ മിനിസ്റ്റേഴ്സ് തമ്മിൽ ഫോണിൽ സംസാരിച്ചു. അവസാനം നമ്മളൊരു ടെക്നിക്കൽ മിഷൻ വെച്ചു. ടെക്നിക്കൽ മിഷൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പില് താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഡയറക്ട്ലി ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ റിലേഷൻസ് കൂട്ടിയത്. ഇപ്പം ഇദ്ദേഹത്തിന്റെ ഈ വിസിറ്റിൽ പറയുന്ന ഒരു കാര്യം എന്താ? ഈ വിസിറ്റ് പറയുന്നത് ആ ടെക്നിക്കൽ മിഷൻ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളൊരു പ്രോപ്പർ എംബസി ആക്കാൻ പോകും. ക്ലിയർ? അപ്പം അഫ്ഗാനിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ഹി വിസിറ്റഡ്. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഹി റേസ് ദ കൺസേൺ ഓവർ ഫോഴ്സ് റിപ്പാട്രിയേഷൻ ഓഫ് അഫ്ഗാൻ റെഫ്യൂജീസ് ബൈ പാകിസ്ഥാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഈ താലിബാനും പാകിസ്ഥാനും തമ്മിലൊരു വലിയ പ്രശ്നം, താലിബാനിൽ കൂടുതലുള്ളത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു വലിയ പ്രദേശത്തുള്ളത് ഈ പഷ്തൂണുകളാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് റെഫ്യൂജി കയറി പാകിസ്ഥാനിൽ വരുന്നവരെല്ലാം പാകിസ്ഥാൻ തിരിച്ചെന്ത് ചെയ്യുന്നു? തിരിച്ച് അഫ്ഗാനിസ്ഥാനിലേക്ക് ഓടിക്കുകയാണ്. പക്ഷേ ഈ ഡ്യൂറൻ ലൈൻ ആരും അംഗീകരിക്കുന്നില്ല, താലിബാൻ അംഗീകരിക്കുന്നില്ല. കാരണം ഡ്യൂറൻ ലൈൻ ഇങ്ങനെ നടുക്കാണെങ്കിൽ ഒരു സൈഡിൽ അഫ്ഗാനിസ്ഥാനിലുള്ള പഷ്തൂണുകളും ഇപ്പുറത്തെ സൈഡിൽ പാകിസ്ഥാനിലുള്ള പഷ്തൂണുകൾ, എസ്പെഷ്യലി ഇൻ ദ ഖൈബർ പഖ്തൂൺവ റീജിയൻ. ഓക്കെ, ഇതെന്ത് ചെയ്യുന്നില്ല? താലിബാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ഇതിപ്പോ പാകിസ്ഥാനായിട്ട് ഒരു കൊട്ട ആര് കൊടുത്തേക്കുക? നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൊടുത്തേക്കുകയാണ്. ക്ലിയർ? അതുപോലെ ഇവർ രണ്ടും പറയുന്ന ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ്, ടെററിസം ഒരു കോമൺ ചാലഞ്ച് ആണ്. താലിബാൻ ടെററിസത്തെ പറ്റി പറയുമ്പോൾ ചില ആംഗിളിൽ അവർക്ക് താലിബാന്റെ ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. ദേ ആർ ഓൺലി മോസ്റ്റ്ലി കൺസേൺഡ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. പുറത്തേക്ക് വരാറുണ്ട്. ഇപ്പൊ കശ്മീരിലേക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ടെററിസ്റ്റുകൾ വളരെ ചെറിയ തോതിൽ K2 പ്രോജക്റ്റ് അനുസരിച്ച് പാകിസ്ഥാന് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിലും മോസ്റ്റ്ലി അവർക്ക് അത് താല്പര്യമില്ല.
അവർക്ക് അഫ്ഗാനിസ്ഥാനിൽ വേറെ ശക്തി കയറരുതെന്നേ ഉള്ളൂ. പക്ഷെ വേറെ ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ദേ വാണ്ട് ടു സ്പ്രെഡ് ദെയർ വിങ്സ്. ഓക്കെ, അവർക്ക് പലയിടത്തും പോകണം. അൽ ഖയ്ദ ലോകം മൊത്തം പോകണം, ഐസിസ് ലോകം മൊത്തം പോകണം. ആ ഒരു ആഗ്രഹം താലിബാൻ അധികം കാണിക്കാറില്ല. പിന്നെ ഇന്ത്യ റീഅഫേംഡ് കമ്മിറ്റ്മെന്റ് ടു അഫ്ഗാൻ സോർവറിറ്റി, ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഇതിനകത്തും ചെറുതായിട്ട് പാകിസ്ഥാനുള്ള കൊട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാനിലേക്ക് ആര് എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു? പാകിസ്ഥാൻ എയർഫോഴ്സ് അഫ്ഗാനിസ്ഥാനകത്ത് കയറി എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു. അപ്പം അത് അഫ്ഗാനിസ്ഥാന്റെ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്യുമ്പോൾ തന്നെ പാകിസ്ഥാൻ എവിടെ കയറി അടിച്ചേക്കുന്നത്? ഇതൊരു സിഗ്നലിംഗ് ആണ്. പണ്ട് നമ്മുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആണെന്ന് തോന്നുന്നു, ചൈനയിലുള്ള സമയത്താണ് ചൈന വേറൊരു രാജ്യത്തെ അറ്റാക്ക് ചെയ്തത്. ഇത് ഡിപ്ലോമസിയുടെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, പിന്നെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞൊരു കാര്യം, അഫ്ഗാൻ ടെറിട്ടറി ഇന്ത്യക്കെതിരായിട്ട് യൂസ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നും ആര് പറഞ്ഞിട്ടുണ്ട്? അഫ്ഗാനിസ്ഥാൻ പറയുന്നുണ്ട്. ക്ലിയർ? പിന്നെ ഇതിനു മുമ്പ് 2021 ഈ താലിബാന്റെ ചില സെക്ടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ എംബസിയൊക്കെ പണ്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഓർക്കണം, ഈ താലിബാൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഘടനയാണെന്ന് കാണുന്നുണ്ടെങ്കിലും അത് അങ്ങനെയല്ല. ശരി, ഓരോ ഏരിയ, ഇപ്പൊ നൂറുസ്ഥാൻ താലിബാൻ, ബഡക്ഷാൻ താലിബാൻ, അപ്പൊ ഓരോ സ്ഥലത്ത് എന്തുണ്ട്? പല വാർലോഡ്സും അവരുടെ ഹെഡ്സും ഇവരുടെ ഇന്റേണലി ഒത്തിരി പ്രശ്നമുണ്ട്. ഒരു സുപ്പീരിയർ ലീഡർ ഉണ്ട്, അഖുൻസാദ എന്ന് പറയുന്നത്. പക്ഷെ ആ പുള്ളി പറയുന്നത് എല്ലാം അടിയിലുള്ളവർ കേൾക്കണമെന്നൊന്നുമില്ല. അപ്പൊ ഫാക്ഷനിസം എന്തുണ്ട്? താലിബാനകത്തുണ്ട്. ചിലര് കുറച്ചുകൂടെ പ്രോ പാകിസ്ഥാൻ ആയിരിക്കും, ചിലര് പ്രോ ഇന്ത്യ ആയിരിക്കും, ചിലര് ന്യൂട്രൽ ആയിരിക്കും. പക്ഷെ ഇപ്പൊ കാണുന്ന മൊത്തത്തിൽ താലിബാനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇറ്റ് ഇസ് ലീനിങ് ടുവേർഡ്സ് ഇന്ത്യ. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ UPSC ചോദിക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ചെക്ക് ചെയ്യും. ഫാക്ട്സ് അല്ലാതെ UPSC മുമ്പോട്ട് പോയിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റൽസ് പണിയും, ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പണിയും, ട്രേഡ് കൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുള്ള ട്രേഡ് $1 ബില്യൺ കവിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? ഒരു 10 ബില്യണിലേക്ക് അത് എത്തിക്കുക. ട്രേഡും ട്രാൻസിറ്റും ഒക്കെ ഡെവലപ്പ് ആക്കി 10 ബില്യണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞിരുന്നു, അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് ഈ സ്ലൈഡിലില്ല. ഈ മുത്താക്കി ഒരു കാര്യം പറഞ്ഞു, അത് ശരിക്കും പാകിസ്ഥാന് കൊണ്ടിട്ടുണ്ടാവും. എന്താണ്? പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇന്ത്യ ആർ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞു. അതിന്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ മേളിലുള്ള ഈ തല, നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഈ തല, ഇത് പാകിസ്ഥാൻ എടുത്തോണ്ട് പോയതാണ്. ഇതിന്റെ മേളിൽ ചെറിയൊരു കോറിഡോർ ഉണ്ട്, വഖാൻ കോറിഡോർ എന്ന് പറയുന്നത്. വഖാൻ കോറിഡോർ ശരിക്കും പഴയ ബ്രിട്ടീഷ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ബഫർ സോൺ പോലുള്ള സ്ഥലമാണ് എന്ത്? വഖാൻ കോറിഡോർ. അത് പ്രിലിംസ് വരാം. വഖാൻ കോറിഡോർ ശരിക്കും ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറിയാ. ഇപ്പൊ പാകിസ്ഥാൻ ഈ തല വെട്ടി മാറ്റിയോണ്ട് അവർ കയ്യിലായിപ്പോയി. അതിനെയും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ആയിരിക്കാം മുത്താക്കി എന്ത് പറയുന്നത്? ഇന്ത്യ ആൻഡ് അഫ്ഗാനിസ്ഥാൻ ആർ നെയ്ബേഴ്സ്. അപ്പൊ വഖാൻ കോറിഡോർ ഒന്ന് മാപ്പ് നോക്കിക്കോളാം. ഓക്കെ, ക്ലിയർ? ഓൺലൈൻ സ്റ്റുഡൻസ്, എനി ഡൗട്ട് ടിൽ നൗ? ഓക്കെ, ഇതൊക്കെ കുറെ ജനറൽ കാര്യങ്ങളാണ്. സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തു. ഓക്കെ, ത്രൂ ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിസോഴ്സ്. പിന്നെ ഇന്ത്യസ് അംബാസഡർ ടു റഷ്യ അറ്റൻഡഡ് ദ മോസ്കോ ഫോർമാറ്റ്. മോസ്കോ ഫോർമാറ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ അടുത്ത സ്ലൈഡിൽ അത് കാണിച്ചു തരും. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കമൻസ്മെന്റ് ഓഫ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ എയർ ഫ്രൈറ്റ് കോറിഡോർ. ക്ലിയർ? അതും തുടങ്ങിയിട്ടുണ്ട്. കാരണം ലാൻഡിലൂടെ അവിടെ കൂടെ സഞ്ചരിക്കാൻ ഇടയ്ക്കുള്ള പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എയർ റൂട്ട് തേടുകയാണ്. പിന്നെ ഇത് ഏറ്റവും വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ്. India will upgrade its technical mission to a full embassy. So ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. Okay, both sides will exchange diplomats, taking India a step closer to recognizing Taliban. ചിലര് പറയുന്നത് ഫ്യൂച്ചറിൽ ഇന്ത്യ എന്ത് ചെയ്തേക്കാം? താലിബാനെ റെക്കഗ്നൈസ്. പാകിസ്ഥാൻ തലവേദന. ഇതൊക്കെ ഇന്റേണൽ സെക്യൂരിറ്റി പഠിപ്പിക്കുന്ന കാര്യങ്ങളാട്ടോ. ഇന്ത്യ ശരിക്കും ചെയ്യുന്നതാണ്. നിങ്ങൾ പേപ്പറിലൊന്നും എഴുതി വെക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നുള്ളൂ. പല ഇന്ത്യൻ അംബാസഡേഴ്സ് മാത്രമല്ല, നല്ല ഒന്നാന്തരം സ്പൈസാ. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറിൽ നമ്മൾ എംബസി കൊണ്ടുവയ്ക്കുക, അവിടെ നിറയെ ഇന്ത്യൻ സ്പൈസിനെ കൊണ്ടുവച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ പാകിസ്ഥാൻ. അതുകൊണ്ട് അവർക്ക് ഇത് വലിയ താല്പര്യമില്ല. ഓക്കെ, ഇനി മോസ്കോ ഫോർമാറ്റ് എന്താ? ഇന്ത്യ 7th എഡിഷനിൽ പങ്കെടുത്തു. ഇറ്റ് ഇസ് എ റീജിയണൽ ഡിപ്ലോമാറ്റിക് ഇനീഷ്യേറ്റീവ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2017. എന്തിനു വേണ്ടി? അഫ്ഗാനിസ്ഥാനിലെ കോൺഫ്ലിക്റ്റിനെ പരിഹരിച്ച് അവിടെ സ്റ്റെബിലിറ്റി കൊണ്ടുവന്ന് ഒരു നാഷണൽ റീകൺസിലിയേഷൻ നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിനകത്ത് സെൻട്രൽ ഏഷ്യയും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചൈനയും ഒക്കെയാണുള്ളത്. മൊത്തത്തിൽ ഇന്ത്യ, നിങ്ങൾ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളെ കൂടെ നോക്കിയാൽ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, അതുപോലെ പാകിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, മൊത്തത്തിൽ ഇത്രയും മെമ്പേഴ്സ്.
പണ്ട് നമ്മളൊരു ഓർഗനൈസേഷൻ പഠിപ്പിക്കുമ്പോൾ അതിന്റെ മെമ്പേഴ്സ് എല്ലാം പഠിക്കണമെന്ന് പറയില്ല. പക്ഷേ നാറ്റോയുടെ മെമ്പർ കയറി ചോദിച്ചു ആരാണ് ആരില്ല, ഈയുടെ ചോദിക്കാം. അതുകൊണ്ട് മോസ്കോ ഫോർമാറ്റിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് ഓർത്തിക്കുക. റഷ്യ ഉണ്ട്, ചൈനയുണ്ട്, ഇന്ത്യ ഉണ്ട്, ഇറാൻ ഉണ്ട്, പാകിസ്ഥാൻ ഉണ്ട്, ബാക്കി സെൻട്രൽ ഏഷ്യൻ രാജ്യം. ഓക്കെ, ക്ലിയർ? ഓൺലൈൻ ക്ലിയർ? ഇനി ഇന്ത്യക്ക് എന്താണ് അഫ്ഗാനിസ്ഥാനിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ്. പിന്നെ നമ്മൾ കുറെ പൈസ ഇവിടെ ചെലവാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ നമ്മുടെ പാകിസ്ഥാനെ ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. സോ ദിസ് ഇറ്റ്. ഓക്കെ, ഇനി ഞാൻ ഐ ഹാവ് ജോട്ടഡ് ഡൗൺ ഫ്യൂ മോർ പോയിന്റ്സ്. നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ചോദ്യം വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് വെൻ ഐ കെയിം ടു ദ ക്ലാസ് ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ ഇവരുടെ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ UPSC ചോദിക്കാം. അതുകൊണ്ട് മാത്രം ലേറ്റസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ഞാൻ മേജർ ആയിട്ടുള്ള വിസിറ്റിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബട്ട് എനിവേയ്സ് കുറച്ചുകൂടെ കാര്യങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഇഫ് യു ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇന്ത്യ ചെയ്ത കാര്യങ്ങളൊക്കെ, പ്രോമിസ് ചെയ്ത കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഉണ്ട്. അതായത് നമ്മളൊരു തലസേമിയ സെന്റർ കാബൂളിൽ പണിയാൻ നോക്കുന്നു. പിന്നെ ഒരു മോഡേൺ ഡയഗ്നോസ്റ്റിക് സെന്റർ പണിയാൻ ശ്രമിക്കുന്നു കാബൂളിൽ. പിന്നെ നമ്മളൊരു 30 ബെഡ് ഹോസ്പിറ്റൽ കാബൂളിലെ ബഗ്രാമി ഡിസ്ട്രിക്റ്റിൽ പണിയുന്നു. പിന്നെ നമ്മളൊരു ഓൺകോളജി സെന്റർ കാബൂളിൽ പണിയുന്നുണ്ട്. ട്രൗമ സെന്റർ കാബൂളിൽ പണിയുന്നുണ്ട്. ഒരു മെറ്റേണിറ്റി ഹെൽത്ത് ക്ലിനിക്ക് പക്കിത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇത് നിങ്ങൾ റെക്കോർഡിങ് കേട്ടാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമ്മൾ 20 ആംബുലൻസുകൾ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിക്ചറൊക്കെ വലുതായിട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ്. ഇത് എക്സ്ട്രാ കേട്ടോ. ഓക്കെ, ഇതിൽ കൂടുതൽ പഠിക്കണ്ട, ഇതിൽ കൂടുതൽ പഠിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ഓക്കെ, ഡോണ്ട് നീഡ് മോർ ദാൻ ദിസ്. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ജസ്റ്റ് ഒരു ഹിസ്റ്ററി പഠിച്ചു, പിന്നെ മുത്താക്കിയുടെ വിസിറ്റിൽ എന്തൊക്കെ നടന്നു എന്ന് പഠിച്ചു, കുറച്ച് ലൊക്കേഷൻസും നോക്കിപ്പോയി. വക്കാൻ കോറിഡോർ പോലുള്ള മോസ്കോ ഫോർമാറ്റ് എന്താണെന്ന് പഠിച്ചു. ഓക്കെ, ക്ലിയർ? ഇനി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം. ഓക്കെ, മേജർ ഞാൻ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഡ്യൂറൻ ലൈൻ. ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ദിസ് ഇസ് ദ ഡ്യൂറൻ ലൈൻ. ഇവിടെ ഈ ബ്രൗണിഷ് ടിൻഡിൽ മാർക്ക് ചെയ്തേക്കുന്ന ഈ സ്ഥലം ഏതാ? ഇത് ഖൈബർ പക്തൂൺവയാണ് പാകിസ്ഥാനിൽ. ഇവിടെ ആരാ താമസിക്കുന്നത്? ഏത് എത്നിസിറ്റിയാ? ദിസ് ഇസ് പഷ്തൂൺസ് ഹു ആർ സ്റ്റേയിങ് ഹിയർ. ഇവിടെയും ഈ കാണിക്കുന്ന സ്ഥലത്തും ആര് തന്നെ? പഷ്തൂൺസ് തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഹസാരാസ് ഉണ്ട്, തജീക്സ് ഉണ്ട്, ഉസ്ബെക്സ് ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇവരാണ് താലിബാനെ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഇനി പ്രശ്നം എന്താ? ഇയാളുടെ റിലേറ്റീവ് ചിലപ്പോൾ ഇവിടെ കാണും. ഓക്കെ, ഇത് കണക്റ്റഡ് ആണ്. അപ്പൊ ഇവർ ഈ ഡ്യൂറൽ ലൈനിന് മുമ്പ് ഇവർ ഫ്രീ ആയിട്ട് രണ്ട് സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഈ ഡ്യൂറൽ ലൈൻ സ്ട്രിഞ്ചന്റ് ആക്കിയാൽ എന്ത് പ്രശ്നം പറ്റും? ഈ മൂവ്മെന്റിന് പ്രശ്നം പറ്റും. ഇത് ഞങ്ങളുടെ സ്ഥലം, ഇതെല്ലാം പഷ്തൂൺസിന്റെ ആണെന്ന് ആണ് അവർ വിശ്വസിക്കുന്നത്. ഇതേപോലെ ഒരു സിമിലർ ഇഷ്യൂ നിങ്ങൾക്ക് എവിടെ കാണാമെന്നറിയാമോ? ഈവൻ ബലൂചിസ്ഥാനിൽ ഈ ഇഷ്യൂ ഉണ്ട്. ഇറാനിൽ ഒരു ബലൂചിസ്ഥാൻ ഉണ്ട്, സിസ്താൻ ബലൂചിസ്ഥാൻ പ്രോവിൻസ്. അവരുടെ ആഗ്രഹം എന്താ? ബലൂച്ചുകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു രാജ്യം ഉണ്ടാക്കണമെന്ന്. പക്ഷെ അതിനകത്ത് കുറെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇറാൻ വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് പ്രശ്നം. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ ലൊക്കേഷൻസ് എല്ലാം നിങ്ങളൊന്ന് നോക്കി വെക്കണം. എക്സ്പെഷ്യലി ഞാൻ പറയും ചമൻ എന്ന് പറഞ്ഞ ഈ ബോർഡർ ന്യൂസിലുണ്ട്, ഈ ക്ലാസിന്റെ സമയത്ത് ന്യൂസിലുണ്ട്. പിന്നെ ടോർഖാം എന്ന് പറയുന്ന ബോർഡർ, ഇവിടൊക്കെയാണ് ഫൈറ്റ് നടക്കുന്നത് പലപ്പോഴും. ടോർഖാം, ഈ ദുരന്തർ പടം ഉണ്ടല്ലോ, ദുരന്തറിനകത്ത് ടോർഖാം കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ചില ഒബ്സർവേഷനിൽ നിന്ന് എന്ത് വരാം? ചോദ്യം വരാം. അപ്പൊ ടോർഖാം കണ്ടപ്പോഴേ എനിക്ക് ഓർത്തതാ ടോർഖാം ചിലപ്പോൾ എന്ത് ചെയ്യാം? ചോദിച്ചു കളയാം. അപ്പൊ ഈ ബോർഡർ പഠിച്ചോണം, ചമൺ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബോർഡർ ഉണ്ടല്ലേ ഇവിടെ, പിന്നെ അവിടെ തന്നെ ടോർഖാം ഖൈബർ പാസിന്റെ അടുത്തുള്ളത് അറിഞ്ഞു വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഇടയ്ക്ക് ക്വറ്റ വഴി പോകുന്ന ഒരു റെയില് ബലൂച്ചുകൾ പിടിച്ചു വെച്ചു. അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയർ ആയിട്ട് പറയാത്തതാ. ഓപ്പറേഷൻ ഹെറോഫ് എന്ന പാകിസ്ഥാന്റെ എതിരെ ബലൂച്ചിസ് ലിബറേഷൻ ആർമി നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഹെറോഫ്. അതിന്റെ രണ്ടാമത്തെ ഫേസ് ഈ ഇടയ്ക്ക് നടന്നു, ഓപ്പറേഷൻ ഹെറോഫ് 2. അപ്പൊ ഓപ്പറേഷൻ ഹെറോഫ് എന്താന്ന് ഓർക്കണം. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ്. ഓക്കെ, ഇനി ഇവർക്ക് വലിയ പ്രശ്നം, ഈ തർക്കം നടക്കാൻ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാനെ ഇപ്പൊ അകത്തുനിന്ന് അടിച്ച് തരിപ്പണമാക്കുന്ന 2 ഗ്രൂപ്പുകളാണുള്ളത്. ഒന്ന് ബലൂചിസ്ഥാനിലെ 2-3 ഗ്രൂപ്പുകളുണ്ട്. പിന്നെ രണ്ടാമത് ഇതാണ് തെഹ്രീക് താലിബാൻ പാകിസ്ഥാൻ. ഇവരാരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾ ഓൾറെഡി PCM കഴിഞ്ഞ കുട്ടികളാണ്. ഈ TTP ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡു യു നോ ഹൂസ് TTP? ഓൺലൈൻ സ്റ്റുഡൻസ് യു ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട്. ആരാ ഇവര്? ആരായി TTP? പ്രിലിംസിന്റെ ക്ലാസ് ആണ്. ഞാൻ കൂടുതൽ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം.
അപ്പൊ ഞാനിത് വ്യക്തമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. TTP ആരാ? അപ്പൊ അത് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. സിമ്പിൾ ആയിട്ട് ചിലർ ഇതിനെ എന്ത് വിളിക്കും? പാകിസ്ഥാൻ താലിബാൻ എന്ന് വിളിക്കും. ഈ പാകിസ്ഥാൻ താലിബാനും അഫ്ഗാൻ താലിബാനും ഒന്നാണോ? അത് തമ്മിൽ റിലേഷൻ ഉണ്ടോ? എങ്ങനെ? വാട്ട് ഇസ് ദ റിലേഷൻ? ഓൺലൈൻ ആർക്കെങ്കിലും അറിയാമോ? എനിവൺ? ഇത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അറിയാത്തത് കൊണ്ടായിരിക്കാം മിണ്ടാത്തത്. ഞാൻ പറഞ്ഞു തരുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു അഫ്ഗാനിസ്ഥാനെതിരെ അമേരിക്ക നീങ്ങി, താലിബാനെ അടിച്ചു, അൽ ഖൈദ അടിച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു എൻഡ്യൂറിങ് ഫ്രീഡമും അനക്കോണ്ടയുടെ സമയത്ത്. അപ്പൊ എന്തു പറ്റി? ഈ ഡ്യൂറൽ ലൈൻ താണ്ടി കുറെ പേര് രക്ഷപ്പെട്ട് എങ്ങോട്ട് വന്നു കാണും? പാകിസ്ഥാന്റെ ഖൈബർ പക്തൂൺവ, ഇത് ഖൈബർ പക്തൂൺവയാണത്. ദിസ് റീജിയൻ ഈസ് ഖൈബർ പക്തൂൺവ പ്രോവിൻസ്. ഇവിടേക്ക് വന്നു. ഈ പാകിസ്ഥാൻ താലിബാന്റെ കൂടെ ഒന്നും അല്ല നിൽക്കുന്നത്. പാകിസ്ഥാൻ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് ഇവിടെ എല്ലാം എന്ത് ചെയ്തു? കാർപ്പറ്റ് ബോംബിങ് നടത്തി. ഖൈബർ പക്തൂൺവയിൽ പാകിസ്ഥാൻ ബോംബ് ചെയ്തു. എന്തിന്? അമേരിക്കയ്ക്ക് വേണ്ടി. അമേരിക്ക അന്ന് ഗ്ലോബൽ വാർ ഓൺ ടെറർ നടത്തുകയാണ്. ബുഷ് പറഞ്ഞു ഐദർ യു ആർ വിത്ത് അസ്. അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇത്, ഐദർ യു ആർ വിത്ത് അസ് ഓർ യു ആർ അഗെയിൻസ്റ്റ് അസ്. പാകിസ്ഥാൻ അമേരിക്കയുടെ ദാസ്യപ്പണി ചെയ്യുന്ന രാജ്യമാണ് പണ്ട്. ഇറ്റ് വെന്റ് ആൻഡ് ബോംബ്ഡ് ഇറ്റ്സ് ഓൺ പ്ലേസ്. അപ്പൊ പ്രശ്നം എന്താ? താലിബാൻ ഫൈറ്റേഴ്സ് കുറെ പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ അൽ ഖൈദയുടെ ഫൈറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ അടിക്കുക. അപ്പൊ ഈ ഖൈബർ പക്തൂൺവയിലുള്ള കുറച്ച് ആൾക്കാരും അവിടുന്ന് ഇങ്ങോട്ട് വന്ന കുറച്ച് ഫൈറ്റേഴ്സും എല്ലാവരും പാകിസ്ഥാനെതിരെ തിരിയും. 2007 അവര് രൂപീകരിച്ച സംഘടനയാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ. അപ്പം ഇതും പഷ്തൂണുകൾ തന്നെ, എക്സ്പെഷ്യലി ഖൈബർ പക്തൂൺവ റീജിയനിലുള്ള പലരും ചേർന്ന് ഫോം ചെയ്ത ഓർഗനൈസേഷൻ ആണ് TTP. ദേ ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ദ പാകിസ്ഥാൻ ഗവൺമെന്റ്. അപ്പൊ അഫ്ഗാൻ താലിബാനുമായിട്ട് ഇവരുടെ ബന്ധം എന്താ? ഇവര് ബ്രദേഴ്സിനെ പോലെ. അവിടെ ഫൈറ്റ് ചെയ്ത കുറെ അഫ്ഗാനികൾ ഇതിനകത്തുണ്ട്, അതുപോലെ പഷ്തൂണുകൾ കുറെ എണ്ണം ഉണ്ട്. ഓക്കെ, ഇതാണ് തെഹ്രീക്കെ താലിബാൻ. ഇവരെ അഫ്ഗാൻ താലിബാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത്? പാകിസ്ഥാൻ പറയുന്നത്. അതായത് ഈ TTP ഇവിടെ ഒരു അറ്റാക്ക് നടത്തും. അറ്റാക്ക് നടത്തിയിട്ട് അതിന്റെ ആൾക്കാർ ഡ്യൂറൽ ലൈൻ ക്രോസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനിൽ പോയി ഒളിച്ചിരിക്കും. അവർക്ക് ആര് സപ്പോർട്ട് കൊടുക്കും? അഫ്ഗാൻ താലിബാൻ സപ്പോർട്ട് കൊടുക്കും. ഈ ഒരു പ്രശ്നം കാരണമാണ് പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നത്? താലിബാനെ അടിക്കുന്നത്. പിന്നെ ഈ TTPയുടെ ഒരു ഡിമാൻഡ് ഉണ്ട്. അതിന്റെ എനിക്കൊന്ന് വാലി മസൂദ് എന്ന വ്യക്തി അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഹെഡ് മരിച്ചുപോയി. ഇപ്പം 2018 വേറൊരാളാണ് ഹെഡ്. അപ്പൊ അയാളെ കൊന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ വീമ്പിളക്കിയത്. പക്ഷേ TTP അത് നിരസിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇവരുടെ ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2018 മുമ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഫാട്ട എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഫെഡറലി അഡ്മിനിസ്ട്രേഡ് ട്രൈബൽ ഏരിയ. പിന്നെ ഇവിടെ ഖൈബർ പക്തൂൺവയുണ്ട്. ഇത് രണ്ട് പ്രൊവിൻസ് ആയിരുന്നു. 2018 പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഇവിടെ നിങ്ങൾക്ക് ഈ ഫാട്ട സെപ്പറേറ്റ് കാണില്ല. ഇതിനെ എന്ത് ചെയ്തു? ഒറ്റ പ്രൊവിൻസ് ആക്കി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പണ്ട് ഈ ഫാട്ട എന്ന സാധനം ബ്രിട്ടീഷുകാർ ഒപ്പിച്ചു വെച്ചൊരു സാധനമാണ്. കാരണം അഫ്ഗാനിസ്ഥാനെ ഇന്ത്യയും ഡിമാർക്കേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തു. ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ ആവശ്യം എന്താ? ഖൈബർ പക്തൂണിനെയും ഫാട്ടയും പണ്ടത്തെ പോലെ രണ്ടാക്കുക. ഇതാണ് ഇവരുടെ വലിയൊരു ആവശ്യം. ഇത് പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ ടൊർഖാം എന്ന് പറഞ്ഞ സ്ഥലം, ചമൺ എന്ന് പറയുന്ന ബോർഡർ അറിഞ്ഞിരിക്കണം. TTP എന്താന്ന് അറിഞ്ഞിരിക്കണം, ഡ്യൂറൽ ലൈൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്തൊരു ന്യൂസ് ആണ്, അൺറിലേറ്റഡ് ആണ് എന്നാലും, കാബൂൾ മേ ബി ദ ഫസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ടു കംപ്ലീറ്റ്ലി റൺ ഡ്രൈ ബൈ 2030. ഓർത്തിരിക്കുക. ക്ലിയർ? പിന്നെ ഷത്തൂസ് ഡാമിനെ പറ്റി ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ പറഞ്ഞിരുന്നു. ഹോംവർക്ക് ആയിട്ട് എന്തോ ആണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഡാം നോക്കിയപ്പോൾ നിങ്ങൾ സൽമാൻ ഡാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സൽമാൻ ഡാം അല്ല, പുതിയതായിട്ട് ഇവർ ഒന്നുകൂടെ റിവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഷത്തൂഷ് ഡാം. ഇതിൽ ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഇന്ത്യ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് വെള്ളം കുറച്ച് കുറയും ഈ റിവറിന്റെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡാമിന് വേറൊരു പേരുണ്ട്. അത് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു പോയതല്ലേ. അപ്പൊ ഞാൻ ഈ ഒരു വേറെ പേരൂടെ കണ്ടപ്പോൾ ഒന്ന് ആഡ് ചെയ്തു. ഈ ഡാമിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ലലണ്ടർ ഡാം. ഇപ്പൊ ഷത്തൂഷ് ഡാം ആണ് ഇതിന്റെ പേര്, പക്ഷെ വേറൊരു പേരൂടെ ഉണ്ട്, ലലണ്ടർ ഡാം. ഇത് ഏത് റിവറിലാണെന്ന് നിങ്ങളെ അന്ന് ഞാൻ പഠിപ്പിച്ചേ? കാബൂൾ റിവറിലാണെന്നാ പറഞ്ഞത്. പക്ഷെ കാബൂൾ റിവറിന്റെ തന്നെ ഏത് ട്രിബ്യൂട്ടറിയിലാ? മൈദാൻ റിവർ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓവറോൾ നിങ്ങൾക്ക് ക്ലാസിന്റെ ഇടയ്ക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു തന്നിരുന്നു. ഷത്തൂഷ് ഡാം നമ്മൾ കാബൂൾ റിവറിലാണ് പണിയുന്നത്. ഇവിടെ 2 ഇൻഫർമേഷൻ ഉണ്ട്. ഷത്തൂഷ് ഡാമിന്റെ വേറെ പേര് കാബൂളിന്റെ തന്നെ ഏത് ട്രിബ്യൂട്ടറിലാണ്? മൈദാൻ റിവറിലാണ്. ക്ലിയർ? ഐ ഹോപ്പ് ദ ക്ലാസ് ഇസ് ബെനിഫിഷ്യൽ. ഓക്കെ, ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. ഒരു എയർബേസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും, ബാഗ്രാം എയർബേസ്. ഓക്കെ, 1950കളിൽ സോവിയറ്റ് യൂണിയൻ പണിത ഒരു എയർബേസ് ആണ്.
പിന്നീട് അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക ഒരു 2000 എന്ത് ചെയ്തു? 2001 തൊട്ട് 2021 വരെ US നാറ്റോ ഫോഴ്സസും താലിബാനെതിരെയുള്ള ഫൈറ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ച ഒരു എയർബേസ്. ട്രംപ് അണ്ണൻ ഇപ്പൊ പറയുന്നത് എന്താ? ഐ വാണ്ട് ദ എയർബേസ് ബാക്ക്. എനിക്ക് ആ എയർബേസ് വേണമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഈ എയർബേസ് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബഗ്ര, അതിന്റെ മേളിൽ മസാറെ ഷെരീഫ്, ഇവിടെ കണ്ടഹാർ, ഓക്കെ, ഇവിടെ ഖോസ്തി. ഇതിന്റെ ഒരു ലൊക്കേഷൻ, ഒരു ഐഡിയ വേണം കേട്ടോ. മസാറെ ഷെരീഫ് എവിടെയാണ്, കാബൂൾ എവിടെയാണ്, കണ്ടഹാർ എവിടെയാണ്, ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം. ഓക്കെ, ക്ലിയർ? ഇനിയും അഫ്ഗാനിസ്ഥാനിൽ ഒരു എർത്ത് വന്നു. ഇത് ഏർലി 2025-ലാണ്. എന്നാലും നിങ്ങൾക്ക് ചോദ്യം വരാം. എപ്പി സെന്റർ ഹെറാത്തിലായിരുന്നു. ഹെറാത്തിനോടൊപ്പം ഈ സ്ഥലങ്ങളെല്ലാം പ്രകമ്പനം വന്നു. എക്സ്പെഷ്യലി നിങ്ങൾ ഈ സ്ഥലം ഒന്ന് ഓർത്തിരിക്കുക. നങ്കർഹാർ എന്ന് പറഞ്ഞ സ്ഥലം, ഹെറാത്ത്, ഹിന്ദുകുഷ്, ടഖാർ, ഈ സ്ഥലമെല്ലാം ഓർത്തിരിക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ്. നങ്കർഹാർ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ, ഇവിടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് എർത്ത്? ഇത് എർത്ത് സീസ്മിക് കൊളീഷൻസ് നടത്തുന്ന സോണാണ്. അതായത് ബൗണ്ടറി ഇന്ററാക്ഷൻസ് ഉള്ള സ്ഥലമാണ്. ആഫ്രിക്ക, ഈ പറയുന്ന ഇന്ത്യൻ ആൻഡ് യുറേഷ്യൻ പ്ലേറ്റ്സ് ആർ കൊളൈഡിങ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? യുറേഷ്യൻ പ്ലേറ്റിലേക്ക് പോയി ഇടിക്കുന്നു. ഓക്കെ, അപ്പം ദാറ്റ് ഇസ് വൈ വി വിൽ ഹാവ് വാട്ട്? ഫോൾട്ട് ലൈനിന്റെ ഫോർമേഷൻ ഉണ്ടാവും. അവിടെ എർത്ത് വേക്കിന്റെ സാധ്യതയുണ്ട്. ഇന്ത്യ സഹായത്തിന് വേണ്ടി ഒരു 15 ടൺ ഫുഡ് ഉടനെ തന്നെ അങ്ങോട്ട് എത്തിച്ചിരുന്നു, കാബൂളിലേക്ക് എത്തിച്ചിരുന്നു. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് അവിടെ എർത്ത് വേക്ക് ഉണ്ടാകുന്നത്, ഏത് പ്ലേറ്റ് ആണ് ഇന്ററാക്ട് ചെയ്യുന്നതെന്നും ആ ലൊക്കേഷൻസിന്റെ പേരൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ICC. ICC എന്താണ് സ്റ്റുഡൻസ്? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. ഇന്ന് പഠിപ്പിക്കില്ല, ഡു ആസ് ഹോംവർക്ക്. ഞാൻ അടുത്ത ആഴ്ച ഓർഗനൈസേഷൻസ് പഠിപ്പിക്കുമ്പോൾ ഇത് പഠിപ്പിക്കും. ബട്ട് എന്നാൽ പോലും ഹോംവർക്ക് ആയിട്ട് എന്ത് ചെയ്യണം? ICC എന്താണെന്ന് ചെറുതായിട്ട് യു നീഡ് ടു സ്റ്റഡി. ക്ലിയർ? കാരണം എന്താ അറിയാമോ? ICC ഒരു കേസിലല്ല, 3 തവണ 3 ഡിഫറെന്റ് സിറ്റുവേഷനിൽ എന്ത് വന്നിട്ടുണ്ട് ഈ വർഷം ന്യൂസ് ചെയ്യുന്നത്. ഫിലിപ്പൈൻസിലെ പഴയ ഒരു പ്രസിഡന്റിനെ ആണെന്ന് തോന്നുന്നു ICC അറസ്റ്റ് ചെയ്തു. ICCയുടെ ഓർഡർ അനുസരിച്ച് ഹി ഗോട്ട് അറസ്റ്റഡ്. അപ്പൊ അത് വേറൊരു ന്യൂസാ, ഇത് വേറൊരു ന്യൂസാണ്. അതുകൊണ്ട് ICC ഇമ്പോർട്ടൻ്റ് ആണ്. ICC പഠിക്കുമ്പോൾ അതിന്റെ ജൂറിസ്ട്രിക്ഷനിൽ ശ്രദ്ധിക്കുക. ICJയും ICCയും തമ്മിലുള്ള വ്യത്യാസം നോക്കി പഠിക്കുക. ഇത് ഞാൻ പഠിപ്പിക്കും, ബട്ട് എന്നാലും ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പം ഈ താലിബാൻ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകളുടെ സുരക്ഷ, നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ എതിരെ പോകുമെന്ന് പറഞ്ഞ് ICC ഇതിന്റെ പ്രധാന ലീഡേഴ്സിന് എതിരെ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഞാൻ എന്തോ ഒരു കാര്യം, ഈ ഇടയ്ക്ക് സ്ലേവറി കൊണ്ടുവന്നൊരു ന്യൂസ് നമ്മൾ കണ്ടു, സ്ലേവറി ലീഗലാക്കി എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിൽ. ഓക്കെ, ഇനിയും ഇത് സ്റ്റാറ്റിക് പാർട്ടാണ്. ഇന്ത്യ എന്തൊക്കെ ഇതുവരെ ചെയ്തിട്ടുണ്ട്? സൽമ ഡാം, സാരഞ്ച് ദലാറാം ഹൈവേ, ഓക്കെ, റിംഗ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ കണക്ടിവിറ്റി പറഞ്ഞു തരും. നമ്മൾ ഇതും ചാബഹാറുമായിട്ടൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ചാബഹാർ വഴി ഇതിൽ കയറി റിംഗ് റോഡ് വഴി കയറി സെൻട്രൽ ഏഷ്യയിൽ പോകാനുള്ള ഒരു ആഗ്രഹമുണ്ട് നമുക്ക്. ഓക്കെ, ഞാൻ മാപ്പിൽ അത് കാണിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, സറഞ്ച് ദലാറാം, ഓക്കെ, പിന്നെ ഇലക്ട്രിക് കേബിള്, ഫ്രണ്ട്ഷിപ്പ് ഡാം, സൽമ ഡാം പണിതിട്ടുണ്ട്. ഇത് ഏത് റിവറിലാണെന്ന് ഓർക്കണം. ഓക്കെ, പിന്നെ പുതിയ അഫ്ഗാൻ പാർലമെന്റ്, പണ്ട് നമ്മൾ ചെയ്ത സാധനങ്ങളെല്ലാം ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ എനി ഡൗട്ട്? അല്ലെങ്കിൽ വി ആർ ടേക്കിംഗ് എ 5 minutes ബ്രേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി 2 രാജ്യങ്ങളോടുണ്ട്. വി ഹാവ് ടു കവർ മാൽഡീവ്സ്, ദെൻ വി വിൽ കവർ നേപ്പാൾ. ഓക്കെ, ബാക്കി 4 എണ്ണം നാളെ കവർ ചെയ്യും. നാളെ ഒരു വലിയ രാജ്യമുണ്ട്, ചൈന. നമുക്ക് ചൈന ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൺലൈൻ എനി ഡൗട്ട്? നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആപ്പിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുന്നത് മാക്സിമം യു ട്രൈ ടു അറ്റൻഡ് ഇറ്റ് ഓൺലൈൻ. നമ്മൾ നോക്കും ആരൊക്കെ കയറി കാണുന്നുണ്ടെന്ന്. ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ഐ വിൽ ഗീവ് മെറ്റീരിയൽസ് ടു എവരി വൺ. ഓൺലൈൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു കൻ ആസ്ക്. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. പിന്നെ നിങ്ങൾ ബ്രേക്ക് വരുന്ന സമയത്ത് നോർമലി പലപ്പോഴും കുട്ടികൾ അപ്പം ഇറങ്ങി പോകാറുണ്ട്, പിന്നെ തിരിച്ചു കയറാറില്ല. അങ്ങനെ ചെയ്യരുത്. എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം. ഓക്കെ, നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 85 to 90% ഹിറ്റ് റേറ്റ് നിങ്ങൾക്ക് കറണ്ട് അഫെയറിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് കിട്ടും. ഓക്കെ, അത്രയും ഡെപ്തിലാണ് നമ്മൾ പോകുന്നത്. എല്ലാം പഠിപ്പിക്കുക, എല്ലാ സബ്ജക്ട്സും നമ്മൾ ഇതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യും. കറണ്ട് അഫെയർ ക്ലിയർ? പിന്നെ ഞാൻ പറഞ്ഞ പോലെ മാക്സിമം നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. മെറ്റീരിയൽസ് ഞാൻ അപ്ലോഡ് ചെയ്യും, പക്ഷെ ഞാൻ മെറ്റീരിയൽസ് കൊടുക്കുമ്പോൾ ഇടയ്ക്കെങ്കിലും ക്ലാസ് കാണുന്ന കുട്ടികൾക്കായിരിക്കും ഞാൻ പേഴ്സണലി ഷെയർ ദ മെറ്റീരിയൽ. അപ്പോൾ PDF കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം PDF വായിച്ചാൽ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും PDF-ൽ ഇല്ല, അല്ലെങ്കിൽ PPT-യിൽ ഇല്ല. ഓക്കെ, ക്ലിയർ? പിന്നെ റെക്കോർഡിങ് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല, അതും നമുക്ക് അറിയാൻ പറ്റും.
ഓക്കെ, ഹു ആർ ഓൾ യൂസിങ് ഇറ്റ്. മെറ്റീരിയലിന് വേണ്ടി മാത്രം ആവരുത്, കാരണം മെറ്റീരിയലിൽ പല കാര്യങ്ങളും ഇല്ല, ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ലൈവ് കാണുമ്പോൾ ഉള്ള റിറ്റൻഷൻ ഒരിക്കലും നിങ്ങൾക്ക് എവിടെ കിട്ടില്ല, ഒരിക്കലും നിങ്ങൾക്ക് PPT വായിച്ചാൽ അത് കിട്ടില്ല. ഇവിടെ ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ റിട്ടൻഷൻ വിൽ ബി മോർ. ഓക്കെ, എനി ഡൗട്ട് ഓൺലൈൻ സ്റ്റുഡൻസ്? നിങ്ങൾക്ക് ഈ കറണ്ട് അഫയർ റിലേറ്റഡ് അല്ലാതെ പ്രിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യു ഹാവ് പ്രിപ്പറേഷൻ റിലേറ്റഡ് ഡൗട്ട്സ്, സോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ്, അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും യു ക്യാൻ ആസ്ക് ഓൺലൈൻ സ്റ്റുഡൻസ്. IR റിലേറ്റഡ് നമുക്ക് ടെസ്റ്റ് കാണും, നമുക്ക് എല്ലാ സബ്ജക്റ്റും ടെസ്റ്റുകൾ നമുക്ക് കാണും. ഓഫ്ലൈനും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഓഫ്ലൈൻ വന്ന് എഴുതണമെങ്കിൽ ദാറ്റ് ഇസ് മോർ ബെനിഫിഷ്യൽ. ടെസ്റ്റുകൾ എല്ലാത്തിനും കാണും, IR-ന്റെ ടെസ്റ്റ് കാണും, ഇവിടെ പഠിപ്പിക്കുന്ന സ്റ്റാറ്റിക്കും കറണ്ട് അഫയറിന്റെ എല്ലാം ടെസ്റ്റ് കാണും. ഓക്കെ, കറണ്ട് അഫയറിന്റെ എല്ലാ മന്തിലും 2 to 3 ഫുൾ ലെങ്ത് ടെസ്റ്റ് എൻറ്റയർലി ഫോർ കറണ്ട് അഫയർ. അതുപോലെ ബഡ്ജറ്റ് ആണെങ്കിലും എക്കണോമിക് സർവേ ആണെങ്കിലും നമുക്ക് ഡീറ്റെയിൽഡ് ക്ലാസ് കാണും. 1 മണിക്കൂറത്തെ ക്ലാസ് അല്ല, അതിന്റെ ഡീറ്റെയിൽ ക്ലാസ് കാണും, അതിന്റെ ടെസ്റ്റ് സീരീസും കാണും. ഓക്കെ, വി സ്റ്റാർട്ട് ഇൻ 1 minute. ഓക്കെ, നമുക്ക് ഇന്ന് മാൽഡീവ്സ് കവർ ചെയ്യണം, then we will cover Nepal. നാളെ നമ്മൾ ശ്രീലങ്കയും കുറച്ചുകൂടെ അഡീഷണൽ ഇൻഫർമേഷൻ വരും, മ്യാൻമാർ, ഭൂട്ടാൻ, then we will study China. ഓക്കെ, പിന്നെ നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത് മാൽഡീവ്സ് ഇന്ത്യ റിലേഷൻ. എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഓക്കെ, ഇനി മാൽഡീവ്സിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഐ തിങ്ക് ദ മാപ്പ് ഇസ് വിസിബിൾ ഹിയർ. ഓൺലൈൻ നിങ്ങൾക്ക് ഈ ടിവിയിലുള്ള മാപ്പ് ക്ലിയർ ആയിട്ട് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? സാധ്യത കുറവായിരിക്കും. ആർ യു ഏബിൾ ടു സീ ദ മാപ്പ് ഇൻ TV? No, sir. Clear അല്ല. ക്ലിയർ അല്ല. സെക്കൻഡ്, ക്ലിയർ. അപ്പൊ നമുക്ക് മാൽഡീവ്സിനെ പറ്റി പഠിക്കാം. ഓക്കെ, മാൽഡീവ്സ് ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റിലാണ്, നമുക്കറിയാം. ബെയർലി 70 miles ഫ്രം മിനിക്കോയ് ആൻഡ് 300 nautical miles ഫ്രം ഇന്ത്യാസ് വെസ്റ്റ് കോസ്റ്റ്. ഈ കോസ്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് ബേസിക് കാര്യങ്ങളോട് നിങ്ങൾ അറിയണം. EZ എന്താണ്, ടെറിട്ടോറിയൽ സോൺ എന്താണ്, കണ്ടിഗ്യസ് സോൺ എന്താണ്, അൺക്ലോസ് എന്താണ്, ജസ്റ്റ് പറഞ്ഞു പോവാ, എനിക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങൾ. ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി എന്താണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം സീ എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യം ഓർമ്മ വരണം. പിന്നെ ഇന്ത്യയുടെ ഡീപ് സീ മൈനിങ് മിഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അതും അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ. ഇങ്ങനെ വേണം നമ്മൾ ലിങ്ക് ചെയ്ത് പഠിക്കും. ഇങ്ങനെ ഒരു ടോപ്പിക്ക് മാത്രമല്ല, അത് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ടോപ്പിക്സ് നമ്മുടെ തലയിലേക്ക് റീകണക്ട് ചെയ്യണം. അങ്ങനെ ഉള്ളപ്പോഴാണ് നമുക്ക് പ്രിലിംസ് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റുന്നത്, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ. ഇനിയും മാൽഡീവ്സിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, അതൊരു ടൂറിസം വളരെയധികം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ്. ഏകദേശം അതിന്റെ 21% GDP ഈസ് ഫ്രം ടൂറിസം. പിന്നെ ടോപ്പ് സോഴ്സ് മാർക്കറ്റ് ചൈനയും യൂറോപ്പും ആണ്. പക്ഷേ മാൽഡീവ്സിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ മെയിൻസിൽ ഞാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറെ ഫിഗേഴ്സ് കൂടെ തരാം. പക്ഷേ ഏകദേശം $8 billion ഡെപ്റ്റ് ഇപ്പൊ തന്നെ ഉണ്ട്. അണ്ടർസ്റ്റുഡ്? അതൊന്ന് അറിഞ്ഞിരിക്കുക. ഐ ക്യാൻ ഗീവ് യു മോർ ഡീറ്റെയിൽസ്, ബട്ട് ഇപ്പൊ എനിക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നമുക്ക് വി വിൽ കീപ് ഇറ്റ് ഹിയർ. പിന്നെ നിങ്ങൾക്ക് പിക്ചറിൽ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നിങ്ങൾക്ക് യു ക്യാൻ സീ ദിസ് 8-degree ചാനൽ വിത്ത് സെപ്പറേറ്റ്സ് യുവർ ലക്ഷദ്വീപ് ആൻഡ് യുവർ മാൽഡീവ്സ്. ഓൺലൈൻ സ്റ്റുഡൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഹിയർ 8-degree ചാനൽ. ഇനി 9-degree ചാനലുണ്ട്. ഓക്കെ, അത് മെയിൻ ഐലൻഡ്സിനെയും മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ ചാനൽസ് എല്ലാം ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 8-degree ചാനൽ എന്ത് ചെയ്യും? ഇറ്റ് സെപ്പറേറ്റ്സ് ഐലൻഡ് ഓഫ് മിനിക്കോയ് ഫ്രം മാൽഡീവ്സ്. ഓക്കെ, ക്ലിയർ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ, മിനിക്കോയും ഇതാണ് മിനിക്കോയ് ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ്. 9-degree ചാനൽ എന്ത് ചെയ്യും? മിനിക്കോയും മെയിൻ ലക്ഷദ്വീപിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 9-degree ചാനൽ. അണ്ടർസ്റ്റുഡ്? 10-degree ചാനൽ ഉണ്ട്, സെപ്പറേറ്റ് ആൻഡമാൻ ഐലൻഡ്സ് ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഇൻ ബേ ഓഫ് ബംഗാൾ. ഇപ്പുറത്തോട്ട് നിങ്ങൾ സഞ്ചരിച്ചാൽ. അപ്പൊ 8-degree ചാനൽ എന്തിനെ സപ്പോർട്ട് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും? 9-degree ചാനൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യും? 10-degree ചാനൽ എന്തിനെ സെപ്പറേറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഇപ്പൊ പഠിക്കാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ഇതാ, 8-degree ചാനൽ. ഓക്കെ, ക്ലിയർ. ഓക്കെ, ഇനിയും മാൽഡീവ്സിന്റെ ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. മാൽഡീവ്സും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം പല സമയത്ത് പലതുപോലെ. അവിടെ പ്രോ ഇന്ത്യ ഗവൺമെന്റ്സ് വന്നിട്ടുണ്ട്,
ആന്റി ഇന്ത്യ ഗവൺമെന്റ് വന്നിട്ടുണ്ട്, പ്രോ ചൈന ഗവൺമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഗവൺമെന്റ് മുമ്പ് ഒരു ഇബ്രാഹിം സോളി വന്നിരുന്നു, ഹി വാസ് ഓക്കെ വിത്ത് ഇന്ത്യ. പക്ഷേ ഗയൂമിന്റെ ഗവൺമെന്റ് ഉണ്ട്, നഷീദിന്റെ ഗവൺമെന്റ് ഉണ്ട്. ഇതിന്റെ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല, ബിക്കോസ് ഇറ്റ് ഇസ് മെയിൻ ടോപ്പിക്. ഇപ്പം ജസ്റ്റ് കയറി വന്ന ഗവൺമെന്റ് അതൊരു ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ എന്നുള്ള ഒരു സെന്റിമെന്റ് കൊണ്ട് വന്ന ഗവൺമെന്റാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പൊ അതിന്റെ ഹെഡിനെ നിങ്ങൾക്ക് അറിയാം, മൊയ്സു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ബട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നാളുകൊണ്ട് ഈ മാൽഡീവ്സിന് കുറച്ചുകൂടെ ബോധം വെച്ച് തുടങ്ങിയിട്ട് ഇന്ത്യയുമായിട്ട് ചെറുതായിട്ടൊരു അപ്രോച്ച്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ 23 കഴിഞ്ഞിട്ട് ദർ ഇസ് എ മാർക്ക് ഷിഫ്റ്റ്. കാരണം പ്രസിഡന്റ് മൊയ്സു ഹി വൺ ദ ഇലക്ഷൻ. അദ്ദേഹം വന്നത് തന്നെ എന്തിലാണ്, ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ. ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നമുക്ക് പ്രശ്നമാണ്. ഇപ്പൊ ചിലപ്പോ മാൽഡീവ്സ് ഫസ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയും, അത് അത്രയ്ക്ക് പ്രശ്നമില്ല. പക്ഷെ അത് ഇന്ത്യ ഔട്ടിലേക്ക് വരുമ്പോൾ ഇറ്റ് ഇസ് എ പ്രോബ്ലം ഫോർ അസ്. ഓക്കെ, ഇപ്പൊ നമ്മള് ബംഗ്ലാദേശില് ഷെയ്ഖ് ഹസീനയുടെ അല്ല, ഖലിദ സിയുടെ മോൻ കുറെ കാലത്തിന് ശേഷം തിരിച്ചു വന്നു. അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് നമുക്ക് ആശ്വാസം തരുന്നതാണ്. നോട്ട് പിണ്ടി, അതുപോലെ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു, നോട്ട് പിണ്ടി, നോട്ട് ഡൽഹി, ധാക്ക, അങ്ങനെ ഒരു ഐഡിയ ഇദ്ദേഹം പറഞ്ഞു. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ആരുമായിട്ട് പ്രത്യേകിച്ച് ഫ്രണ്ട്ഷിപ്പ് ഒന്നും കൂടുന്നതല്ല, ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് ഫസ്റ്റ്. പക്ഷെ ഇവിടെ പ്രശ്നം വെച്ചാൽ ഇന്ത്യ ഔട്ട്. അവർ പറയുന്നത് വെച്ചാൽ ഇന്ത്യയുടെ ചില സൈനികര് ദേവർ എംപ്ലോയിഡ് ഇൻ മാൽഡീവ്സ് തിരിച്ചു കൊണ്ടുപോക്കുക, നമ്മൾ ചില ഹെലികോപ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞൊരു ഐഡിയയിലാണ് ഈ ഗവൺമെന്റ് വരുന്നത്. അപ്പൊ ഒരു ആന്റി ഇന്ത്യ സ്റ്റാൻസ് ഉണ്ട്. പക്ഷെ എന്നിട്ടും COP28, ഓക്കെ, COP28 എൻവയോൺമെന്റ് സമ്മിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മൊയ്സുവും മോദിയും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്, എക്കണോമിക് ടൈസ് ബെറ്റർ ആക്കുക എന്നുള്ള ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇനി 24 ഒരു വലിയ കോൺട്രവേഴ്സി നടന്നു. അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്തു, ഹി വിസിറ്റഡ് യുവർ ലക്ഷദ്വീപ്, എന്നിട്ട് പറഞ്ഞു ഇവിടെയും ടൂറിസം പ്രൊമോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ മാൽഡീവ്സ് പോയിട്ടുള്ള ആളാണ്. അവിടുത്തെ സിസ്റ്റം ഇസ് ഗുഡ്, ഷാക്കുകൾ, ഹട്ടുകൾ, അവിടുത്തെ ടൂറിസ്റ്റ് ഫെസിലിറ്റി, ദ വേ ദേ ഡൂ തിങ്സ് നല്ലതാണ്. പക്ഷെ അവിടെ കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നുള്ളതൊരു റിയാലിറ്റിയാണ്. നീലക്കടലും ഷാലോ ആയിട്ടുള്ള ജീവികളും കുറച്ച് വാട്ടർ ഇതും. ഈ സെയിം സാധനം നിങ്ങൾക്ക് ലക്ഷദ്വീപിലും ആൻഡമാൻസിലും കാണാം, പക്ഷെ അവിടെ അത്രത്തോളം സ്ട്രക്ചർഡ് അല്ല. അപ്പൊ ഇന്ത്യ ഭാവിയിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ ശരിക്കും പറഞ്ഞാൽ മാൽഡീവ്സിന് വലിയ ഐഡിയ. കാരണം ഈ സെയിം സാധനങ്ങളെല്ലാം ഇന്ത്യയിലുണ്ട്. അതിന്റെ പേടി കൊണ്ടാണോ എന്നറിയില്ല, അവിടുത്തെ ഒരു മിനിസ്റ്റർ, ഇൻക്ലൂഡിങ് എ വുമൺ ആൻഡ് എ മെൻ, അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയെ അധിക്ഷേപിച്ച് ഒരു റേഷ്യൽ അബ്യൂസ് പോലെ, ഇന്ത്യൻ ബീച്ചസിന് വൃത്തിയില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തു. അത് ഇന്ത്യയിൽ നിന്ന് വളരെ വലിയൊരു റിട്ടാലിയേഷന് കാരണമായി. ഇന്ത്യക്കാരെന്ത് ചെയ്തു, ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്നുള്ള വിസിറ്റ് ഇന്ത്യ ബോയ്ക്കോട്ട് മാൽഡീവ്സ് എന്നൊരു സെറ്റപ്പിലേക്ക് വന്നു. ഇവർക്ക് ടൂറിസത്തിൽ കാര്യമായിട്ട് അടി കിട്ടി. ചിലരും ബുക്ക് ചെയ്ത ടൂറിസം ക്യാൻസൽ ചെയ്തു. അപ്പം എന്ത് വന്നു, ഇവർക്ക് വെളിവ് വന്നു. ഓക്കെ, ക്ലിയർ. അതുപോലെ ഇവര് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ആയതുകൊണ്ട് ഇന്ത്യൻ ട്രൂപ്സ് ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ചില ഹെലികോപ്റ്ററും റിക്കസൻസിനും HADRനും ഒക്കെ നമ്മൾ ചില മിലിറ്ററി അല്ലെങ്കിലും നോർമൽ എയർക്രാഫ്റ്റ് ഇത് ഓടിക്കണമെങ്കിൽ ആര് വേണം, ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യക്കാർ വേണമായിരുന്നു. അപ്പൊ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങളെ തന്നെ ട്രെയിൻ ചെയ്താൽ മതി, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഇന്ത്യാസ് എന്ത് ചെയ്തു, നമ്മൾ വേറൊരു രാജ്യത്തിന്റെ സോവറിനിറ്റിയിൽ കയറി ഇടപെടുന്ന രാജ്യമില്ല, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇറങ്ങി. ഓക്കെ, ക്ലിയർ. അപ്പം അവിടുന്ന് ഇന്ത്യൻ ആർമി മാറിയിട്ട് അവിടെ ടെക്നിക്കൽ പേഴ്സണൽസ് ആ ഒരു സാധനം ചെയ്തു തുടങ്ങി. ക്ലിയർ. പക്ഷെ 24 കുറച്ചുകൂടെ റിലേഷൻസ് ബെറ്റർ ആയി. നമ്മളൊരു കറൻസി സ്വാപ്പ് അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു, ട്രഷറി ബില്ല് റോൾ ഓവർ ചെയ്തിട്ടുണ്ട്, ലൈൻസ് ഓഫ് ക്രെഡിറ്റ് 470 കോടിയിൽ നിന്ന് 600 ആക്കി. ഒന്നും എഴുതണ്ട കേട്ടോ, അറിഞ്ഞിരുന്നാൽ മാത്രം മതി. പിന്നെ കറൻസി സ്വാപ്പ്, ഇത് ഹോംവർക്ക് ചെയ്യുക, ഇപ്പൊ എനിക്ക് സമയമില്ല. കറൻസി സ്വാപ്പ് അഗ്രിമെന്റ് എന്തിനാ ചെയ്യുന്നത്, അതിന്റെ എഫക്ട്സ് എന്താണ്? ഓക്കെ, ഇന്ത്യക്ക് ഏതൊക്കെ രാജ്യവുമായിട്ട് കറൻസി സ്വാപ്പ് അഗ്രിമെന്റ് ഉണ്ട്? ചോദ്യം വരാട്ടോ. ഇതിനു മുമ്പ് UPIയുടെ ചോദ്യം വന്നു കളഞ്ഞു. അത് ഒരിക്കലും ആരും പ്രതീക്ഷിക്കത്തില്ല. ഏതൊക്കെ രാജ്യമായിട്ട് ഇന്ത്യ UPI, ഇപ്പൊ സിംഗപ്പൂർ, UP, മലേഷ്യ, അപ്പം UPIയുമായിട്ട് ഏതൊക്കെ രാജ്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്? പഠിക്കണം. പണ്ടത്തെ പാറ്റേൺ അല്ല, പാറ്റേൺ മാറുന്നതോറും ഞാൻ പഠിപ്പിക്കുന്ന രീതിയും മാറും. ഓക്കെ, ക്ലിയർ. പിന്നെ മാൽഡീവ്സ് നമ്മുടെ കയ്യിൽ നിന്നും കടം എടുത്തിട്ടുണ്ട്, അത് പയ്യെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെയും മാൽഡീവ്സിന്റെ ഒരു സന്ദർശനം നടന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് 4850 കോടി അല്ലെങ്കിൽ 550 മില്യൺ USD എന്ത് ചെയ്തിട്ടുണ്ട്, മാൽഡീവ്സിന് പുതിയ ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ടേംസ് സംസാരിക്കുകയാണ്. പിന്നെ UPI ബേസ്ഡ് ഡിജിറ്റൽ പേയ്മെന്റ് കോർപ്പറേഷൻ ടു ബി എക്സ്പാൻഡഡ്. ഓക്കെ, റുഫിയ ഡിജിറ്റൽ പേയ്മെന്റ് സ്കീം ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. ഇതെല്ലാം ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദ്യം വരാം. വെയിറ്റ് എ സെക്കൻഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മീറ്റിംഗിൽ 6 MOUs ആണ് സൈൻ ചെയ്തത്, 6 എണ്ണം. ഓക്കെ, അതൊന്നും ഒരു ചോദ്യമായിട്ട് വരില്ല. റിന്യൂവബിൾ എനർജി, ഫിഷറീസ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, മീറ്റിയോറോളജി, ഫാർമസ്യൂട്ടിക്കൽ, ഡിജിറ്റൽ സൊല്യൂഷൻസ്. ഓക്കെ, ഈ സെക്ടറിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു,
MOUs സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 6 എണ്ണം. ഓക്കെ, 6 സെക്ടേഴ്സ്. ഓക്കെ, പിന്നെ ഒരു വെലാന ഇന്റർനാഷണൽ എയർപോർട്ട്, ഇത് എവിടാണെന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതിന്റെ ഒരു ടെർമിനൽ ഉദ്ഘടിച്ചിരുന്നു. ഓക്കെ, അതിന്റെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം, ഇത് ഇന്ത്യ ബിൽഡ് ചെയ്തതൊന്നുമല്ല, അങ്ങനെ ചിന്തിക്കരുത്. അതിന് ഇന്നോഗ്രേഷൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോയി, ബട്ട് ഇന്ത്യ അല്ല നിർമ്മിച്ചത്. ഓക്കെ, ക്ലിയർ? അപ്പൊ വേൾഡ് ബാങ്ക് പറയുന്നുണ്ട് ഈ ടെർമിനൽ വന്നാൽ ഇവരുടെ എന്താ പറയാ ടൂറിസം ഗ്രോ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. IMF ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ റവന്യൂ ടാർഗറ്റ് 5 ബില്യൺ ആണ്. ഓക്കെ, 9% ടൂറിസ്റ്റ് അറൈവൽസ് കൂടിയിട്ടുണ്ട്. ടോപ്പ് സോഴ്സ് ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഇവർക്ക് ഒരു ട്രൈലാറ്ററൽ കോപ്പറേഷൻ ഇന്ത്യക്ക് ചെയ്യാവുന്നതാണ്, ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ്. ഓക്കെ, നെയ്ബർഹുഡ് പോളിസിയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ? മോദിയുടെ വിസിറ്റിന്റെ പ്രത്യേകത, ഫസ്റ്റ് ഹെഡ് ഓഫ് സ്റ്റേറ്റ് ടു വിസിറ്റ് മാൽഡീവ്സ് സിൻസ് മൊയ്സു ടുക്ക് ഓഫീസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ ആദ്യമായിട്ടാണ് മൊയ്സു അധികാരത്തിൽ വന്നിട്ട് ഒരു ഇന്ത്യൻ ഹെഡ് അവിടെ പോകുന്നത്. ക്ലിയർ? ഇതെല്ലാം ഒന്ന് നോക്കുക കേട്ടോ. ഇതിനകത്തൊന്നും ഇവരൊരു സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്തു. ഓക്കെ, ഫെലോ വോയേജേഴ്സിന്റെ പിക്ചറൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉഴപ്പി വിടുന്ന കേട്ടോ, മനഃപൂർവ്വം. നിങ്ങൾ വായിച്ച് നോയാൽ മതി. പിന്നെ ഒരു കാര്യം കൂടെ കാണുക ഇതിനകത്ത്, മാൽഡീവ്സിൽ വലിയ എമൗണ്ട് ഓഫ് ഇന്ത്യൻസും ഉണ്ട്. കാരണം അവിടുത്തെ ഡോക്ടേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ആഡ് കാണുന്നുണ്ടാവും, ടീച്ചേഴ്സിനെ ക്ഷണിക്കുന്ന കാര്യം. അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇതെല്ലാം ഇന്ത്യ ചെയ്യുമ്പോൾ ഇന്ത്യ ഏതൊരു ഐഡിയ അനുസരിച്ച് ഫോറിൻ പോളിസിയായിട്ട് ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ഇന്ത്യ സാഗർ ഡോക്ടർ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പഴയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ റീജിയൻ. ഇന്ത്യൻ ഓഷ്യനിൽ കോപ്പറേഷൻ ക്രീപ്പ് ചെയ്യാനും കേപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യാനും അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാനും എന്താണ് ഈ സാഗർ ഡോക്ടറിന് ഹെൽപ്പ് ആവും. 2015 ലോഞ്ച് ചെയ്തത്. ഇറ്റ് ഈസ് ഇന്ത്യാസ് മാരിടൈം പോളിസി. ഓക്കെ, ഫോർ ദ ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഇന്ത്യൻ ഓഷൻ മാത്രം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഓഷൻ ആണല്ലോ ഇന്ത്യയുടെ തട്ടകം. ഓൺലൈൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ സാഗർ എന്താണെന്ന്? ഇന്ത്യയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു മാരിടൈം പോളിസിയാണ്. ഓക്കെ, ഫോർ ഇന്ത്യൻ ഓഷൻ റീജിയൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പസഫിക്, ഇന്ത്യൻ, അറ്റ്ലാന്റിക്, ഇതെല്ലാം അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ബേസിക്സ്. ഓക്കെ, ഇറ്റ് എംഫസൈസസ് ഓൺ മാരിടൈം സെക്യൂരിറ്റി, ഇക്കണോമിക് ഇന്റഗ്രേഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് റീജിയൻ സ്റ്റെബിലിറ്റി. ഈ വാക്കുകളൊക്കെ ഒന്നും അറിഞ്ഞു വെച്ചേക്കണം, കാരണം പ്രിലിംസിൽ ഇങ്ങനെ തന്നെ ചോദിച്ചു കളയും. ഓക്കെ, എയിം എന്താണ്? ടു എൻഷ്യൂർ സേഫ് സീസ്, ഫോസ്റ്റർ ബ്ലൂ എക്കണോമി എമംഗ് ലിറ്റോറൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആ ചുറ്റുപറ്റിയുള്ള സ്റ്റേറ്റുകൾ. ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ നമ്മുടെ നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസിയുമായിട്ടും ഇതിനെ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചൈനയുടെ പോളിസിക്ക് ഒരു പ്രശ്നമുണ്ട്. ചൈന സീല് വളരെ അഗ്രസീവാണ്. സൗത്ത് ചൈന സീനിൽ അവൻ സ്ഥലം പിടിച്ചെടുക്കുന്നു, ഇത് എന്റെയാണെന്ന് പറയുന്നു. ന്യൂസിലൊരു സ്ഥലമുണ്ട്, നാളെ പഠിപ്പിക്കും, സ്കർബോറ ഷോട്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അഗ്രസീവ് പോളിസിയുടെ വിപരീതമാണ് നമ്മുടെ പോളിസി. നമ്മൾ എല്ലാവരുടെയും ഡെവലപ്മെന്റ്, അതിന്റെ പേര് തന്നെ എന്താ, സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇനിഷ്യേറ്റീവ്. അപ്പൊ 2015 നമ്മുടെ ഐഡിയ ഇതായിരുന്നു, പക്ഷെ നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തു. ഇപ്പോഴത്തെ ഡോക്ടറിനെ എന്താ കുറച്ചുകൂടെ വലുതാക്കിയ മഹാസാഗർ ഡോക്ടറിൻ. അപ്പൊ 2025 നമ്മൾ എന്ത് കൊണ്ടുവന്നു? മഹാസാഗർ ഡോക്ടർ. ഇനി മോദി ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് ഇതുപോലുള്ള ടേംസ് ഉപയോഗിക്കുക, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, മ്യൂച്വൽ ആൻഡ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് അക്രോസ് റീജിയൻ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് ഇന്ത്യൻ ഓഷൻ മാത്രമല്ല, ഇന്ത്യൻ ഓഷൻ താണ്ടി ഇൻഡോ പസഫിക്കിലേക്ക് കൂടെ കുറച്ച് കടക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? നിങ്ങൾ ഈ മാപ്പ് നോക്കിയാൽ ഇന്ത്യൻ ഓഷനിലെ ഈ ഒരു സൈഡിലേക്ക് കുറച്ചുകൂടെ വിട്ട് ഇതിനുണ്ട്. ഓക്കെ, സെയിം ആണ് സെക്യൂരിറ്റി, ട്രേഡ്, ഡെവലപ്മെന്റ് കോപ്പറേഷൻ ആൻഡ് മാരിടൈം പാർട്ണർഷിപ്പ് അക്രോസ് ദ ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞൊരു ഐഡിയ. ഓക്കെ, ദിസ് ഇസ് ഫോക്കസിങ് ഓൺ ഗ്ലോബൽ സൗത്ത്. ഓക്കെ, ഓക്കെ, ഇൻക്ലൂഡിങ് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് ഇൻഡോ പസഫിക്. മഹാസാഗർ ഡോക്ടറിൻ. അപ്പൊ ഇന്ത്യ ഇത്തിരി കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഐഡിയയിലാണ്. വി ഡോണ്ട് അസ്യൂം ഫിസിക്കൽ എക്സ്പാൻഷൻ. ഓക്കെ, റിലേഷൻഷിപ്പിന്റെ എക്സ്പാൻഷനും കോപ്പറേഷന്റെ എക്സ്പാൻഷനുമാണ് നമ്മൾ കാണുന്നത്. പ്രൊമോട്ട് ഇന്ത്യ ലെഡ് കോപ്പറേഷൻ ആൻഡ് കൗണ്ടർ ബാലൻസ് ചൈനാസ് ഇൻഫ്ലുവൻസ്. നമ്മുടെ ഇതിനകത്ത് ഇന്ത്യയിലുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ മഹാസാഗർ മൗറീഷ്യസിൽ വെച്ചാണ് ലോഞ്ച് ചെയ്തതെന്ന് ഓർക്കുക. ഇതും വന്നിട്ടുണ്ട് കേട്ടോ. ഏത് സ്ഥലത്ത് വെച്ചാണ്, ഏത് ഇവന്റിന്റെ ഇടയ്ക്കാണ്. ഇപ്പൊ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഏത് മീറ്റിംഗിലാണ് ലോഞ്ച് ചെയ്തതെന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ വെറുതെ അല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി പാറ്റേൺ അനുസരിച്ചാണ് പറഞ്ഞു തരുന്നത്. ഓൺലൈൻ എനി ഡൗട്ട് ഇല്ലോ? ഇനി ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മാൽഡീവ്സും ഇന്ത്യയുമായിട്ടുള്ള എക്സസൈസ് ആണ് എക്വിറിൻ എക്കത്ത. ഓക്കെ, ഇത് മിലിറ്ററി എക്സസൈസിന്റെ ഒരു PPT PDF ഞാൻ തരും, പക്ഷെ ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു പോകും. മിലൻ, സമൃദ്ധി, ഇത്. ഓക്കെ, അതുപോലെ USA ഉണ്ട്, മംഗോളിയമായിട്ട് നൊമാഡിക് എലിഫന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, മാൽഡീവ്സ് ഹാസ് ഓൾസോ ജോയിൻഡ് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവ് ആസ് എ ഫൗണ്ടിങ് മെമ്പർ. എന്താന്ന് പഠിക്കണം. കൊളംബോ സെക്യൂരിറ്റി എൻക്ലേവ്. ക്ലിയർ?
ഇനിയും എല്ലാ കാലത്തും മാൽഡീവ്സിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഓടി എത്തിയേക്കുന്ന ആരാ? ഇന്ത്യയാണ്. അത് 1988 LTTEയുടെ സഹായത്തോടെ അവരൊരു കൂ നടത്താൻ ശ്രമിച്ചു, ഗവൺമെന്റിനെ ഓവർത്രോ ചെയ്യാൻ. അന്നും ഇന്ത്യ ചെയ്തത്, ഹെൽപ്പ് ചെയ്തത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്പറേഷൻ കാക്ടസ്. ഓക്കെ, പിന്നെ സുനാമി വന്നു, അപ്പോഴും ഇന്ത്യയാണ് സഹായിച്ചത്. വെള്ളത്തിന്റെ ക്രൈസിസ് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഞാൻ മാൽഡീവ്സ് പോയപ്പോൾ അവിടെ ഏറ്റവും വില കൂടിയ ഒരു സാധനം വെള്ളമാണ്. എനിക്കൊന്ന് $1 ആയിരുന്നു തോന്നുന്നു വെള്ളത്തിന്റെ വില. അവിടെ $US എടുക്കും അവര്. അപ്പൊ വെള്ളം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ചില കപ്പലുകളെ അവിടെ വെച്ചിട്ട് റിവേഴ്സ് ഓസ്മോസിസ് വഴി നമ്മൾ അവിടെ വെള്ളം ഉണ്ടാക്കി കൊടുത്തു. അണ്ടർസ്റ്റുഡ്? അപ്പൊ അത്രത്തോളം സഹായിച്ചിട്ട്. അതിന് എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓപ്പറേഷൻ നീർ എന്നായിരുന്നു തോന്നുന്നു. ക്രോസ് ചെക്ക് ചെയ്തോ. ഓപ്പറേഷൻ കാക്ടസ് അവിടുത്തെ കൂവിനെ, മിലിറ്ററി കൂവിനെ നമ്മൾ പ്രിവെന്റ് ചെയ്തു. ഓപ്പറേഷൻ നീറാണ് അവർക്ക് നമ്മൾ വെള്ളം എത്തിച്ചു കൊടുത്തതിന്. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതാണ്. ഇതെല്ലാം എന്റെ മെമ്മറി എന്ന് പറയുന്നതാണ്. എന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് 5 വർഷമായി. അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ക്ലിയർ? പിന്നെ കോവിഡ് നടത്തിയപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? മാക്സിൻ മൈത്രി ഇനീഷ്യേറ്റീവ് വഴി നമ്മൾ മാൽഡീവ്സിനെ സഹായിച്ചിരുന്നു. ഓക്കെ, ക്ലിയർ? എനി ഡൗട്ട് ഇല്ലോ? അപ്പൊ നമ്മൾ 3 രാജ്യം തീർത്തു. ടോട്ടൽ 4: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് മാൽഡീവ്സ്. ഇപ്പൊ നമ്മൾ നേപ്പാളിലൂടെ കവർ ചെയ്യുന്നു. നാളെ ശ്രീലങ്ക, ഭൂട്ടാൻ, മിയൻമാർ ആൻഡ് ചൈന. അതോടെ നിങ്ങളുടെ ബയലാറ്ററൽ തീർന്നു. ജാനുവരി കഴിഞ്ഞ് പുതിയതായിട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ ഐദർ ഒറ്റ ക്ലാസ്സിൽ നമ്മൾ അതെല്ലാം കൂടെ അങ്ങ് തീർക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? PDF തരും. ഓക്കെ, ക്ലിയർ? ഇതൊക്കെ റിവൈസ് ചെയ്യണം കേട്ടോ. ഇനി നേപ്പാളിന്റെ ഒരു അവസ്ഥ എന്താ? നേപ്പാൾ ഏതൊക്കെയാ ബോർഡറുകൾ? ഓൺലൈൻ നിങ്ങൾക്ക് നോക്കാം. ഉത്തരാഖണ്ഡ് ഉണ്ട്. ഓക്കെ, ദെൻ ഉത്തർപ്രദേശ് ഉണ്ട്, ബീഹാർ ഉണ്ട്, സിക്കിം ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്. ഓക്കെ, സിക്കിം ഉണ്ട്. യു ക്യാൻ സീ ഓൾ ദ ബോർഡേഴ്സ്. ഈ ബോർഡേഴ്സ് ഒന്ന് അറിഞ്ഞു വെക്കണേ. ഇനി നേപ്പാളുമായിട്ടുള്ള ഒരു അവസ്ഥ എന്താ? നേപ്പാൾ ഇനീഷ്യലി നമ്മളുമായിട്ട് സിവിലൈസേഷണൽ കണക്ട് ഉള്ളതാണ്. ബുദ്ധൻ ജനിച്ച സ്ഥലം ലുംബിനി നേപ്പാളിലാണ്. ഓക്കെ, ക്ലിയർ? ഗൂർഖകളാണ്. ഈ ഗൂർഖകളും നേപ്പാളിലെ ഒരു അഗ്രസീവ് പവർ ആയിരുന്നു. ഓക്കെ, ദേവർ എക്സ്പെൻഡ്. ശരിക്കും പറഞ്ഞാൽ ഗൂർഖ ബ്രിട്ടീഷ് ആ യുദ്ധം, ബ്രിട്ടീഷ് നേപ്പാൾ വാർ നിങ്ങളുടെ മോഡേൺ ഹിസ്റ്ററി പഠിക്കാനുണ്ടാവും. കാരണം എന്താ? മുകളിൽ നിന്ന് ഗൂർഖകൾ എക്സ്പാൻഡ് ചെയ്യുന്നു, അടിയിൽ നിന്ന് ബ്രിട്ടീഷ് എക്സ്പാൻഡ് ചെയ്യുന്നു, ക്ലാഷ് ആയി. ആ വാറിനെ പറ്റി ഒന്നും എനിക്കിപ്പോ പഠിപ്പിക്കാൻ സമയമില്ല. വാറിന്റെ ഒരു ലീഡർ ഉണ്ട് അവരുടെ. ആ പേരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് ചോദിക്കുക. ഓക്കെ, ദർ ഇസ് എ പേഴ്സൺ. അവരുടെ മേജർ ഒരു ഇതുണ്ട്, ഗൂർഖ പവർ വളർത്തിയ ഒരു റൂളർ ഉണ്ട്. അത് ആരാന്നൊന്നും നോക്കിയാൽ 2 ലൈൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പൊ നേപ്പാള് കുറെ കാലത്തോളം ഒരു ഹിന്ദു കിങ്ഡം ആയിരുന്നു. ഇറ്റ് വാസ് എ ഹിന്ദു കിങ്ഡം. പക്ഷെ പിന്നീട് അവിടെ പ്രശ്നങ്ങൾ നടക്കുന്നു. ഇന്ത്യയും നേപ്പാളുമായിട്ട് ആദ്യം തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി ഉണ്ട്. പിന്നെ അവിടെയും പ്രൈം മിനിസ്റ്റർ വന്ന് മാറുന്നതനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? റിലേഷൻസിന് വ്യത്യാസമുണ്ട്. നേപ്പാളിൽ പലരും റൂൾ ചെയ്തിട്ടുണ്ട്. റാണകളുടെ റൂള് വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് IR ക്ലാസ്സിൽ പറഞ്ഞു തരേണ്ട കാര്യമാണ്. എനിക്കിവിടെ ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ പിന്നീട് അവിടെ എന്ത് വന്നു? രാജഭരണം മാറ്റാൻ വേണ്ടി മൂവ്മെന്റ് വന്നു. മാവോയിസ്റ്റുകൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അവിടെ രാജാവ് ഡെമോക്രസി സമ്മതിച്ചു. പക്ഷെ അവിടെയും പല ഫാക്ഷൻസ് ഉണ്ട്. മാവോയിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്. രണ്ടും അതിനകത്ത്. പിന്നെ നേപ്പാളി കോൺഗ്രസും ഉണ്ട്. ഇപ്പൊ പ്രചണ്ഡ എന്നുള്ള വ്യക്തി നിങ്ങൾ കാണുന്നു. KP ശർമ്മ ഒലി ഉണ്ടാവും. അതുപോലെ സുശീൽ എന്ന് പറയുന്ന വ്യക്തി നേപ്പാളി കോൺഗ്രസിന്റെ, കൊയ്രാള എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചേരുന്ന ഡിഫറെന്റ് ഫാക്ഷൻസ് അവിടെയുണ്ട്. ഇവിടെയും ആരൊക്കെ പിടിമുടുക്കാൻ നോക്കുന്നുണ്ട്? യുവർ ചൈന ആൻഡ് യുവർ USA എല്ലാരും പിടിമുറുക്കാൻ നോക്കുന്നു. ഈ ഒരു ഇവിടെ ജൻസീർ കലാപം നടന്നപ്പോഴും ചിലർ പറയുന്നു US ആണ് ഇളക്കി വിട്ടതെന്ന് ചിലർ പറയുന്നുണ്ട്. അപ്പൊ നേപ്പാൾ ചൈന കണക്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇന്ത്യയുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നേരെ ചൈനയിലേക്ക് ഒന്ന് ചായും. ചൈനയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ നേരെ ഇന്ത്യയിലേക്ക് ഒന്ന് ചായും. അപ്പൊ അവര് ബാർഗെയിനിങ് ചിപ്പായിട്ട് ഉപയോഗിക്കും. പക്ഷെ ചൈനയോടൊപ്പം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൈസയുടെ കാര്യത്തിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം ചൈനയുടെ എക്കണോമി നമ്മളെക്കാൾ ഒത്തിരി വലുതാണ്. ദേ ആർ ഹാവിങ് ഡീപ്പർ പോക്കറ്റ്സ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സിവിലൈസേഷൻ കണക്ട് അത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ അവിടെ ബിഗ് ബ്രദർ കളിക്കാതിരിക്കുക മാക്സിമം. അവരുടെ സോവറിനിറ്റി റെസ്പെക്ട് ചെയ്ത് അവർക്ക് എന്താ പറയുക, നമ്മൾ റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള ഫീലിംഗ് ഉണ്ടാകുന്നു. കാരണം നേപ്പാളിന്റെ കേസിൽ നേപ്പാളിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഒരു ഭരണഘടന വരാൻ പോയി. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നേപ്പാളിൽ താരൂസും മദേശി അങ്ങനെ പല ഗ്രൂപ്പുകളുണ്ട്. മദേശി ഗ്രൂപ്പും ഇന്ത്യയായിട്ട് കണക്ഷൻ ഉണ്ട്. ദേ ആർ പ്ലെയിൻ പീപ്പിൾ. അപ്പം നമ്മൾ ജനറലി പറയുന്നത് റോട്ടി ബേട്ടി ക സംബന്ധമാണ്. അതായത് മദേശികളിലേക്ക് നമ്മുടെ അവിടുന്ന് ഈ ബോർഡർ ഏരിയ ബീഹാറിൽ നിന്നൊക്കെ സ്ത്രീകളെ അങ്ങോട്ടും കല്യാണം കഴിച്ചു വിടും, തിരിച്ച് ഇങ്ങോട്ടും കല്യാണം കഴിച്ചു വിടും. അതുകൊണ്ട് റോട്ടി ബേട്ടി ക സംബന്ധം എന്ന് പറയും. അത്രയും ഇതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇൻഡയറക്ട്ലി? ഇത് നിങ്ങൾ പേപ്പറിൽ എഴുതരുത്. നമ്മൾ നേപ്പാളിന്റെ ഇന്റേണൽ അഫയേഴ്സ് കയറി ഇടപെട്ടു. മദേശികൾക്ക് റെപ്രസെന്റേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ പറയപ്പെടുന്നത് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമൽ ബ്ലോക്കേഡ് തന്നെ നടത്തി.
സാധനങ്ങൾ കടത്തിവിടാതിരുന്നു കഴിഞ്ഞാൽ, മതേശികളുടെ സപ്പോർട്ടോടെ സാധനങ്ങൾ കടത്തിവിടാതിരുന്നാൽ ഈ നേപ്പാളിൽ പ്രശ്നമാവും. അങ്ങനെ അവർക്ക് പ്രശ്നമായി. അത് പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നേപ്പാളിന്റെ സൈക്കി ഇന്ത്യക്കെതിരെ തിരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു എർത്തേക്ക് വന്നപ്പോൾ ഏറ്റവും ആദ്യം ഓടിച്ചെന്ന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആരാ? നമ്മൾ തന്നെയാണ്. നേപ്പാളിലെ ഗൂർഖകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ ആർമിയിൽ വർക്ക് ചെയ്യാം, ഗവൺമെന്റ് ജോബ്സിലും ചെറുതിനായിട്ട് ഇതുണ്ട്. പിന്നെ അവരുടെ ജനറൽസിനെ നമ്മളും ജനറൽസ് ആയിട്ടാണ് അംഗീകരിക്കുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്, കുറെ അധികം റെസ്ട്രിക്ഷൻസ് കുറവുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത്രയും നല്ല ബന്ധമാണ്. പക്ഷെ ഈ ഇടയ്ക്ക് എന്താ പറ്റിയേ? ജെൻസി പ്രക്ഷോഭം ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്, അവിടെയും നടന്നു. ഇതിന്റെ കാര്യങ്ങൾ പലതാണ്. എക്കണോമിക് ആൻഡ് സോഷ്യൽ ക്രൈസിസ്, പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട്. അതായത് നിങ്ങൾ നോക്കിയേ, 90-ന് ശേഷം 30 ഗവൺമെന്റ് വന്നിട്ടുണ്ട് മാറി മാറി. ഇവരെന്ത് ചോദിച്ചാൽ ഇവരെല്ലാം അലയൻസ് വരും. ഇടയ്ക്ക് നേപ്പാളി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അലയൻസ് വരും, ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റും മാവോയിസ്റ്റും അലയൻസും വരും, ഇടയ്ക്ക് മാവോയിസ്റ്റും കോൺഗ്രസും അലയൻസ് വരും. അപ്പൊ ഈ ഭരിക്കുന്ന ആൾക്കാർക്ക് ഒരേ ഉദ്ദേശമുള്ളൂ, എന്റെ ഭരണം നിലനിർത്തണം, ജനങ്ങളെ ഇവർ നോക്കില്ല. അപ്പൊ നിങ്ങൾ നോക്കി, ഇൻസ്റ്റബിലിറ്റിയാണ്. 30 ഗവൺമെന്റ്സ്, 13 പ്രൈം മിനിസ്റ്റേഴ്സ്, വെറും 35 വർഷം കൊണ്ട് ഇത്രത്തോളം വന്നു. ഇതൊന്നും നിങ്ങൾ പഠിക്കണ്ട, ക്ലിയർ? അപ്പം ലീഡേഴ്സ് ഞാൻ പറഞ്ഞ പോലെ, ഞാൻ സ്ലൈഡ് നോക്കിയില്ല, അൺഎത്തിക്കൽ അലയൻസ് വെർ പ്രിഫേർഡ് ഓവർ ഗവർണൻസ്. ഭരണത്തെക്കാട്ടി കൂടുതൽ ഇവർ ഈ കാര്യങ്ങളിലൊക്കെ നോക്കി. 2008 അതിന് റിപ്പബ്ലിക് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞിട്ട് തന്നെ എത്ര ഗവൺമെന്റ് വന്നിട്ടുണ്ട്? 14 ഗവൺമെന്റ്, 7 കോൺസ്റ്റിറ്റ്യൂഷൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഇതിന്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ എന്തുകൊണ്ടാണ് ഇത് പറയണോ ഞാൻ? പാകിസ്ഥാന്റെ ഒരു കാര്യം മെയിൻസ് ആണ്, ഞാൻ പഠിപ്പിക്കുന്ന ശൈലി അതായതുകൊണ്ടാണ്. പാകിസ്ഥാനിൽ എന്തുകൊണ്ടായി മിലിറ്ററി സ്ട്രോങ് ആയെന്നറിയാമോ? ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലായ്മ കൊണ്ടാണ്. കാരണം ഇന്ത്യക്ക് ഭരണം, ഈ ഫ്രീഡം കിട്ടിയപ്പോൾ തന്നെ ചിലർ പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. ഒരു ക്രിറ്റിസിസം നിങ്ങൾ ലക്ഷ്മികാന്ത് ഒക്കെ നോക്കുമ്പോൾ പഠിക്കും. ചിലർ പറയും സമയം എടുത്തു എന്നും പറയാറുണ്ട്. 2 ക്രിറ്റിസിസം ലക്ഷ്മികാന്തിക്കാണ്. പക്ഷെ നമ്മൾ ആ പെട്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത് കൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. ഈ ഭരണം എങ്ങനെ കൊണ്ടുപോകണം, മിലിറ്ററി എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ അത് പരിഹരിക്കണം, എല്ലാം ഇന്ത്യക്ക് അറിയാമായിരുന്നു. ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോയി. ചർച്ചിലിനെ പോലെ പലരും പറഞ്ഞത് ഇന്ത്യ വൺസ് വി ഫെൽ എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഡെമോക്രസി ആയ രാജ്യമാണ്, എല്ലാവർക്കും വോട്ടവകാശം കൊടുത്തു. ഇത് നിൽക്കില്ല. എനിക്ക് തോന്നുന്നു ഐവർ ജെന്നിങ്സ് ആണെന്ന് തോന്നുന്നു ശ്രീലങ്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഹെൽപ്പ് ചെയ്ത്. അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കില്ല, എല്ലാം തീരുമെന്ന് വിചാരിച്ചു, പക്ഷെ നിന്നു. പാകിസ്ഥാന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ 50s കഴിഞ്ഞ് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നത്തിന് സൊല്യൂഷൻ ആയിട്ട് ആദ്യം കണ്ടെത്തുന്നത് സിവിലിയൻ ഗവൺമെന്റ് അല്ല, പാകിസ്ഥാനി ആർമിയാണ്. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്തു? പാകിസ്ഥാൻ ആർമിക്ക് ഒരു ഇമേജ് ഉണ്ടായി. പാകിസ്ഥാന് സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ഇല്ല. ഇത് IR പഠിപ്പിക്കുന്നത് ഞാൻ ഫിലോസഫിക്കലായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞ പാകിസ്ഥാന്റെ ആർമി ഒരു കാര്യം കൂടെ കാണിച്ചു തുടങ്ങി, വി ആർ യുവർ പ്രൊട്ടക്ടേഴ്സ്, ഞങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യ നിങ്ങളെ അടിക്കും. പിന്നെ പാകിസ്ഥാനിലെ ആർമി തൊപ്പി മുതൽ ഐസ്ക്രീം വരെ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ അവിടെ എന്തായി? ഒരു ഡീപ് സ്റ്റേറ്റ് ആയി. അവർക്ക് ആദ്യമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, അവിടെയും പല കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആദ്യമേ ഒരു പ്രോപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ സിവിലിയൻ കൺട്രോൾ കണ്ടേനെ. പാകിസ്ഥാനെ വിളിക്കുന്നത് എന്താ? സ്റ്റേറ്റ് വിത്ത് ആൻ ആർമി എന്നല്ല, ആർമി വിത്ത് സ്റ്റേറ്റ് എന്നാണ് പാകിസ്ഥാനെ വിളിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്തത്. പിന്നെ ഒന്ന് ഓർത്തിരിക്കുക, ദേ ആർ ക്ലാസിഫൈഡ് ആസ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി. പലരും ഇവര് ഡെവലപ്പിംഗ് കൺട്രി, ഇവർ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ് അക്കോർഡിംഗ് ടു ദി UN. അതൊന്ന് ഓർത്തിരിക്കുക. ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ റെമിറ്റൻസ്. ഓർത്തിരിക്കുക, ട്രെൻഡ് ചോദിക്കാം. നേപ്പാൾ ഏറ്റവും ഡിപ്പെൻഡന്റ് ആവുന്നതാണ്. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 12%, അതിൽ യൂത്ത് 22.7%. മൈഗ്രേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, 56% ഓഫ് അബ്സെന്റീസ് ആർ യൂത്ത്. ഓക്കെ, വളരെ റെമിറ്റന്റ് ഡിപ്പെൻഡന്റ് ആയ എക്കോണമിയാണ്. Sir, audible അല്ല sir.
സ്റ്റുഡൻസ് ഇപ്പൊ ഓഡിബിൾ ആണോ? ആം ഐ ഓഡിബിൾ? യെസ് സർ ഓഡിബിൾ ആണ്. ഇത് എപ്പോ തൊട്ടാ നിങ്ങൾ കേൾക്കാതിരുന്നത്? അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ ആ സമയം മുതലാണ് കേൾക്കാതിരുന്നത്, ബാക്കി ഓഡിബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓഡിബിൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓഡിബിൾ? യെസ് സർ ഓഡിബിൾ ആണ്. ഓക്കെ, സ്ലൈഡോ? സ്ലൈഡ് വിസിബിൾ ആണോ? യെസ് Yes, വിസിബിൾ sir. ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നോക്കി ഇനിയും നേപ്പാളില് KP ശർമ്മ ഓലി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ബട്ട് അവസാനം അവിടുത്തെ മുൻ ചീഫ് ജസ്റ്റിസ് ആയ സുശീല ഗർഗെ ആരായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു? പ്രൈം മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഷീ വാസ് ഓൾസോ ദ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് നേപ്പാൾ. അതുപോലെ തന്നെ ഇപ്പോ പ്രൈം മിനിസ്റ്ററുമായി. ഓക്കെ, ഇനി നമ്മൾ തമ്മിലൊരു ട്രാൻസിറ്റ് ട്രീറ്റി ഉണ്ട്. ഇതിന്റെ മാപ്പ് എനിക്ക് ഇടാൻ പറ്റിയില്ല, ബട്ട് നമ്മൾ ആ ട്രീറ്റി അമെൻഡ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ട്രൈങ് ടു മേക്ക് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ് സ്മൂത്ത് ബിറ്റ്വീൻ ദ ഏരിയാസ്. അപ്പൊ റെയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൈറ്റ് ഇൻക്ലൂഡിംഗ് ബർക്ക് കാർഗോ ബിറ്റ്വീൻ ജോഗ്ബനി ഇൻ ഇന്ത്യ ആൻഡ് വിരാട് നഗർ ഇൻ വിരാട് എന്നുള്ളത് അവര് വിരാട് എന്നാ പറയും, നേപ്പാൾ. ഓക്കെ, ഇതൊക്കെ ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണെന്നോടൊന്ന് നോക്കിക്കോട്ടോ. പിന്നെ മേജർ ട്രാൻസിറ്റ് കോറിഡോർസ് അറിയാം, കൊൽക്കത്ത ജോഗ്ബനി, കൊൽക്കത്ത നൗട്ടൻവ, വിശാഖപട്ടണം ആൻഡ് നൗട്ടൻവ. ഈ ലൊക്കേഷൻസ് ഒന്ന് നോക്കോട്ടോ. ഗോ ഡു യുവർ മാപ്പ് വർക്ക്. ഓക്കെ, ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു. ഓക്കെ, നടക്കുമ്പോ ചൈന എന്ത് ചെയ്തു? എക്സ്ക്യൂസ് മീ സർ, ജെൻസി തൊട്ട് ആ ഒരു സ്ക്രീനാണ് വിസിബിൾ ആയി നിൽക്കുന്നത് കേട്ടോ. ജസ്റ്റ് എ സെക്കൻഡ്, ജസ്റ്റ് എ സെക്കൻഡ്, ഐ വിൽ ചേഞ്ച് ഇറ്റ്. ഒറ്റ സെക്കൻഡ്. ഇപ്പൊ നിങ്ങളുടെ സ്ലൈഡ് പോയില്ലേ? യെസ് സർ, പോയി. ഇപ്പൊ ക്ലിയർ അല്ലേ? മതി, ഇത് മതി. Yes, clear ആണ്. ഓഡിബിൾ അല്ലേ സ്റ്റുഡൻസ്? ഓഡിബിൾ Clear അല്ലേ? ക്ലിയർ ആണ്, ഓഡിബിൾ ആണ്. ഓക്കെ, ക്ലിയർ. ഇനിയും നമ്മൾ പറഞ്ഞു ഇടയ്ക്ക് ചൈന ആൻഡ് ഇന്ത്യ ആ ഒരു റിലേഷൻ ബെറ്റർ ആവുന്ന ഒരു പൊസിഷന് വന്നപ്പോ എന്ത് ചെയ്തു അവര്? ഞാനിത് ചൈന പഠിപ്പിക്കുമ്പോഴായിരിക്കും കൂടുതൽ പറയുന്നത്. മാൻസവരോവർ യാത്രയ്ക്ക് വേണ്ടി അവര് ട്രേഡ് റൂട്ട് പല റൂട്ടുകളും എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. അപ്പൊ ലിപുലേഖ് പാസിലൂടെയും ഈ പറയുന്ന കണക്ഷൻ ഓക്കെ ആയി. പക്ഷെ ഇതിനെ ആര് ഒബ്ജക്ട് ചെയ്തു? നേപ്പാൾ ഒബ്ജക്ട് ചെയ്തു. നേപ്പാൾ പറയുന്നു ഈ ലിപുലേഖ് പാസിന്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെയാണ്. പക്ഷെ ശരിക്കും പറഞ്ഞ വാട്ട് ഹാപ്പൻഡ്, ചൈന അവരെ വഴക്ക് പറഞ്ഞു. അങ്ങനെ പുറത്ത് നമുക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ചൈന പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ നേപ്പാൾ എന്ത് ചെയ്തില്ല, പിന്നെ അധികം അനങ്ങിയില്ല. ഇത് ഈ വർഷത്തെ കറണ്ട് അഫയർ. കഴിഞ്ഞ വർഷം ഒരു കറണ്ട് അഫയർ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ മാപ്പിൽ പെടുന്ന ചില സ്ഥലങ്ങൾ നേപ്പാൾ സ്വന്തം മാപ്പിൽ പെടുത്തി. ഇത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയർ. പക്ഷെ അതുകൊണ്ട് എന്താണ് നമുക്ക് ഈ ലൊക്കേഷൻ എല്ലാം നമ്മളെ സംബന്ധിച്ചോളം എന്താവും? ദി ലൊക്കേഷൻസ് ബിക്കെയിം ഇമ്പോർട്ടന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ലിപുലേഖ് അല്ലേ? ലിപുലേഖിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാലാപാനിയും കാണാം. ഓക്കെ, ക്ലിയർ? ഈ ഒരു ലൊക്കേഷൻ കാണാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് ആരോ ആണ്, ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ധാരാചുള്ളയും കാണാം. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ലിപുലേഖ് പാസ് ഈസ് എ ഹിമാലയൻ പാസ് സിറ്റുവേറ്റഡ് ഇൻ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നൂടെ പറഞ്ഞിട്ടുണ്ട്? പിത്തോഗഡ് ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡ്. കറക്റ്റ് ലൊക്കേഷൻ ഈ മാപ്പിലുണ്ട്. ലിപുലേഖ് എവിടാണ്? ഉത്തരാഖണ്ഡിലാണ്. അതായത് നേപ്പാളിന്റെ ബോർഡർ നിങ്ങൾക്ക് കാണാമോ? ഇത് നേപ്പാളിന്റെ ബോർഡർ അല്ലേ? ബോർഡറിന്റെ അടുത്ത് ഉത്തരാഖണ്ഡിലാണ് കിടക്കുന്നത്. ക്ലിയർ? എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് ഐ വിൽ ചൂസ് ലേസർ പോയിന്റർ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ലിപുലേഖ് പാസ്? അപ്പൊ ഇന്ത്യ നേപ്പാൾ ബോർഡറിലല്ലേ ഇത് കിടക്കുന്നത്? സ്റ്റുഡൻസ്, ഈ ലേസർ പോയിന്റർ കാണാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു സീ ദ ലേസർ പോയിന്റർ? ഓക്കെ, അപ്പം ഇവിടാണ്. ഇനി ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നേപ്പാൾ എന്താ ആഗ്രഹിക്കുന്നത്? ഇങ്ങോട്ട് മാറുന്നുണ്ടല്ലോ, ഈസ്റ്റിലേക്ക്, വെസ്റ്റിലേക്ക്. ഈ സ്ഥലങ്ങളും അവന്റെ ആണെന്ന ഒരു ഐഡിയ അവനുണ്ട്. ഓക്കെ, ബട്ട് വി ആർ നോട്ട് അലൗവിങ് ഇറ്റ്. അപ്പൊ ഈ ലിപുലേക്ക് കിടക്കുന്ന ഒരു ട്രൈ ജംഗ്ഷനില്ല. ഇവിടെ നേപ്പാൾ, ഇവിടെ ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ്, ഈ മേളത്തെ ഭാഗം ടിബറ്റ്. ഓക്കെ, ടിബറ്റ് ചൈനയുടെ ആണ്. ഇപ്പോ ചൈന പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോ ഇങ്ങനെ പറയാം, ട്രൈ ജംഗ്ഷൻ ഓഫ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ആൻഡ് ടിബറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കറക്റ്റാ.
ട്രൈജങ്ഷൻ ഓഫ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ആൻഡ് ചൈന എന്ന് എഴുതിയാൽ കറക്റ്റാ. കാരണം ടിബറ്റ് ഓട്ടോണമസ് റീജിയൻ ഇസ് അണ്ടർ ഹൂം? അണ്ടർ ചൈന. അണ്ടർസ്റ്റുഡ്? ക്ലിയർ? Lipu Lake is strategically important to India as it provides access to Tibet and serves as a key route for Kailash Mansarovar Yatra. Clear? Clear? The pass is near to the trading town of Taklakot or Purang. ഇതോട് ഓർത്തിരിക്കട്ടോ. ഇത് ആ മാപ്പിൽ ഇല്ല, പക്ഷേ ഈ സ്ഥലം ഓർത്തിരിക്കുക. തക്ലാക്കോട്ട് പൂരങ് എന്ന് പറഞ്ഞാൽ ടിബറ്റിലുള്ള ഡിസ്ട്രിക്റ്റ് ആണ്. ഹാസ് ബീൻ യൂസ്ഡ് ഇൻ ഏൻഷ്യൻ ടൈംസ് ബൈ ട്രേഡേഴ്സ്. മെൻഡിക്കൻസ് എന്ന് ഞങ്ങൾക്ക് അറിയാം, ഈ ഭിക്ഷാം ദേവി പോലെ അതുപോലുള്ള ആൾക്കാർ, ആൻഡ് പിൽഗ്രിംസ് ഒക്കെ ഫിലോസഫിയിലായിട്ടുള്ള ആൾക്കാർ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ബൈ പിൽഗ്രിംസ് ഫോർ കൈലാഷ് മാൻസരോവർ യാത്ര. അപ്പൊ ഈ പിത്തോർഗഡ് ഡിസ്ട്രിക്റ്റിൽ, അതായത് നേപ്പാളിന്റെ വെസ്റ്റേൺ സൈഡിൽ ഉത്തരാഖണ്ഡ് ബോർഡറിലാണ് എന്തുള്ളത്? ലിപു ലേക്ക് പാസ് ഉള്ളത്. അതിന്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു. നേപ്പാളിന്റെ പ്രശ്നം എന്താ? നേപ്പാൾ ഈ ഭാഗങ്ങളും അവന്റെ ആണെന്ന് പറയുന്നുണ്ട് കുറച്ചുകൂടെ. ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പ്രശ്നം തുടങ്ങുന്നത്, ഇതിനെ നമ്മൾ കാലാപാനി ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത്. Okay, Kalapani is the largest territorial dispute between Nepal and India and is a tri-junction between India, Nepal and Tibet. Kalapaniയുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പണ്ട് ബ്രിട്ടീഷ് ഇന്ത്യ ഹാഡ് എ വാർ വിത്ത് നേപ്പാൾ. അത് കഴിഞ്ഞൊരു ട്രീറ്റി വന്നു, ട്രീറ്റി ഓഫ് സഗോളി. ട്രീറ്റി ഓഫ് സഗോളി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ട്രീറ്റി ഓഫ് സഗോളി. ഓക്കെ, ബ്രിട്ടീഷ് നേപ്പാൾ വാർ, ആംഗ്ലോ നേപ്പാൾ വാർ എൻഡ് ചെയ്യുന്ന ട്രീറ്റി ഓഫ് സഗോളിയിലാണ്. ഈ സഗോളി അനുസരിച്ച് ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബോർഡറിനെ എങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്യും? കാലി നദിയുടെ ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ്. കാലിയുടെ ഈസ്റ്റ് ഇന്ത്യയും ഈസ്റ്റ് നേപ്പാളും വെസ്റ്റ് ഇന്ത്യ എന്നുള്ളൊരു ഐഡിയ. ഓക്കെ, അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ബൗണ്ടറി മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പൊ ഇവിടെ എന്താ? ദ ട്രീറ്റി ഓഫ് സഗോളി ബിറ്റ്വീൻ ബ്രിട്ടീഷ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആൻഡ് ദെൻ ദ നേപ്പാളി ഗൂർഖ റൂളേഴ്സ് ഡിമാർക്കേറ്റഡ് ഉത്തരാഖണ്ഡ് കുമോൺ വിത്ത് റിവർ കാലി. കാലിയാണ് ബേസ് പോയിന്റ്. പക്ഷെ പ്രശ്നം എന്താ? കാലി എവിടെ തുടങ്ങുന്നതെന്ന് ഇന്ത്യയുടെ അഭിപ്രായം വേറെയും നേപ്പാളിന്റെ അഭിപ്രായം വേറെയാണ്. അപ്പൊ ശരിയാണ്, സിഗോളി അനുസരിച്ച് കാലി റിവർ ആണ് ഇന്ത്യ നേപ്പാളിനെയും വേർതിരിക്കുന്നത്. പക്ഷെ കാലി റിവർ എവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ രണ്ടുപേർക്കും രണ്ട് ഐഡിയയാണ്. അണ്ടർസ്റ്റുഡ് ഓൺലൈൻ സ്റ്റുഡൻസ്? ക്ലിയർ ആണോ ഇത്? ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഡിസഗ്രിമെന്റ് ഈസ് ഓവർ ദ ഒറിജിൻ ഓഫ് കാലി. ഇന്ത്യ പറയുന്നത് എന്താ? നേപ്പാൾ പറയുന്ന കേൾക്കാം. നേപ്പാൾ കൺസിഡേഴ്സ് റിവർ വിച്ച് ഫ്ലോസ് ടു വെസ്റ്റ് ഓഫ് കാലാപാനി ആസ് ദ മെയിൻ റിവർ കാലി, ഒറിജിനേറ്റിംഗ് ഐദർ ഫ്രം ലിംബിയാതുര ഓർ നിയർ ബൈ ലിപു ലേക്ക് പാസ്. അപ്പൊ ഇത് നോക്കുക, നേപ്പാൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഇന്ത്യ കാണുന്നത് ഇതാണ്, കാലി റിവറിന്റെ ഒറിജിൻ ഇവിടെ ആണെന്നാണ്. നമ്മുടെ നേപ്പാൾ പറയുന്ന അല്ല, ഇങ്ങോട്ട് പോയി ഇവിടെ എവിടെങ്ങാണ്ടാണ് കാലി ഒറിജിൻ ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നേപ്പാൾ ഇത്രേ ഉള്ളൂ, അവരുടെ ആഗ്രഹം ഇതുകൂടെ അവരുടെ ആവണമെന്ന്. അവർ പറയുന്നത് കാലി തുടങ്ങുന്നത് ലിംബിയാതുരയിലോ ലിപു ലേക്കിലോ ഒക്കെയാണ്. ഇന്ത്യ പറയുന്ന അല്ല, ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഇവിടം തൊട്ട് നേപ്പാളും ഇവിടം തൊട്ട് ഇന്ത്യ ആയിരിക്കും. നേപ്പാൾ പറയുന്നത് എന്താ? അല്ല, ഇവിടെ അല്ല കാലാപാനി, ഈ കാലാപാനിയിലല്ല തുടങ്ങുന്നത്, കാലി റിവർ തുടങ്ങുന്നത് ലിംബിയാതുരയിലോ ലിപു ലേക്ക് പാസിലോ ആണെന്നാണ്. അപ്പം പെർസെപ്ഷൻ ഡിഫറൻസ്. ഓക്കെ, നിങ്ങൾക്ക് വായിക്കാം. നേപ്പാൾ കൺസിഡേഴ്സ് ദ റിവർ ഫ്ലോസ് ടു ദ വെസ്റ്റ് ഓഫ് കാലാപാനി ആസ് ദ മെയിൻ റിവർ, ഒറിജിനേറ്റിംഗ് ഐദർ അറ്റ് ലിംബിയാതുര ഓർ നിയർ ലിപു ലേക്ക് പാസ്, അല്ലെങ്കിൽ വെസ്റ്റ് ഓഫ് കാലാപാനി. ഇന്ത്യ പറയുന്നത് കാലാപാനിയിലാ തുടങ്ങുന്നത്, ഇന്ത്യ പറയുന്നത് ഇവിടെ തുടങ്ങുന്നതെന്നാണ്. ഓക്കെ, ഇവിടം തൊട്ട് ഇന്ത്യ, ഓക്കെ, ഇവിടം തൊട്ട് നേപ്പാൾ പറയുന്ന അല്ല, ഇവിടം തൊട്ടേ കാലി റിവർ തുടങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെ ആഗ്രഹത്തിൽ ഇതെല്ലാം എവിടെ ആർക്ക് വേണമെന്നാണ്, നേപ്പാളിന് വേണമെന്ന്. അണ്ടർസ്റ്റുഡ് ദിസ്? ഓക്കെ, മാപ്പുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും പല മാപ്പിലും, ബട്ട് ഹാവ് എൻ ഐഡിയ. ഓക്കെ, ഞാൻ ഇവിടെ പല മാപ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഈ മാപ്പിൽ ഇറ്റ് ഇസ് വെരി ക്ലിയർ. ഓക്കെ, ലിപു ലേക്ക് എവിടെയാണെന്നുള്ളതും കാര്യങ്ങളും. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ഐഡിയയും ഞാൻ കാണിച്ചു തന്നു. ഇന്ത്യയുടെ ഐഡിയ എന്താ? ഇന്ത്യ however argues river Kali originates from a small rivulet named Pankhat. ഈ പങ്കാട്ടിന്റെ പേരൊന്നും ഇട്ടിട്ടില്ല, അത് മാപ്പിലില്ല. ലൈങ് ഓൺ സദേൺ പോർഷൻ ഓഫ് കാലാപാനി. ഈ കാലാപാനിയുടെ സൗത്തിലാണ് ഇത് തുടങ്ങുന്നത്, ഇവിടെ തുടങ്ങുന്നതാണ് ഇന്ത്യ പറയുന്നത്. മനസ്സിലായോ? നേപ്പാളിന്റെ ആഗ്രഹം വേറെയാണ്. ആ സ്ഥലങ്ങൾ ഓർത്താൽ മതി. ലിംബിയാതുരയിലോ ലിപു ലേക്കിന്റെ അടുത്താണ് കാലി റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നതെന്ന് ആര് പറയുന്നു? നേപ്പാൾ പറയുന്നു. ഇന്ത്യ പറയുന്നു അല്ല, കാലാപാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, കാലാപാനി ഏത് ജില്ലയിലാണെന്നുള്ളത് നോക്കുക കേട്ടോ. കാലാപാനി ഈസ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് ഇന്ത്യ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഉത്തരാഖണ്ഡിൽ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് നോക്കണം. ക്ലിയർ? ഇനിയും കുറച്ച് ബേസിക്സ് കൂടെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡ് ചെയ്യും.
ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ജോയിന്റ് എക്സസൈസ് സൂര്യകിരൺ ആണ്. പിന്നെ ഇന്ത്യ റിമൈൻസ് നേപ്പാൾസ് ലാർജസ്റ്റ് ട്രേഡ് പാർട്ണർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പാർട്ണറും എനിക്ക് തോന്നുന്നു ഇന്ത്യ തന്നെയാണെന്ന്. ജസ്റ്റ് ലുക്ക്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചോളം നമ്മുടെ 17ാമത്തെ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻ ആണ്. നേപ്പാളിന്റെ 64% ട്രേഡും ആരുമായിട്ട് തന്നെയാണ്, ഇന്ത്യയിലാണ്. ഓക്കെ, ക്ലിയർ. പിന്നെ നമുക്ക് കുറെ പ്രോജക്ട്സ് ഉണ്ട്. ഗൗച്ചർ എയർപോർട്ട്, ഓക്കെ, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് ഹൈവേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മാൽഡീവ്സ് പഠിപ്പിച്ചപ്പോഴേ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കറണ്ട് അഫെയർ പഠിപ്പിച്ചതാണ് ഗ്രേറ്റർ മാലേ പ്രോജക്ട്. ഇന്ത്യ ചെയ്യുന്നതാണ് ഗ്രേറ്റർ മാലേ പ്രോജക്ട്. ഒന്ന് നോക്കുക. അതെന്ന് വെച്ചാൽ അതൊരു പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം വരെ ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഗ്രേറ്റർ മാലേ പ്രോജക്ട്. അതിന്റെ ഇപ്പുറത്തൊക്കെ ആരെ ഡെവലപ്പ് ചെയ്യുന്നത്? ഗ്രേറ്റർ മാലേ പ്രോജക്ട് അല്ല, അതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ ചൈന ഏതൊക്കെ ഐലൻഡുകളിൽ ഡെവലപ്മെന്റ് നടത്തുന്നു, ഇന്ത്യ ഏതൊക്കെ ഐലൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നു ഒരു ഐഡിയ കാണും. ഇന്ത്യയുടെ പ്രോജക്റ്റ് ആണ് എന്ത്? ഗ്രേറ്റർ മാലേ പ്രോജക്ട്. ഓക്കെ, ക്ലിയർ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. മാൽഡീവ്സിന്റെ കേസിൽ എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ പറഞ്ഞതാണ്. കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കറണ്ട് അഫെയർ ചിലപ്പോൾ UPSC ഈ എൻവയോൺമെന്റിന്റെ ഒക്കെ കേസിൽ 1.5-2 വർഷം മുമ്പുള്ള കറണ്ട് അഫെയർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ IR ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോൾ പഴയ കാര്യങ്ങളും ചെറുതായിട്ട് എന്ത് പറഞ്ഞു പോകുന്നുണ്ട്, ചെറുതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. നേപ്പാൾ റിലേറ്റഡ് ആയിട്ട് ഐ തിങ്ക് ദിസ് മച്ച് ഇസ് ഇനഫ്. പിന്നെ ഇതുപോലെ ഇവർ തമ്മിലുള്ള ബോർഡർ പോയിന്റ്സ് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കിക്കോ നേപ്പാളുമായിട്ട്. ഐ തിങ്ക് ദിസ് മച്ച് ദിസ് ഇസ് ദ ഇന്റൻഡഡ് ക്ലാസ് ഫോർ ടുഡേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 4 രാജ്യങ്ങൾ കവർ ചെയ്തു. ഇനി 4 അടുത്ത ദിവസം. ഓക്കെ, അതിനകത്ത് ഒരെണ്ണം വലിയ പ്രോമിനന്റാ, ചൈന. ഓക്കെ, ചൈന കുറെ ടിബറ്റുമായിട്ട് റെയിൽ കണക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിൽ ഇന്ന് നമ്മൾ പഠിച്ച കുറെ കാര്യം അവിടെ റിപ്പീറ്റഡ് ആവും. ചൈന ഏതൊക്കെ രാജ്യത്ത് എന്തൊക്കെ ചെയ്തു, ഒരു കാര്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തേ. പൊഖാറ എയർപോർട്ട് ആരാ ഡെവലപ്പ് ചെയ്യുന്നത് നോക്കി. പൊഖാറ എയർപോർട്ട് നേപ്പാൾ ആണെന്നാണ്. അതിപ്പോ തന്നെ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യാം. ഓക്കെ, പൊഖാറ എയർപോർട്ട് അത് ചൈനയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചൈന അതിനാണോ അതിനകത്ത് ഇടപെടുന്നതെന്നോ നോക്കുക. ഓക്കെ, ക്ലിയർ. അതോടെ ഹോംവർക്ക് ചെയ്തിട്ട് ഐ എം എൻഡിങ്. ഓൺലൈൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. ഓക്കെ, പിന്നെ ടെക്നിക്കൽ ഗ്ലിച്ചസ് അത് നിങ്ങൾ അത് ക്ഷമയുടെ ഒരു ഭാഗമായിട്ട് ട്രൈ ടു കൺട്രോൾ യുവർ അർജസ് ടു ഗെറ്റ് ഔട്ട്. കാരണം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി. പിന്നെ ഞാൻ ഒരു ഇതൂടെ പറയാം, നിങ്ങൾ ഇടയ്ക്കെങ്കിലും ക്ലാസ് കാണുന്നു തോന്നിക്കഴിഞ്ഞാലാണ് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. ഓക്കെ, കാരണം ഓഫ്ലൈൻ ഓൾസോ ഐ എക്സ്പെക്ട് മോർ നമ്പേഴ്സ് ഇൻ ദ കമ്മിങ് ഡേയ്സ്. ഓക്കെ, കാരണം നമുക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ ഓൺലൈൻ എഴുതുന്നതിനെക്കാട്ടി എഫക്ട് എന്തായാലും ഓഫ്ലൈൻ വരും. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ കോഴിക്കോട് പറഞ്ഞോളൂ. അല്ല, പൊഖാറ എയർപോർട്ട് നേപ്പാളിലാണ്, പക്ഷെ ഡെവലപ്പ് ചെയ്തത് ചൈനയാണ്. അതാ പറഞ്ഞത് പൊഖാറ എയർപോർട്ട് ചൈനയെ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നു. അതാ ചെയ്യാൻ പറഞ്ഞു, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ അതുപോലെ ലാൻഡ് മൊണികാർ അവരാ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും സ്ട്രിങ് ഓഫ് പോർട്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കില്ല, ചൈനയുടെ സ്ട്രിങ് ഓഫ് പോർട്ട്. അപ്പം അവര് സിംഗപ്പൂരിലോ മലേഷ്യയിലോ ഏതൊക്കെ പോർട്ട്, അപ്പൊ പോർട്ടുകളുടെ പല പേരുകളുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാങ്കി പോർട്ട്, സബാങ് പോർട്ട്. അതിൽ ഏതിലാണ് ഇന്ത്യ ഇരിക്കുന്നത്, ഏതിലാണ് ചൈന ഇരിക്കുന്നത്? മോംഗ്ല പോർട്ട് അതാരാ? മോംഗ്ല പോർട്ട് ആരാണ് നോക്കുക. പോർട്ടുകൾ ഒരു ചോദ്യമാണ്. ഇത്രയും നാളിപ്പോ ഹിസ്റ്റോറിക്കൽ പോർട്ട്സാ ചോദിക്കുന്നത്. ചിലപ്പോൾ UPSC തിരിച്ചു കളയാം. പുതിയ പോർട്ട് ദുഃഖം പോർട്ടുണ്ട്. എവിടാണ്? DUKM QM ദുഃഖം പോർട്ടുണ്ട്. ചോദ്യം വരാം. ഓക്കെ, അറേബ്യൻ റീജിയനിൽ എവിടെയാണ് ദുഃഖം പോർട്ട്? ഇന്ത്യക്ക് എന്താ ബന്ധം, ചൈനയ്ക്ക് എന്താ ബന്ധം? ചോദ്യം വരാം. ഓക്കെ, ഈ ക്ലാസ്സിൽ എന്തെങ്കിലും നമ്മൾ കവർ ചെയ്തിട്ടില്ലെങ്കിൽ IRന്റെ ടെസ്റ്റ് സീരീസിൽ അതുകൂടെ വരും. അപ്പൊ നിങ്ങൾ അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ആഡഡ് ബെനിഫിറ്റ് കിട്ടും. പിന്നെ മെറ്റീരിയൽസ് ഞാൻ തരും, ബട്ട് ഐ വിൽ സെറ്റ് എ ബാർ. വല്ലപ്പോഴും എങ്കിലും ക്ലാസ് കയറുന്ന കുട്ടികൾക്കായിരിക്കും ഞാൻ PPT കൊടുക്കുക, വല്ലപ്പോഴും എങ്കിലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പാസീവ് വ്യൂവർഷിപ്പ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ റെക്കോർഡിംഗ് എങ്കിലും കാണണ്ടേ. മെറ്റീരിയൽസ് വെച്ച് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ വേ. മെറ്റീരിയൽസ് എല്ലായിടത്തും കിട്ടും, പക്ഷെ ഇത് കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആണ്. പല മെറ്റീരിയൽസിന്റെ ഒരു കൺസോളിഡേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഐ വിൽ വൈൻഡ് അപ്പ്. എനി ഡൗട്ട്? ഞാൻ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമിനെ പറ്റിയോ അല്ലെങ്കിൽ ബേസിക്കലി ഈ പ്രോജക്റ്റിനെ പറ്റി, ഈ പ്രോഗ്രാമിനെ പറ്റിയോ നിങ്ങളുടെ പ്രിപ്പറേഷനെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. സ്റ്റുഡൻസ്, എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡ് ചെയ്യും. ഫസ്റ്റ് ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിനകത്തത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ റിലേഷൻഷിപ്പിന്റെ 2 hours ക്ലാസ് ഇറ്റ് ഈസ് ദയർ. ഓക്കെ, യു ക്യാൻ വാച്ച് ദാറ്റ്. ചൈന CMAC എഞ്ചിനീയറിംഗ്, വെരി ഗുഡ്. ഞാൻ ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഓക്കെ.
ഈ ഇടയ്ക്കും ഞാനൊരു ചൈനയുടെ ഒരു പ്രസൻസ് നമ്മൾ കറണ്ട് അഫയർ പഠിക്കും. പനാമ ന്യൂസിലുണ്ട്, പനാമ കനാല്. USA അത് വേണമെന്ന് പറയുന്നുണ്ട്. കാരണം പനാമ കനാലിൽ പല സ്ഥലങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ചൈനയാണ്, ചൈനയുടെ കമ്പനികളാണ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറിത്തിങ് വിൽ ബി ഡിസ്കസ്ഡ്. ഓക്കെ, ക്ലിയർ? അപ്പം താങ്ക് യു സ്റ്റുഡൻസ്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബാക്കി ഇനിയും നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയാം. കാരണം ഒറ്റ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, വി ആർ ഡൂയിങ് ദിസ് ഫോർ ഫ്രീ ആൻഡ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് എഫേർട്ട്. പല സ്ഥലത്തുനിന്ന് കമ്പയർ ചെയ്യണം. ഒരു മാഗസീനിൽ നിന്നൊന്നും അല്ല ഇത് എടുത്തിരിക്കുന്നത്, പലയിടത്തുനിന്നും പൂൾ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു, ഹാവ് എ ഗ്രേറ്റ് ഡേ.